കാരണം ഇത് ആളുകൾക്ക് മനസ്സിലാവും, ഇൻഷാ അല്ലാഹ് മനസ്സിലാവും. ആരൊക്കെ വിമർശിക്കുന്നു അവർക്കൊക്കെ മനസ്സിലാവും. ഒരു മുൻധാരണ മാറ്റി വെച്ച ആളുകൾ സ്വീകരിക്കും. ആ ദിവസം നമ്മൾ കാണുന്നുണ്ട്, ഇടി പൊട്ടി മഴ പെയ്ത് ആകാശം തെളിയുന്നത് പോലെ ആകാശം തെളിയും. ഈ പൊതുവിദ്യാലയത്തെ അപകീർത്തിപ്പെടുത്താൻ നശിപ്പിക്കാനുമാണ് അങ്ങനത്തെ ആൾക്കാർ കയറി വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ വല്ലാത്ത ഹരാസ് ചെയ്ത രംഗങ്ങൾ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഇത്രയും സമയത്ത് ഞാനത് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ സമൂഹം അറിയണമല്ലോ, നമ്മൾ എവിടെയോ പാറമ പൊട്ടി മുളച്ചു വന്ന് ഇതിനെയൊക്കെ നശിപ്പിക്കാനും ഇതിനൊക്കെ കുതിര കയറാനും ഇല്ലാതെയാക്കാനും വേണ്ടി വന്നതാണെന്നുള്ള രൂപത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഹിസ്റ്ററി പറയേണ്ടി വരികയാണ്. പക്ഷെ അതിൽ നിന്ന് അത് കഴിയാത്ത ആ ഒരു സംസ്കാരം ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് വിട്ടു നിൽക്കാനൊരു ചാൻസ് ഇല്ലേ? അത് വിട്ടു നിൽക്കുമ്പോഴേക്കും അത് ഭയങ്കര പ്രശ്നം. അത് അതിനൊന്നും ചേരാത്ത ആളുകൾ ഇങ്ങനെയുള്ളൊരു പൊതുബോധത്തിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. രക്ഷിതാക്കൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നല്ലേ ബൈക്കുമ്പോൾ വന്നിട്ട് ഓരോ മക്കളെ പിടിച്ച് കൊണ്ടുപോകുക. കാരണം എന്താ? യൂണിഫോം വലിച്ച് കയറുക, അതേപോലെ തന്നെ അടി ഉണ്ടാക്കുക, അവരുടെ DJ പാർട്ടി ഉണ്ടാക്കുക, എന്നിട്ട് കുഴപ്പമുണ്ടാകുക, കൊലപാതകം ഉണ്ടാകുക, എന്തൊക്കെയാണ് ഡെസ്കും ബെഞ്ചൊക്കെ തച്ച് പൊട്ടിച്ച് കളറൊക്കെ വാരി തേച്ച്. അപ്പോൾ എഡ്യൂക്കേഷൻ ഫോർ ഹ്യൂമൻ കൾച്ചർ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അത് പല അളവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു സംസ്കാരത്തിലേക്ക് പോകാൻ നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം ആളുകൾ തയ്യാറായിട്ടുണ്ട്. അവർ പല രീതിയിൽ സ്വാധീനങ്ങൾ ചെലുത്തി അതെന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരിക്കലും സർക്കാരിനോ പൊതുവിദ്യാലയത്തിനോ എതിരായിട്ടല്ല ഈ സംഗതി ഉള്ളത് എന്ന് നമ്മൾ ഒരു 2021 കാലഘട്ടം മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു കേവലം സൂംബ ഡാൻസ് മാത്രമായിട്ട് ആളുകൾ മനസ്സിലാക്കുന്നു. ആരുടെയെങ്കിലും വിശ്വാസത്തിനോ സംസ്കാരത്തിനോ യോജിക്കാത്തൊരു സംഗതി അവിടെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാന്യമായി അഭിമാനപൂർവ്വം വിട്ടു നിൽക്കുവാൻ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശം നമുക്ക് എന്ത് ചെയ്യണം, സംരക്ഷിച്ച് കിട്ടണം. ഇത്രയേ നമ്മൾ പറയുന്നുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. കേരളീയ പൊതുമണ്ഡലത്തിൽ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദം കഴിഞ്ഞ ആഴ്ചകളായി അതിൻ്റെ ചർച്ചകളും മറ്റും നടക്കുകയുണ്ടായി. ലഹരിക്കെതിരെ എന്ന പേരിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്ന ഒരു വ്യായാമമുറ എന്ന നിലക്കാണ് സൂംബ ഡാൻസ് കൊണ്ടുവരപ്പെടുകയും പൊതുവിദ്യാലയങ്ങളിലേക്ക് അതെത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള TK അഷ്റഫ് സാഹിബ്, അദ്ദേഹം ആ ഒരു പോസ്റ്റ്, FB പോസ്റ്റ്, നമുക്കൊക്കെ സുപരിചിതമായ ഒരു FB പോസ്റ്റ് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുകയും അതിനെ തുടർന്നുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ സമ്മർദ്ദപ്രകാരം എയ്ഡഡ് സ്കൂൾ അധ്യാപകൻ കൂടിയായ TK അഷ്റഫ് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് സസ്പെൻഷൻ, ഒരു അസാധാരണ നടപടിക്രമങ്ങളിലൂടെ സസ്പെൻഷനിലേക്ക് പോകുന്നു. തുടർന്ന് ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലം അത് തിരുത്തപ്പെടുകയും ആ നിലയ്ക്ക് ജോലിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്ന സന്തോഷകരമായ സാഹചര്യം കൂടി ഉണ്ടാകുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇത്തരമൊരു അഭിമുഖത്തിലേക്ക് പ്രവേശിക്കുന്നത്. അഷ്റഫ് ഖാ, ഈ ഒരു സന്ദർഭം ഒരു അസാധാരണ സന്ദർഭങ്ങളിലൂടെയാണല്ലോ ഒരു പക്ഷേ ജീവിതത്തിൽ കടന്നു പോയത്. അപ്പോൾ അതിനുശേഷം ആദ്യമായി ഇത്തരം ഒരു അഭിമുഖത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പരീക്ഷണ ഘട്ടങ്ങളിൽ ഉണ്ടായൊരു ഫീലിങ്സ് എപ്രകാരമായിരുന്നു എന്നുള്ളതായിരുന്നു? അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത് എങ്ങനെയാണ് ഒരു വാക്കുകൾ കൊണ്ട് പറയാൻ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായൊരു അനുഭവമാണ്. പക്ഷേ ഏതായിരുന്നാലും ഞാൻ വല്ലാത്തൊരു സമാധാനം അനുഭവിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് വാക്കുകളിലൂടെ പറഞ്ഞു തരാമെന്ന് എനിക്കറിയാൻ കഴിയില്ല. ഇത് എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്നൊരു ഫ്രസ്ട്രേഷനാണ്. അതായത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള ഈ പ്രയാസം, അതിനൊരു പരിഹാരം ഉണ്ടാകണം എന്ന് നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ പറയാൻ പറ്റുമോ? പറയാൻ കഴിയണില്ല. എന്നാൽ ഇതിൻ്റെ തിക്താനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ഇത് ഒരു ഡിസ്കഷൻ ഓപ്പണായി, കേരളം ചർച്ച ചെയ്യപ്പെട്ടു. അത് ഒരു ജാഗ്രത ഇത്തരം വിഷയങ്ങളിലൊക്കെ എന്ത് ചെയ്തു, സമൂഹത്തിന് ഭയങ്കരമായൊരു ജാഗ്രത എന്ത് ചെയ്തു, ഒരു അലർട്ട് ശരിക്ക് വന്നു എന്നുള്ളത് നമുക്കിപ്പോൾ മൊത്തത്തിൽ അനുഭവഭേദ്യം തന്നെയാണ്. നല്ല മാറ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം വിഷയങ്ങളോടുള്ള ഒരു സമീപനത്തിൽ എല്ലാവരിലും എന്ത് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നേരിട്ട് കാണുന്നുണ്ട്, കുട്ടികളിലുണ്ട്, രക്ഷിതാക്കളിലുണ്ട്. കാരണം നമുക്ക് വരുന്ന ഫീഡ്ബാക്കുകൾ, ഫോൺ വിളികൾ, ബന്ധങ്ങൾ, ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനകൾ, ഒരുപാട് ആളുകൾ വിളിച്ച് സംസാരിക്കുന്നത്, പൊട്ടിക്കരയുന്നത്, അതുപോലെ ഞങ്ങളെയൊക്കെ മനസ്സിൽ ഒരുപാട് കാലങ്ങളായിട്ടുള്ള, അതായത് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഒരു പൊതുബോധം നിർമ്മിക്കപ്പെടുന്നത് പലപ്പോഴും നമ്മുടെ ചാനലുകളൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ആ ചാനലുകളിൽ വരുന്ന സൗണ്ടും അവരുടെ സംസാരമാണ് കേരളത്തിൻ്റെ പൊതുബോധം എന്നാണ് ഒരു പൊതുവേ കാഴ്ചപ്പാട്. എന്നാൽ ഇവിടെയുള്ള ഒരു ധാർമ്മികമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് വോയിസ് ഇല്ല.
അപ്പോൾ അവരൊക്കെ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം നമ്മളിലൂടെ എന്ത് ചെയ്തു, പുറത്തു വന്നു. അപ്പോൾ ആ പുറത്തു വന്നപ്പോൾ ഈ ആളുകളുടെയൊക്കെ ഒരു സപ്പോർട്ടും പിന്തുണയും പ്രാർത്ഥനയും, അത് എത്ര ഫോണാണ് എനിക്ക് വന്നതെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. പിന്നെ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് അത് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നതിൽ വലിയൊരു സമാധാനമുണ്ട്. അതിലൊരു മാറ്റം ശരിക്കും എന്ത് ചെയ്തു, നെല്ലിക്കൊക്കെ തിന്ന പോലെ തന്നെ നെല്ലിക്ക തിന്നുമ്പോൾ ഒരു ചമർപ്പും ഒരു കയ്പും പുളിപ്പും ഒക്കെ ഉണ്ടാവും. പക്ഷേ പിന്നീട് എന്ത് ചെയ്യും, ശരിക്കും മധുരിക്കൂല. അപ്പോൾ ഞാൻ മനസ്സിലാക്കണമെങ്കിൽ മുന്നോട്ട് പോകുന്തോറും ഇതിൻ്റെ ഒരു സമാധാനം എന്ത് ചെയ്യും, അത് നമ്മളെ മനസ്സിൽ ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റിനോടൊരു വെറുപ്പുണ്ടാകുക എന്നുള്ളത് ഏറ്റവും മിനിമം ഒരു വിശ്വാസിക്ക് ഉണ്ടാകണ്ട. അതുണ്ടായി, അതെല്ലാവർക്കും ഉള്ളതാണ്, നമുക്കുണ്ടായി. അപ്പോൾ അത് നമ്മൾ പുറത്തെന്ത് ചെയ്തു, അത് പ്രകടിപ്പിച്ചു. അപ്പം ഉണ്ടാകുന്ന ഒരു ആത്മസാക്ഷാത്കാരമുണ്ട്, നമുക്ക് വല്ലാത്തൊരു സമാധാനം, നിർവൃതിയുണ്ട്. അതിനുവേണ്ടി അത് കോംപ്രമൈസ് ചെയ്ത് അത് സപ്രസ് ചെയ്ത് നമ്മൾ പോകുന്തോറും നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ ആ ടെൻഷൻ മാറി നമുക്ക് നല്ലൊരു അവസ്ഥയ്ക്ക് എന്താൻ വരാൻ പറ്റി എന്നുള്ളത് എന്നെ എനിക്ക് സന്ദർഭം. ഇപ്പോൾ ഈ ഒരു പ്രതികരണം അത് നിർവഹിച്ചത് ഒരു സർക്കാർ ശമ്പളം വാങ്ങുന്ന അധ്യാപകനാണല്ലോ താങ്കൾ. അപ്പോൾ ആ നിലക്ക് സർക്കാരിനെതിരെ പറയുക, അല്ലെങ്കിൽ താങ്കൾക്കെതിരെ നടപടിയെടുക്കാൻ കാരണമായ ആ ഒരു വാചകം ഉണ്ടല്ലോ, പൊതുവിദ്യാഭ്യാസത്തെ അപകീർത്തിപ്പെടുത്തി അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസത്തിനെതിരെ സംസാരിച്ചു, അതിനെ എന്താ പറയുക, അതിനെ ഇകഴ്ത്താണ് എന്നൊക്കെ പറയുന്ന വാദങ്ങളുണ്ട്. അതിനോടെങ്ങനെ പ്രതികരിക്കാം? അത് വളരെ ഖേദകരമാണ്. എനിക്ക് ആ പൊതുവിദ്യാലയത്തെ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസത്തെ ഞാൻ അപകീർത്തിപ്പെടുത്തി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് തകർന്നു പോവുകയാണ് ശരിക്കും. യഥാർത്ഥത്തിൽ പൊതുവിദ്യാലയത്തെ സംരക്ഷിക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അതെൻ്റെ എല്ലാ നിലക്കും എനിക്ക് പറയാൻ പറ്റും. കാരണം എൻ്റെ പിതാവ് മരണപ്പെട്ടു പോയി, അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഒരു അധ്യാപകനായിരുന്നു. എൻ്റെ പിതാവ് ഒരു ഗവൺമെൻറ് സ്കൂൾ അധ്യാപകനായിരുന്നു. ആ ഗവൺമെൻറ് സ്കൂളിൽ അതിൻ്റെ ചുറ്റുവട്ടത്ത് ഇപ്പോഴും താമസിക്കുന്ന മനുഷ്യന്മാരോട് ചോദിച്ചാൽ പറയാൻ പറ്റും, ആ സ്ഥാപനത്തിന് വേണ്ടി അത്യുധ്വാനം ചെയ്ത മനുഷ്യനാണ്. അവിടെയുള്ള ഒരുപാട് പുരോഗതിക്ക് വേണ്ടി ആ നിലക്കൊക്കെ മുന്നിൽ നിന്ന് അത് കണ്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ശരിക്കും വളരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ 3 മക്കളാണ്. ആ 3 മക്കളും പഠിച്ചിട്ടുള്ളത് പൊതുവിദ്യാലയത്തിലാണ്. അത് എൻ്റെ പിതാവിൻ്റെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പൊതുവിദ്യാലയത്തിൽ നിന്നാണ്. ആ പൊതുവിദ്യാലയം ഇവിടെ സാധാരണക്കാരന് വേണ്ടി നിലനിൽക്കണം. അപ്പോൾ അത് അവിടെ തന്നെ ആയിരിക്കണം നമ്മളെ പഠനം എന്ന പിതാവിൻ്റെ ആ ഒരു തീരുമാനമാണ്. അതങ്ങനെ നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെയാണ് എൻ്റെ ജ്യേഷ്ഠത്തി, അതുപോലെ ഞാൻ, പിന്നെ എൻ്റെ അനുജൻ, ഞങ്ങളൊക്കെ. അതിനുശേഷം ഞങ്ങളുടെ മക്കളൊക്കെ ആ രീതിയിലാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് 4 മക്കളുള്ളത്. ആ 4 മക്കളും പൊതുവിദ്യാലയത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ തൊട്ടടുത്ത് ചളവ ഗവൺമെൻറ് ഗവൺമെൻറ് LP സ്കൂൾ. ആദ്യം ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് LP സ്കൂളാണ്, പിന്നെ അതിപ്പോൾ UP ആക്കിയിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, എൻ്റെ മൂത്ത മകൾ പഠിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ 2ാമത്തെ മകനും ഒക്കെ പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. അതേപോലെ ഇപ്പോൾ എൻ്റെ ചെറിയ മകൻ, ഇപ്പോൾ ഇതിൽ നിന്ന് വിട്ടുനിന്ന് പറഞ്ഞ മകനുണ്ടല്ലോ, ഹാസിം സമാൻ എൻ്റെ പേര്, അവനിപ്പോൾ പഠിക്കുന്നത് എൻ്റെ സ്കൂളിലാണ്. ഞാനൊരു പൊതുവിദ്യാലയത്തിലാണ്. എൻ്റെ വൈഫ് ടീച്ചറാണ്, വൈഫും ഒരു പൊതുവിദ്യാലയത്തിലാണ്. വൈഫിൻ്റെ കുടുംബം ടീച്ചർ പിന്നെ അധ്യാപകരാണ്. വൈഫിൻ്റെ ഉപ്പ ഒരു നല്ല അധ്യാപകനായിരുന്നു. അദ്ദേഹം ഒരു ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പളായിട്ടാണ് എന്ത് ചെയ്തത്, അദ്ദേഹം വിരമിച്ചിട്ടുള്ളത്. പൊതുവിദ്യാലയത്തിലുണ്ടായിരുന്നത്. അതേപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ ഉമ്മ ഒരു പൊതുവിദ്യാലയത്തിൽ ടീച്ചറായിരുന്നു. അവരവിടെ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റിട്ടയർ ആയിട്ടുള്ളത്. അതുപോലെ എൻ്റെ വൈഫിൻ്റെ ആങ്ങളമാർ അവരൊക്കെ ഒരു ഡോക്ടറാണ്. മുഹമ്മദ് അസ്ലം എന്ന് പറയും, ഡോക്ടർ മുഹമ്മദ് അസ്ലം. അദ്ദേഹം ഇപ്പോൾ IHKയുടെ സംസ്ഥാന ഭാരവാഹിയാണ്. ആ നിലക്ക് അവരൊക്കെ പൊതുവിദ്യാലയത്തിലാണ് പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവൻ്റെ അനുജൻ അർഷദ് പൊതുവിദ്യാലയത്തിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, പൊതുവിദ്യാലയത്തിലാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഇങ്ങനെ ഞങ്ങളുടെ ഫാമിലി, എൻ്റെ ഫാമിലി ആകട്ടെ, എൻ്റെ വൈഫിൻ്റെ ഫാമിലി ആകട്ടെ, ഞങ്ങളുടെ ഫാമിലി മൊത്തം എടുത്ത് നോക്കിയാൽ ഒക്കെ പൊതുവിദ്യാലയത്തിൻ്റെ, ഞാൻ എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എന്താ, പല ചാനലുകളിലും പല ആളുകളും ഇയാൾ എവിടെ നിന്ന് വരുന്നതാണ് എന്നൊക്കെ ചോദിച്ച്, ഇയാൾ പോലെ മദ്രസ അധ്യാപകനാകുമ്പോൾ കൂടെ ഈ പൊതുവിദ്യാലയത്തെ അപകീർത്തിപ്പെടുത്താനും പിന്നെ നശിപ്പിക്കാനുമാണോ അങ്ങനത്തെ ആൾക്കാർ കയറി വന്നതെന്നൊക്കെ ചോദിച്ചു വല്ലാത്ത ഹരാസ് ചെയ്ത രംഗങ്ങൾ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഇത്രയും സമയത്ത് ഞാനത് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ സമൂഹം അറിയണമല്ലോ, നമ്മൾ എവിടെയോ പാറമ പൊട്ടി മുളച്ചു വന്ന് ഇതിനെയൊക്കെ നശിപ്പിക്കാനും ഇതിനൊക്കെ കുതിര കയറാനും ഇല്ലാതെയാക്കാനും വേണ്ടി വന്നതാണെന്നുള്ള രൂപത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഹിസ്റ്ററി പറയേണ്ടി വരികയാണ്. നമ്മൾ നിവൃത്തികേടാണ്. നമ്മളെപ്പറ്റി നമ്മളെ കാര്യം നമുക്ക് തന്നെ പറയേണ്ട ഒരു സാഹചര്യം എന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ളൊരു അന്തരീക്ഷമാണത്. പിന്നെ എന്താ വെച്ചാൽ പൊതുവിദ്യാലയം ഇങ്ങനൊരു സംസ്കാരത്തിലേക്ക് പോയാൽ
ഒരു ലിബറൽ കൾച്ചറിലേക്ക് പോയാൽ അത് പൊതുവിദ്യാലയത്തിന് നാശമായിട്ട് വരും. എന്താ സംഭവിക്കുക? ഈ പൊതുവിദ്യാലയത്തിൽ പിന്നെ ഇത്തരം ഒരു കൾച്ചറിൻ്റെ ഭാഗമായി വന്നു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ അന്തരീക്ഷം എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ DJ പാർട്ടികൾ വൻതോതിൽ കുട്ടികളെ പിന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം, ഇപ്പോൾ ഈ ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ വെറും വെള്ളം ഒഴിച്ചു എന്ന് വിചാരിക്കുക, അപ്പോൾ പ്യുവർ വാട്ടറേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഗ്ലാസിൻ്റെ അടിയിൽ കുറച്ച് നാരങ്ങ ഒഴിച്ചു, കുറച്ച് ഉപ്പിട്ടു, കുറച്ച് പച്ചമുളക് ഇട്ടു, കുറച്ച് വേറെ ചേരുവകളൊക്കെ ഇട്ട് വെച്ച ഒരു ഗ്ലാസ്സാണ് എത്തിക്കോളൂ. അതിലേക്കൊരു സോഡ ഒഴിച്ചാൽ എന്തായിരിക്കും ഈ ഗ്ലാസിൻ്റെ അവസ്ഥ? അതേപോലെയാണ് ഇന്നത്തെ നമ്മളെ പൊതുവിദ്യാലയത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് പൊതുവിദ്യാലയത്തിൽ നിന്ന് നിങ്ങൾക്കറിയാലോ, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ച ഒരു കുട്ടി, ആ കുട്ടി 10 വർഷം പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ അവന് അവിടുന്ന് ഇറങ്ങിപ്പോണ സെൻഡ് ഓഫിൻ്റെ അന്ന് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2-3 ജീപ്പ് പോലീസുകാർ അവിടെ വന്ന് കാവൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളെ വിദ്യാലയാന്തരീക്ഷമുള്ളത്. രക്ഷിതാക്കൾ വന്നിട്ട് വേണം കൊണ്ടുപോകാൻ. രക്ഷിതാക്കൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നല്ലേ ബൈക്കുമ്പോൾ വന്നിട്ട് ഓരോ മക്കളെ പിടിച്ച് കൊണ്ടുപോകുക. കാരണം എന്താ? യൂണിഫോം വലിച്ച് കയറുക, അതേപോലെ തന്നെ അടി ഉണ്ടാക്കുക, അവിടെ DJ പാർട്ടി ഉണ്ടാക്കുക, കൊലപാതകം വരെ എന്നിട്ട് കുഴപ്പമുണ്ടാകുക, കൊലപാതകം ഉണ്ടാകുക, എന്തൊക്കെയാണ് ഡെസ്കും ബെഞ്ചൊക്കെ തച്ച് പൊട്ടിച്ച് കളറൊക്കെ വാരി തേച്ച്. അപ്പോൾ എഡ്യൂക്കേഷൻ ഫോർ ഹ്യൂമൻ കൾച്ചർ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഈ ഒരു പിന്നെ ആശയം മുന്നോട്ട് വെച്ചിട്ട് 10 വർഷം നമ്മുടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ച ഒരു കുട്ടിനെ ഒരു ജയിൽ പുള്ളിയെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകുന്ന ഒരു രംഗം നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ഈ ഷഹബാസ് എന്ന് പറഞ്ഞ കുട്ടി അവൻ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്? അതായത് ഒരു ട്യൂഷൻ സെൻറ്ററിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു പിന്നെ സംഘനൃത്തം അല്ലെങ്കിൽ DJ പാർട്ടി അതുപോലുള്ളൊരു സംഗതിയിൽ നിന്നാണ് പ്രശ്നം തുടങ്ങുന്നത്. പിന്നീട് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് അതിൻ്റെ ബാക്കിയുണ്ടാണ് ഈ നഞ്ചക്ക കൊണ്ട് അടിച്ചിട്ട് ആ കുട്ടി മരിച്ചൊരു സാഹചര്യം ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഒരുങ്ങി നിൽക്കുകയാണ്. മാത്രമല്ല കുട്ടികളൊക്കെ ഇതിനൊരു സന്ദർഭം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ തൊട്ടടുത്തുള്ള പിന്നെ ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുത്താണ് എന്ത് ചെയ്യുന്നത് കുട്ടികൾ ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ട്യൂഷൻ സെൻ്ററുകളിലൊക്കെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ഏത് സെൻ്ററാണ് കൊടുക്കുന്നത്, വിജയശതമാനം നോക്കിയിട്ട് കുട്ടികൾ ചേർന്നിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, ഒരു മാസത്തിൽ എത്ര ആഘോഷം ഉണ്ടാവും, ആ ആഘോഷത്തിൽ എത്ര DJ പാർട്ടി ഉണ്ടാവും, അത് ഏറ്റവും കൂടുതൽ സംഘടിപ്പിക്കുന്നത് ആരാ? ഈ ടർഫ് ഉണ്ടല്ലോ, ഈ ടർഫുകളിലൊക്കെ പിന്നെ ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ആളുകൾ ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ കുട്ടികൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇരുട്ട് റൂം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയണം. അതിന് ചില അധ്യാപകരുടെ സപ്പോർട്ട് വരെ ഉണ്ടാകുന്നുണ്ട്. ഇരുട്ട് റൂം ഉണ്ടാക്കിയിട്ട് ഈ +1-നും +2-നും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഈ ഇരുട്ട് റൂമൊക്കെയാണ് കയറുക, പുകയിടുക, അതാണ് ചാടുക. ഇതാണ് ഇവിടെ, അതാണ് ഞാൻ പറഞ്ഞത്, ഗ്ലാസ്സിൽ എന്തുണ്ട്, ഇങ്ങനത്തെ എല്ലാ ഉപ്പും പഞ്ചസാരയും സാധനങ്ങളും ഒരുക്കി വെച്ചോടത്തേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ സൂംബ ഡാൻസ് വരുന്നത്. അത് വരുന്നതോടുകൂടി ഇപ്പോൾ ഈ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും നല്ല സൂംബ നടക്കുന്നത് ചെയ്യണത്. കാരണം സൂംബയുടെ പരിശീലകർ തന്നെ പറയുന്നുണ്ട് 270 ആളുകളെ ഇവിടെ ആകെ യഥാർത്ഥ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്തിട്ടില്ല, ട്രെയിനിങ് ഇല്ല. അത് ശരിക്കും അധ്യാപകർ അത് പരിശീലിപ്പിക്കാൻ തന്നെ പറ്റില്ല, കാരണം അവർക്ക് ആ നിലയ്ക്കുള്ള ട്രെയിനിങ് ആയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അതിന് കൃത്യമായിട്ട് മിനിമം 1 മണിക്കൂറിലും വേണം. ആദ്യം ഒരു 15-20 മിനിറ്റ് അതിൻ്റെ ഒരു വാമപ്പ് വേണം, പിന്നെ ഒരു 10-20 മിനിറ്റ് അത് കളിക്കണം, പിന്നെ ഒരു കൂൾ ഡൗൺ വേണം. അതുപോലെ തന്നെ ഒരു കുട്ടീനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന് ശരിക്കും ഫിറ്റ്നസ് വേണം. ആ കുട്ടി ഒരു പ്രത്യേക വെയിറ്റിൽ കൂടുതലുണ്ടെങ്കിൽ കളിക്കാൻ പറ്റില്ല. ശ്വാസകോശ പ്രശ്നമോ ഹാർട്ടിന് പ്രശ്നമോ ഉള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കാര്യങ്ങൾ ചെയ്യേണ്ട, അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചില പല സ്കൂളുകളിൽ എനിക്ക് ഒരുപാട് കോളുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതായത് അവസാനം സ്കൂൾ വിടുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യുക, ഒരു 15 മിനിറ്റ് മുമ്പ് 2 ബെല്ലടിക്കുക, എല്ലാവരും ഗ്രൗണ്ടിൽ പോവുക, എന്നിട്ടൊരു മ്യൂസിക് കൊടുന്നു ചാടുന്നു. അതിൽ ചില അധ്യാപകർ കൂടും, ചില ടീച്ചേഴ്സ് കൂടും, കുട്ടികളും കൂടും. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോണത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇത് വരുമ്പോൾ ഇത് മൊത്തം വ്യാപിക്കുന്നതോടുകൂടി ഇതൊരു നമ്മുടെ നാട് ഒരു വെസ്റ്റേൺ കൾച്ചറിലേക്ക് മൊത്തം പൊതുവിദ്യാലയത്തിൽ വരുമ്പോൾ അങ്ങനെയാണല്ലോ, ആ രീതിയിലേക്ക് പോകാൻ പോവാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇത് നമ്മളെ പൊതുവിദ്യാലയത്തെ തകർക്കാനേ കാരണമാവുള്ളൂ. ഇത് ശരിക്ക് പിന്നെ രക്ഷപ്പെടുത്തല്ല ചെയ്യാം. അപ്പോൾ പൊതുവിദ്യാലയം നിലനിൽക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഈ സംഗതി. ഒരിക്കലും പൊതുവിദ്യാലയത്തെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളത് എന്തല്ല എൻ്റെ മനസ്സിലില്ല, അങ്ങനെ ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടുമില്ല. പിന്നെ മാത്രമല്ല ഇനിയിപ്പോൾ ഇതുകൊണ്ട് വന്നു എന്ന് വിചാരിക്കുക, അപ്പോൾ കുറേ ആളുകൾ ഇതിനോട് പിന്നെ അനുകൂലമുള്ള ആൾക്കാരുണ്ടാവും, കുട്ടികളിലുണ്ടാവും, അധ്യാപകരിലുണ്ടാവും, ഒക്കെ ഉണ്ടാവാം. ശരിയാണ്, അധ്യാപകരിൽ വലിയൊരു വിഭാഗത്തിൽ നിന്നുണ്ട് ആ രീതിയിലേക്ക് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. പുതിയ ജനറേഷനൊക്കെ അത് ആഗ്രഹിക്കും. പക്ഷെ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു സംസ്കാരത്തോട് യോജിച്ചു പോകാൻ കഴിയാത്ത ആളുകൾ ഇവിടെ, കൾച്ചറലി അതിനോട് എൻ്റെ എലമെൻറ്റിനോട് യോജിക്കാൻ കഴിയാത്ത ധാരാളം കുട്ടികളും കുടുംബങ്ങളും ഇവിടെ ഉണ്ട്.
അത് എല്ലാ വിഭാഗത്തിലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഒരു കൾച്ചറാണ് പൊതുവിദ്യാലയത്തിലെങ്കിൽ എൻ്റെ കുട്ടീനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കുന്നില്ല എന്ന് വരിക. അപ്പോൾ അങ്ങനെ പൊതുവിദ്യാലയത്തിൽ നിന്ന് ഈ കുട്ടികൾ അകലാൻ കാരണമാവുക ചെയ്യുക, അത് അകലുമ്പോൾ എന്താ സംഭവിക്കുക, പൊതുവിദ്യാലയം നശിക്കുക ചെയ്യുക. അപ്പം അങ്ങനെ ഒരു നാശത്തിലേക്ക് നമ്മുടെ പൊതുവിദ്യാലയം പോകാൻ പാടില്ല. പൊതുവിദ്യാലയത്തിൽ എല്ലാവരുടെയും ഇടമായി എന്ത് ചെയ്യണം, നിലനിൽക്കണം എന്നൊരു സതുദ്ദേശം മാത്രമേ ഈ വിഷയത്തിലുണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഒരിക്കലും ഇത് പൊതുവിദ്യാലയത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ല. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം, ഈ ആശയ പോരാട്ടം, ഈ നടത്തുന്ന പോരാട്ടം സർക്കാരിനെതിരെയാണ്, ഇതിൻ്റെ തന്നെ തുടർച്ചയാണ്. പൊതുവിദ്യാലയങ്ങൾക്കെതിരാണെന്ന് പറയുന്ന പോലെ തന്നെ സർക്കാരിനെതിരാണ് ഈ ആശയ പോരാട്ടങ്ങൾ എന്ന വാദത്തോട് യോജിക്കുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ. എൻ്റെ ഒരു അഭിപ്രായത്തിലും ഇത് ഇപ്പോൾ LDF സർക്കാരിനുള്ള ഭരിക്കണത്, UDF സർക്കാർ വന്നാലും ഈ ഒരു കൾച്ചറിനെ പെട്ടെന്ന് മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ മാത്രം പ്രശ്നമല്ല, അത് പല അളവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു സംസ്കാരത്തിലേക്ക് പോകാൻ നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം ആളുകൾ തയ്യാറായിട്ടുണ്ട്. അവർ പല രീതിയിൽ സ്വാധീനങ്ങൾ ചെലുത്തി അതെന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരിക്കലും സർക്കാരിനോ പൊതുവിദ്യാലയത്തിനോ എതിരായിട്ടല്ല ഈ സംഗതി ഉള്ളത് എന്ന് നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കണം. അത് സർക്കാരും ഭാവിയിൽ ആ കാര്യം തിരിച്ചറിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കലും ഇത് സർക്കാരിനോടുള്ള ഏറ്റുമുട്ടലോ പൊതുവിദ്യാലയത്തിലുള്ള ഏറ്റുമുട്ടലോ അല്ല, അതിൻ്റെ സംരക്ഷണവും സർക്കാർ ഇത്തരം വിഷയങ്ങളിലേക്ക് ശ്രദ്ധ വരാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വിഷയങ്ങൾ ഇടപെടുന്നു, സംസാരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ആ പറഞ്ഞ പറച്ചിൽ, അതിൻ്റെ ഒരു രൂപം, അതിനെക്കുറിച്ച് കൂടി ഇവിടെ കൃത്യമായി ചർച്ചകൾ നടന്നിരുന്നല്ലോ. ഇപ്പോൾ ആ ഒരു ജൂൺ 26-ന് പ്രത്യേകമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യുന്നു. അത് ഈ നിലക്കുള്ള വലിയ വിമർശനമായി, അല്ലെങ്കിൽ ഞാനിതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നൊരു സുപ്രഭാതത്തിൽ വന്ന് പറയുമ്പോൾ അതിന് വേറൊരുപാട് വഴികളില്ലായിരുന്നു, അല്ലെങ്കിൽ അത്തരമൊരു ധൃതി കാണിക്കൽ എന്തിനായിരുന്നു എന്നൊരു ചർച്ച അവിടെ കാര്യമായി നടന്നിട്ടുണ്ട്. അല്ല, ഷമീന് പറഞ്ഞതിന് വേണമെങ്കിൽ ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എടുത്തു ചാടി, പെട്ടെന്ന് എടുത്തു ചാടി. അതൊരു പിന്നെ ഒരു മതസംഘടനയുടെ ഒരു ജനറൽ സെക്രട്ടറി കൂടി ആവുമ്പോൾ അദ്ദേഹം കുറച്ച് വിവേകം കാണിക്കണ്ടേ, പക്വത കാണിക്കണ്ടേ, പെട്ടെന്ന് എടുത്തു ചാടി ആദ്യം ഇത് ചെയ്യാണോ വേണ്ടതെന്നൊക്കെ ചോദിച്ച് പിന്നെ ചെറിയ ആളുകളുണ്ട്, വലിയ ആളുകൾ ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ അവരൊന്നും വിമർശിക്കണില്ല. കാരണം എന്താ വെച്ചാൽ അവർ പുറത്തുനിന്ന് നോക്കി കാണുന്ന കാഴ്ചയല്ല. ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. അപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറച്ച് ഈ നിലക്കുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഞാൻ പറയുന്നു. അപ്പോൾ പെട്ടെന്ന് അവരെന്ത് ചെയ്യും, അങ്ങനെ ചിന്തിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ അവരെന്ത് ചെയ്യണില്ല, പ്രശ്നവൽക്കരിക്കുകയോ ശത്രുക്കളായി കാണുകയോ ചെയ്യണില്ല. അവർക്കതിൻ്റെ അങ്ങനത്തെ ഒരു സാഹചര്യം, ഞാൻ അങ്ങനെ ഇടാണ്ടായൊരു സാഹചര്യം എന്താണ് എന്നവർ മനസ്സിലാക്കിയാൽ അവരാ നിലപാട്. എല്ലാവരും വിവാദങ്ങളിലേക്ക് മാത്രമേ കണ്ടുവന്നിരിക്കുന്നുള്ളൂ, ബാക്കിയൊന്നും കാണുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതെ അതെ, ഇത് വിവാദമായപ്പോൾ കണ്ടു, അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വസ്തുത, ഞാനത് ഇടാണ്ടായ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നെ വിമർശിച്ചവരൊക്കെ എന്ത് ചെയ്യും, അത് തിരുത്തി പറഞ്ഞില്ലെങ്കിലും മനസ്സിലെങ്കിലും തിരുത്തും. പിന്നെ ചില ആൾക്കാർക്ക് ഒരു കോംപ്ലക്സിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞു കൊടുത്ത് നിൽക്കും, അത് വേറെ വിഷയം. യഥാർത്ഥത്തിൽ ഇത് പിന്നെ ഒരു 2025 അതെ, ഒരു 2021 കാലഘട്ടം മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു കേവലം സൂംബ ഡാൻസ് മാത്രമായിട്ട് ആളുകൾ മനസ്സിലാക്കണത്. ഇത് ഈ ഒരു വലിയ അധ്യായത്തിൻ്റെ 4-5 വർഷത്തെ നമ്മുടെ ഈ വിഷയങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഏട് മാത്രമാണ് ഈ വിഷയം. അല്ലാതെ ഇത് ആദ്യത്തെ ഈ അവസാനത്തെ ഈ ബുക്കിൻ്റെ അവസാനത്തെ പേജിൽ നിന്ന് ഇങ്ങോട്ട് മറിച്ച് വായിച്ച് ഉള്ളടക്കത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആമുഖത്തിലേക്ക് വരുന്ന പ്രശ്നം ഉണ്ടല്ലോ, അത് ഇതിലെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് അത് ഭാവിയിൽ എന്ത് ചെയ്യുക ആളുകൾ മനസ്സിലാക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഇത് ഇവിടെ സൂംബ ഡാൻസ് മാത്രമല്ല, ഇത് നമ്മളൊരു ലിബറൽ സംസ്കാരം, ഒരു ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ള ഒരു ആശയം, അതിന് കുറച്ചുകൂടി പിന്നോട്ട് പോയാൽ ജെൻഡർ പൊളിറ്റിക്സ് അഥവാ ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന ഒരു നയം, അത് നമ്മുടെ പൊതുവിദ്യാലയത്തിൻ്റെ പാഠ്യപദ്ധതി ചട്ടക്കൂടിൻ്റെ നയമായി എന്ത് ചെയ്തു വന്നു കഴിഞ്ഞു. അവിടെ മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വിഷയത്തിനെ ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് നമ്മുടെ സംഘടന ആ വിഷയം ഏറ്റെടുക്കുകയും ബോധവൽക്കരിക്കുകയും അതിന് വ്യത്യസ്തമായ സെമിനാറുകളും പരിപാടികളും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് രേഖാമൂലം കത്തുകൾ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഈ ലിബറൽ സംസ്കാരവും ഇതുപോലുള്ള വിഷയങ്ങളും വന്നു കഴിഞ്ഞാലുണ്ടാകുന്ന അപകടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ നമ്മൾ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഇതിലെന്ത് ചെയ്തിട്ടുണ്ട്, ജനങ്ങൾക്കിടയിൽ ഇഷ്ടം പോലെ ബോധവൽക്കരണ പരിപാടികൾ
നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സംഭവം മാത്രമാണെന്ത് ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു കറക്റ്റ് നാൾ വഴി പറയുകയാണെന്നുണ്ടെങ്കിൽ 2021 ഡിസംബർ മാസത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി തുടങ്ങുന്നുണ്ട്. അതിൽ 2022 ജൂലൈ 22 നമ്മുടെ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട് ജെൻഡർ ന്യൂട്രാലിറ്റി മതവും രാഷ്ട്രീയവും ദൈക്ഷണിക സംവാദം എന്ന പേരിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. എപ്പോഴും ആണെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കി എന്ത് ചെയ്യും, അന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അന്ന് ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്. എന്താണ് ജെൻഡർ പൊളിറ്റിക്സ്, എന്താണ് ജെൻഡർ സാമൂഹിക നിർമ്മിതി എന്ന് പറഞ്ഞുള്ള പ്രശ്നം എന്താണ്, അത് യൂറോപ്യൻ നാടുകളിലുണ്ടാക്കിയ അപകടം എന്താണ്, അവരൊക്കെ അവിടുന്ന് യൂട്ടേൺ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിഷയം ഇതിനെ വലിയ ലാർജ് സ്കേപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതിനുള്ള ജനകീയ ചർച്ച, പാഠ്യപദ്ധതിയുടെ ചട്ടക്കൂടി വിഷയത്തിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ആ ജനകീയ ചർച്ച ഓപ്പണായിട്ട് സർക്കാർ ഇട്ടെന്നാണ്. ആ സമയത്ത് നമ്മൾ ഓപ്പണായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് നേരിട്ട് അതിന് രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങളിലൂടെ അത് കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തുകളിലൂടെ. ഞാൻ എൻ്റെ വിദ്യാലയത്തിൻ്റെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്, പഞ്ചായത്ത് തലത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന് വേറെ നിലക്ക് നമ്മൾ പിന്നെ ഓൺലൈനായിട്ടും അല്ലാതെയും നേരിട്ടും ഒക്കെ ഈ വിഷയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പറയാത്തതിൻ്റെ അടിസ്ഥാന കാരണം പറയാത്ത വിഷയമല്ല. പക്ഷേ എന്നിട്ട് പാഠപുസ്തകം വന്നപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വിവാദമായ സമയത്ത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. നിയമസഭയുടെ ഉള്ളിൽ നമ്മുടെ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ MLA അദ്ദേഹമാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾ സ്വതന്ത്ര ലൈംഗികതയിലേക്കും അതുവഴി അരാജകത്വത്തിലേക്കും നയിക്കുമെന്നതുകൊണ്ടാണ് ഈ എതിർപ്പ് രൂക്ഷമാകുന്നത്. സർ, ലിബറൽ അജണ്ടകൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഒളിച്ചു കടത്തുവാനുള്ള നീക്കമാണിത്. അത് പ്രതിഷേധാർഹമാണ്. ലൈംഗിക അരാജത്വം വിശ്വാസ സമൂഹത്തിന് അംഗീകരിക്കും. അതായത് ഇപ്പോൾ ഈ ജനകീയ ചർച്ചയൊക്കെ കഴിഞ്ഞ് പാഠപുസ്തകവും പിന്നെ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് എന്താണ് സർക്കാർ എടുത്തത്, ഈ വിഷയത്തിൽ എന്താണ് നയം എന്ന് ചോദിച്ചപ്പോൾ അന്ന് എഴുതി വായിച്ച മറുപടിയിൽ തന്നെ പറയുന്നത്, നിയമസഭയിൽ കൊടുത്ത മറുപടി ഇപ്പോൾ നമുക്ക് തിരഞ്ഞാൽ കിട്ടും, ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നയം. ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണെന്നും സെക്സ് അഥവാ ലിംഗം എന്നത് ജൈവപരമാണെന്നും കുട്ടികൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. ആയതിനാൽ സ്ത്രീകൾക്ക് നൽകി വരുന്ന സവിശേഷ പരിഗണനയും സംരക്ഷണങ്ങളും ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾ വഴി ഇല്ലാതാകും എന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് അതിൽ വിശദീകരണങ്ങൾ വന്നത്. പക്ഷെ അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് പാഠപുസ്തകങ്ങൾ വന്നത്. അപ്പോൾ നമ്മൾ ജനകീയ ചർച്ചയിൽ ഉന്നയിച്ച കാര്യങ്ങൾ പിന്നെ എന്ത് ചെയ്തിട്ടില്ല, അത് വേണ്ടതുപോലെ അതിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ ആ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഇഷ്ടം പോലെ. ജെൻഡർ ആർജിത പദവിയാണ്. ഒരു കുട്ടി ഇങ്ങനെ പ്രായപൂർത്തിയൊക്കെ എത്തുമ്പോൾ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് അപ്പോൾ അവൻ ആർജിച്ചെടുക്കേണ്ട ഒരു പദവിയാണ്. അതെ, അതായത് ബൈ ബർത്തിൽ ആണും പെണ്ണും വേർതിരിയും എന്നുള്ളതാണല്ലോ നമ്മൾ ഇത്രയും കാലം പഠിച്ചതും, അതാണല്ലോ ശരിക്കുള്ള കാര്യം. പക്ഷെ ഇപ്പോൾ പറയണത് എന്താ വെച്ചാൽ, ഇപ്പോൾ ലേബർ റൂമിൽ നിന്ന് ഒരു കുട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഇതാണാണോ പെണ്ണാണോ എന്ന് ഇപ്പം നമ്മൾ പറയണ്ട. അത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ആ കുട്ടി പറയട്ടെ, സ്വയം ഐഡൻറ്റിഫൈ ചെയ്യട്ടെ, ഞാൻ ആണാണ് അല്ലെങ്കിൽ ഞാൻ പെണ്ണാണ്. എന്നിട്ട് അതെന്താണോ ആ കുട്ടി പറയുന്നത് അത് നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, അംഗീകരിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊരു വലിയൊരു വിഷയമാണ്. ഇത് നമ്മളൊരു സർക്കാരിനെതിരോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കെതിരോ നയത്തിനെതിരോ പറയല്ല. നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു വിദ്യാഭ്യാസ പരിഷ്കരണത്തെ നമ്മൾ അപഗ്രഥിക്കുകയാണ്. അപ്പോഴേക്കും നമ്മൾ അസ്വസ്ഥരാവുകയും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയല്ലേ. അത് ആ അപഗ്രഥിച്ച വിഷയത്തെ ശാസ്ത്രീയമായിട്ട് അതിൻ്റെ മതപരമായ എലമെൻ്റൊക്കെ മാറ്റി നിർത്താം. അതിന് ശാസ്ത്രീയമായിട്ടും വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹങ്ങൾ മുന്നോട്ട് പോയപ്പോഴുണ്ടായ അപകടങ്ങൾ എന്താണെന്നും പിന്നെ അവർ ആ കാഴ്ചപ്പാടിൽ നിന്ന് തിരിച്ച് ഇപ്പോൾ ട്രംപ് തുറന്നു പറഞ്ഞു എന്ത് ഇനി അമേരിക്കയിൽ 2 ജെൻഡർ ഉണ്ടാവുള്ളൂ. It will henceforth be the official policy of the United States government that there are only 2 genders, male and female. എന്തത് പറയാൻ കാരണം, അവിടെ നേരത്തെ വേറെ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പോൾ അതുകുറിച്ച് പഠന വിഷയമാണ്. അങ്ങനെ അതിന് അക്കാദമികമായി എടുത്ത് അതിലെന്തെങ്കിലും അപകടം ഉണ്ടോ എന്ന് വിലയിരുത്തുകയാണ് നേരത്തിൽ എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിക്ക് ചെയ്യുന്നതിന് പകരം ഇതെന്താണ്, ഇതൊരു പ്രശ്നം നമ്മൾ ഉയർത്തി അതിനെ ഈ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്ക് പ്രയാസം. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ആ കാലഘട്ടം മുതൽ പറയുന്നുണ്ട്. പിന്നെ ഈ സൂംബൻ്റെ വിഷയം, ഈ സൂംബൻ്റെ വിഷയം വരുന്നത് എന്നാ, ഇത് ഈ പിന്നെ 4-ാം മാസം ഏപ്രിൽ മാസത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പത്രത്തിൽ വരുന്നുണ്ട് ഈ വിഷയം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ ചർച്ച ഉയർത്തിക്കൊണ്ടെന്നും പിന്നെ വിദ്യാഭ്യാസ മന്ത്രി അത് നടപ്പാക്കാൻ ഉത്തരവിട്ടു.
പത്രവാർത്ത പിന്നെ ഏപ്രിൽ മാസത്തിൽ വരുന്നുണ്ട്. അങ്ങനെ 28/4 നമ്മൾ സ്പോട്ട് ലൈറ്റ് എന്നുള്ള പ്രോഗ്രാമിൽ ഈ വിഷയം അപഗ്രഥിക്കുന്നുണ്ട്. 1990 നടുവിലാണ് ഈ സൂംബ ഡാൻസ് വരുന്നത്. 2001 കൂടിയാണ് ഇത് എന്ത് ചെയ്യുന്നത്, വ്യാപകമാകുന്നത്. യഥാർത്ഥത്തിൽ ഈ രാസലഹരി വ്യാപകമായത് 2001 ശേഷം. അപ്പോൾ ഇത് ഈ രാസലഹരിക്ക് ഒരു പരിഹാരമായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കായികാധ്യാപകർക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്രില്ലുകളുണ്ട്, മാസ് പി ടി ഉണ്ട്, അതേപോലെ തന്നെ മറ്റ് ഫിസിക്കൽ എക്സർസൈസുകളുണ്ട്. ഇതൊന്നും സ്കൂളുകളിൽ എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, അതിന് സമയം കിട്ടുന്നില്ല. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഡാൻസ് കൊണ്ടുവന്നിട്ട് നടപ്പാക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. ഇത് വരുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഉള്ള ഡിസിപ്ലിനും കൂടി പോകാനാണ് സാധ്യത. കാരണം എന്താ വെച്ചാൽ കുട്ടികൾ ഇപ്പോൾ ഈ ഡാൻസിൻ്റെ ലഹരി തന്നെയാണ്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഞാനിത് ഫേസ്ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ വിശദാംശങ്ങൾ ഈ വിഷയം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് നമ്മൾ ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞ് എത്രയോ പ്രഭാഷണങ്ങളിൽ നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ നാട്ടിലാണ് ഇപ്പോൾ ഈ വിഷയങ്ങളുണ്ടായത്. ആ നാട്ടിൽ ഞങ്ങളുടെ ദാറുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു സ്ഥാപനമുണ്ട്, നമ്മുടെ സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ വാർഷികം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ വാർഷികത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കുടുംബസമേതം പങ്കെടുത്താണ്. അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്, നമ്മളെ പരിസരത്തൊക്കെ ഉള്ള സ്കൂളുകളൊക്കെ ഉണ്ട്, നമ്മളെ കുട്ടികളെ, എൻ്റെ സ്കൂളിൻ്റെ പേര് ഞാൻ പറയുന്നുണ്ട്, തൊട്ടടുത്ത് ഞങ്ങളെ സ്കൂളിൻ്റെ അതിൻ്റെ പേര് പറയുന്നുണ്ട്, ഹൈസ്കൂളിൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ളൊരു സംസ്കാരവും കാര്യങ്ങളും വന്നാൽ അത് നമ്മുടെ കൾച്ചറലി നമ്മുടെ പല എലമെൻറ്റുകൾക്കും പ്രയാസമുള്ളതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സൂംബ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവരിക, അത് ലഹരിക്കെതിരെയുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ഇത് മ്യൂസിക് ഇട്ടുങ്ങാണ്ട് ഇത് ചാടിക്കളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതന്നെയാണ് പിന്നെ DJ പാർട്ടിക്ക് കുട്ടികളെത്തിക്കുക. ആ DJ പാർട്ടിയിലാണ് എല്ലാ ലഹരിയും, അതിലാണ് കുട്ടികളെ തച്ച് കൊല്ലണത്. ശരിക്കും ഇത് ലഹരിക്ക് അവസാനം എത്തുക ചെയ്യുക. പിന്നെ ഇതൊരു എക്സർസൈസാണ്. ആ എക്സർസൈസ് എല്ലാവരും അവനാൻ്റെ പെരിയിലും അവനാൻ്റെ ഇഷ്ടമുള്ളിടത്തൊക്കെ ചെയ്യാന്നല്ലാതെ ഈ പുരുഷന്മാരെയും സ്ത്രീകളെയും പിന്നെ ഒന്നിച്ച് നിർത്തി മ്യൂസിക് ഇട്ട് ചാടാൻ ഇസ്ലാമിൽ എന്താ നിയമമുള്ളത്? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ തൊട്ടടുത്ത ഹൈസ്കൂളുണ്ട്, അതിൻ്റെ അടുത്ത് നിന്നോട്ടാണ് സംസാരിക്കുന്നത്. ഇത് അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ഇവിടെ ഉണ്ടാവും. അതുപോലെ ഇവിടെ അടുത്ത് എത്തിങ്ങാനം 2 സ്കൂളുണ്ട്, നാലണ്ടത്തിലുണ്ട്. അടുത്തൊക്കെ നമ്മളെ എത്തിങ്ങാനം സ്കൂൾ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ മാനേജ്മെൻറ്റാണ്, നമ്മൾ എത്തിങ്ങാനം മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്കൂളുകളിൽ ഇത് ഗവൺമെൻറ് പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ അത് നിർബന്ധമായി ചെയ്യാനൊന്നും ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. അതേതോ കുറേ സ്കൂളുകളിലൊക്കെ അങ്ങനെ തുടങ്ങി. അപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നു. മുഖ്യമന്ത്രി അപ്പോൾ അതെന്ത് ചെയ്തു, വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞു. അപ്പോൾ അത് നടപ്പാക്കുന്നൊരു പ്രസ്താവന പറഞ്ഞു. ആ പ്രസ്താവന കേട്ടത് പാതി കേൾക്കാത്തത് പാതി. അതിന് ചാടാൻ കാത്തു നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ ചാടാൻ തുടങ്ങി. നിങ്ങളെ ഭാര്യമാർ മറ്റു പുരുഷന്മാരുടെ കൂടെ നിന്ന് ചാടുന്ന രംഗം അത് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾക്ക് ആവാം, അത് അവരെ നമ്മൾ ആക്ഷേപിക്കണില്ല, അത് അവരുടെ രീതിയായിരിക്കാം. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലല്ലോ. എന്നിട്ട് എന്താണത് നമുക്കത് തെറ്റാണെന്ന് തോന്നാത്തത് എന്താ? അവനവൻ്റെ മെയ്വഴക്കവും മറ്റു ആളുകളുടെ പുരുഷന്മാരുടെ മുമ്പിൽ കാണിക്കുന്നത് അത് ജാഹിലിയത്തല്ലേ? സിനിമ ജീവിതത്തിൽ ഇറങ്ങി വരിക, എന്നിട്ട് അതിലൊരു പ്രശ്നം തോന്നാതൊക്കെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, അത് നമ്മുടെ അധ്യാപകരും ആളുകളും നമ്മുടെ സ്കൂളുകളിൽ അത് കുട്ടികൾ വേണമെങ്കിൽ അതിന് കായികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ചെയ്തോട്ടെ. അവരെ എക്സർസൈസും കാര്യങ്ങളും അതിന് കായിക അധ്യാപകന്മാരെ പോസ്റ്റ് ചെയ്തോട്ടെ. ആ കാര്യങ്ങൾ നടത്തുക എന്നല്ലാതെ ആ പിന്നെ അധ്യാപകരും അധ്യാപികമാരും കുട്ടികൾ ഒന്നിച്ചെന്ന് ഡാൻസ് ചെയ്യുന്ന സ്വഭാവം സ്കൂളുകളിൽ ഉണ്ടാവാൻ പാടില്ല. അത് ഞാൻ നടത്തിയേ പറ്റുന്നുള്ളൂ. അവർ നടത്തിക്കോട്ടെ, ദീനുള്ള ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് ഇനി ഗവൺമെൻറ്റും തന്നെ പിന്നെ ഇതിന് ഇഷ്ടമില്ലാത്ത ആളുകളെ നിർബന്ധിക്കാൻ പാടില്ല. അത് നിർബന്ധിക്കുന്നത് ശരിയല്ല, അതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതൊന്നൊരു വകുപ്പിനെതിരോ കാര്യങ്ങളോ, ഇത് നമ്മളെ ഒരു മതപരമായി, ഞാനൊരു മതസംഘടനയുടെ സെക്രട്ടറി എന്നുള്ള നിലക്ക് കൂടി എന്ത് ചെയ്യാണ്, നമ്മുടെ സമൂഹത്തെയാണ് ബോധവൽക്കരിക്കുന്നത്. അതിന് എനിക്ക് റൈറ്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണത്. അത് അപ്പോഴേക്ക് എന്താവില്ല, ഞാനൊരു ഗവൺമെൻറ്റിനെതിരും ഒരു വിദ്യാഭ്യാസ വകുപ്പിനെതിരും നയത്തിനെതിരും എന്നുള്ള നിലക്കല്ല. അത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ പൗരന്മാർ എന്നുള്ളതൊക്കെ അവകാശമാണ്. നമ്മളിത് കാര്യങ്ങൾ വിലയിരുത്താനും വിശകലനം ചെയ്യാനും അതിൽ നമ്മളെ കൾച്ചറലി നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തെ അഡ്രസ്സ് ചെയ്യാനും ഒക്കെ നമുക്ക് തന്നെ ഉണ്ട്. അത് ആ നിലക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിർവഹിച്ച് കഴിഞ്ഞ ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അത് മെയ് 18-ാം തീയതിയാണ്. അത് മെയ് 18-ാം തീയതി പിന്നെയാണ് ജൂൺ മാസം സ്കൂൾ തുറക്കുന്നത്. സ്കൂൾ തുറന്ന് ഈ വിഷയം വന്ന് ഇത് സർക്കുലറുകളും കാര്യങ്ങളും അയച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിഷയത്തിൽ ഞാൻ എടുത്തിയാടിങ്ങാണ്ട് ആദ്യം ഇറങ്ങല്ല ചെയ്തത്. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഞാൻ ഇവിടുത്തെ
നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഗവൺമെൻറ് തലത്തിലൊക്കെ ഒരുപാട് സംസാരിച്ചാണ്. അപ്പോൾ അവർ ആ വിഷയത്തിലൂടെ തന്നെ മുന്നോട്ട് പോകണം. പിന്നെ നമുക്ക് പ്രതീക്ഷയില്ല. പിന്നെ നമുക്ക് പ്രതിപക്ഷത്തിൻ്റെ ആളുകളോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അവർ നോക്കാമെന്ന് പറയും, അവർ കുറേ ഇടപെടില്ല, അങ്ങനെ പോകും. പിന്നെ നമ്മുടെ ഇവിടുത്തെ സാമുദായിക രാഷ്ട്രീയ നേതാക്കന്മാർ, അതിലത്തെ പ്രധാനപ്പെട്ട ചില ആളുകളോട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതന്നെ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു പ്രശ്നം സ്കൂളുകളിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അത് എന്ത് പറഞ്ഞാലും ഒരു മുസ്ലിങ്ങളെല്ലാത്തിനെതിരാണ്, അവർ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളാണെന്നുള്ളൊരു ഇതിവിടെ ഉണ്ടല്ലോ മൊത്തത്തിൽ. അപ്പോൾ അതുള്ളത് കൊണ്ട് നമ്മളിത് പറഞ്ഞാൽ അത് ആ ആംഗിളിൽ എടുക്കുള്ളൂ, അത് അനാവശ്യ ചർച്ചകൾക്ക് കാരണമാവുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ഇത് പിന്നെ മുഖ്യമന്ത്രിയോടും ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ഒന്ന് പറഞ്ഞ് ഇതിൻ്റെ കൾച്ചറൽ എലിമെൻറ്റിനോടും ഒക്കെ പ്രശ്നമുള്ള ആളുകളൊക്കെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അത് പൊതുവിദ്യാലയത്തിൽ ഒരു ധാർമ്മിക ചിന്തയും കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് വലിയ മനപ്രയാസം വരും. അപ്പോൾ അതൊരു കമ്പൽ ചെയ്യാത്ത രീതിയിലെങ്കിലും ആളുടെ സാഹചര്യം ഉണ്ടാവണം എന്നുള്ള കമ്മ്യൂണിക്കേഷൻ ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയാന്ന് വെച്ചാൽ, അതിപ്പോൾ എത്ര പറഞ്ഞാലും അത് ഈ പോകുന്ന പോക്കെന്ത് ചെയ്യും, അങ്ങനെ പോവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ഇനി സമൂഹത്തിൽ അതൊരു ചർച്ച ചെയ്ത് അതിനൊരു തീരുമാനവും കാര്യങ്ങളും ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ വിഷയത്തിലൊക്കെ ഒരു ഡിസ്കഷനും മാറ്റമൊക്കെ ഭാവിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ആ ഒരു തത്വം തന്നെയാണ് എനിക്കും ഇന്ന് വായിച്ചെടുക്കാനും എനിക്ക് ഫീഡ്ബാക്ക് കിട്ടിയതും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ എന്നോട് പല ആളുകളും എന്ത് ചെയ്യും, നമ്മളിതിൻ്റെ ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് സ്ഥിതിക്ക് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളെന്നുള്ളതൊക്കെ ഞങ്ങളെ സ്കൂളുകളിലൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്കൂളിലുണ്ടോ ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ സ്കൂളിലൊന്നുമില്ല, അത്ര നിർബന്ധമായിട്ടൊന്നും ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല, അതുണ്ടാവില്ല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ എല്ലാവരും ആശ്വസിപ്പിക്കുക. ചില സ്കൂളുകളിലൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സ്കൂൾ ബസ്സുള്ള സ്കൂളുണ്ട്. അപ്പോൾ ആ സ്കൂൾ ബസ് പോകുന്നത് വരെ ഈ പ്രോഗ്രാം എന്ത് ചെയ്യും, അവിടെ ഒരു പാട്ടിട്ട് കുട്ടികളിങ്ങനെ കളിക്കുന്ന രീതിയാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞമാതിരി സ്കൂൾ വിടുന്നതിൻ്റെ തൊട്ട് മുമ്പ് അപ്പോൾ ഒക്കെ നമ്മളവരെ സമാധാനിപ്പിക്കണം, അതൊന്നുമില്ല സ്കൂളുകളിലെ വ്യാപകമായിട്ട് നമ്മളെ സ്കൂളിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ധൈര്യസമയത്ത് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോഴാണ് ഈ ലഹരി വിരുദ്ധ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള സർക്കുലറും കാര്യങ്ങളൊക്കെ. അപ്പോഴും അത് നമ്മുടെ സ്റ്റാഫ് മീറ്റിങ്ങിലോ അതേപോലെ തന്നെ നമ്മുടെ മറ്റ് രക്ഷിതാക്കളുടെ ജനറൽ ബോഡിയിലോ ഒന്നും ഈ വിഷയങ്ങൾ ചർച്ചയ്ക്കൊന്നും വരുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ച്. പക്ഷേ ഒരു പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, രാത്രി വാട്സപ്പിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഈ വിഷയം നടത്തണം എന്നുള്ള ഓർഡറും അതേപോലെ തന്നെ ഒരു ലിങ്കും. അപ്പോൾ ആ ലിങ്ക് ശരിക്ക് യഥാർത്ഥത്തിൽ തുറന്നു നോക്കുമ്പോൾ അതിൽ ശരിക്ക് അല്പവസ്ത്രമുള്ള പിന്നെ മുതിർന്ന സ്ത്രീകൾ കളിക്കുന്ന രൂപമാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ മനസ്സ് പടച്ചു പോയി ശരിക്ക്. ഇതെങ്ങനെ നമ്മൾ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ അയച്ചു കൊടുക്കും, കുട്ടികൾക്ക് അയച്ചു ഇത് ടീച്ചേഴ്സ് ഒരിക്കലും അയച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ, അത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ ആ രീതിയിൽ എന്ത് ചെയ്തു, നമ്മളെ സ്റ്റാഫിൽ ആ ഡിസ്കഷൻ കൊണ്ടുവന്നു. ഇതൊക്കെ വലിയ വിവാദവും പ്രയാസം ഉണ്ടാവും. നമുക്ക് ഇത് ഇപ്പോൾ നമുക്ക് സൂംബാന്നും അതേപോലെ തന്നെ അതിൻ്റെ ആ സർക്കുലറിൽ ലഘുവ്യായാമം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഗവൺമെൻറ് അതിൻ്റെ പിന്നാലെ വരാൻ സാധ്യതയില്ല, നിർബന്ധിക്കാൻ എന്നൊക്കെ പറഞ്ഞു നോക്കി ഞാൻ. പക്ഷേ അത് നമ്മളെ പിന്നെ മേലധികാരികളെ സംബന്ധിച്ചിടത്തോളം മേലെന്ന് കിട്ടിയ നിർദ്ദേശം അതുപോലെ നടപ്പിലാക്കുക എന്നുള്ളത് അവർ ആ നിലക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പോൾ അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശമാണ്, എന്തായിരുന്നാലും നടത്തിയേ പറ്റുള്ളൂ എന്നുള്ള രൂപത്തിലുള്ളൊരു ഒരു നിർബന്ധിത അവസ്ഥ തന്നെയാണ് എന്ത് ചെയ്തത് അവിടെ വന്നത്. എല്ലാവരും സഹകരിക്കുകയാണ് വേണ്ടത്. അത് വേറെ മറിച്ചൊരു ചിന്താ വിഷയത്തിൽ എന്തില്ല ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവിടുന്ന് കിട്ടിയ. അപ്പം ഞാൻ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവിടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആദ്യം പറയണത് എന്ത്, എന്നാൽ ഞാനതിൽ പങ്കെടുക്കില്ല. എൻ്റെ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അവിടെ സ്കൂളിലുണ്ട്, അവനെ അതിന് നിർബന്ധിക്കാൻ പാടില്ല. സ്റ്റാഫിൻ്റെ ഗ്രൂപ്പിലാണ് ഞാൻ ആദ്യം പറയണത്, മനസ്സിലാക്കണം. സ്റ്റാഫിൻ്റെ ഗ്രൂപ്പിൽ 26-ാം തീയതി ജൂൺ 26-ാം തീയതി സ്റ്റാഫ് ഗ്രൂപ്പിലാണ് ഞാൻ എന്ത് ചെയ്യണത്, രാത്രി ഈ വിഷയങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ രാവിലെയാണ് ഞാൻ എന്ത് ചെയ്യണത്, ഒരു 7 മണി 8 മണിൻ്റെ ഒഴിവുള്ള സമയത്താണ് എന്ത് ചെയ്യണത് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ കേരളത്തിൽ ഇങ്ങനെയാണെങ്കിൽ, ഇതൊന്ന് ഇതിനെ എതിർത്ത് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ, വിട്ടുനിന്നാൽ പ്രശ്നവുമാകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഒരിക്കലും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ വന്നു, ഇത് സർക്കാരിൻ്റെ നിർബന്ധം തന്നെയാണോ? പല സ്ഥലത്തും ഇത് നടന്നിട്ട് തന്നെയല്ല, അവരൊന്നും ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇത് നടക്കുന്ന സ്ഥലമുണ്ട്, നടക്കാത്ത സ്ഥലം. അപ്പോൾ സർക്കാർ അതിൽ എന്ത് ചെയ്യട്ടെ, ഒരു തീരുമാനം പറയട്ടെ, പിന്നെ ഓപ്ഷണലാണ്, അല്ലെങ്കിൽ അത് വിട്ടു നിന്നാൽ കുഴപ്പമില്ല, അത് എല്ലാവർക്കും കിട്ടണില്ല റിലാക്സ്, എനിക്ക് ഒറ്റയ്ക്ക് കിട്ടിയാൽ പോരല്ലോ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് ഞാൻ സ്വകാര്യമായിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗവൺമെൻറ്റിന് നമ്മൾ 4-5 വർഷമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതിൻ്റെ ബേസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ലിബറൽ സംസ്കാരത്തെ അവിടുന്ന് ഇതില്ല. പിന്നെ ഞാൻ പറഞ്ഞു നമ്മളെ സാമൂഹ്യ നേതാക്കന്മാരോടും അതുപോലെ തന്നെ ആൾക്കാരോടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞ റിസൾട്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഫേസ്ബുക്കൊക്കെ എന്തായത്,
ഈ സ്റ്റാഫിൽ പറഞ്ഞ സാധനം തന്നെ കോപ്പി ചെയ്തു. അത് കോപ്പി ചെയ്തിട്ട് ഞാൻ ഫേസ്ബുക്കിൽ എന്ത് ചെയ്യാണ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ 4 വരിയും കൂടി എഴുതി, എന്നിട്ട് 4 മാസം മുമ്പ് പോസ്റ്റ് ചെയ്ത സാധനം അതിൻ്റെ കൂടെ വെച്ച് ഇതിലൊരു തീരുമാനം ഈ വിഷയത്തിൽ വരട്ടെ എന്ന നിലക്കാണ് ഞാൻ എന്ത് ചെയ്തത് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ആ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി ഞാൻ അവിടെ തുറന്നു പറയുകയാണ്. ചില ആളുകൾക്ക് ധാരണ ഉണ്ട്, ഞാൻ വിസ്ത് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സെക്രട്ടറി എന്നുള്ളവർക്ക് സെക്രട്ടേറിയറ്റൊക്കെ കൂടി എക്സിക്യൂട്ടീവ് ഒക്കെ കൂടി ഇങ്ങനെ പോസ്റ്റ് ഇടാൻ തീരുമാനിക്കും. സംഘടനാപരമായി ഇട്ടതാണോ അതോ വ്യക്തിപരമായി ഇട്ടതാണോ എന്നുള്ളൊരു സംശയം. അതെ, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ക്ലിയർ ചെയ്യുക. അങ്ങനെ ഒരു വിചാരം ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഈ ആശയം നമ്മളെ സംഘടന മുന്നോട്ട് വെക്കുന്നതാണ്. എന്ത് ഇങ്ങനത്തെ ഒരു കൾച്ചർ വരാൻ പാടില്ല, നമ്മൾ ആ സമരമുഖത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയം സംഘടനയോട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇത് പേഴ്സണലി എന്നെയാണ് എന്ത് ചെയ്യണം ബാധിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പേഴ്സണലായിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണ്. ഒരിക്കലും എന്തല്ല ഇത് പോസ്റ്റ് ഇടാൻ ഞാൻ ആകെ കാര്യമായിട്ട് ചർച്ച ചെയ്ത് 2 ആളോടാണ്. ഒന്ന്, ഇതിൽ പോസ്റ്റിൽ ഞാൻ എഴുതണ ആരാ, എൻ്റെ മകനും വിട്ടു നിൽക്കും. അപ്പം നമ്മൾ കുട്ടികളല്ലേ, ഞാനത് ഇട്ടുങ്ങാണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞ രാവിലെ 8 മണിക്കാണ് ഇത് സ്റ്റാഫിൽ ഈ ചർച്ചയൊക്കെ പൂർത്തിയാകുന്നത്. ഞാൻ ഏകദേശം 8:30 കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ പോസ്റ്റ് 1/2 മണിക്കൂർ ഗ്യാപ്പാണ് പിന്നെ ഇടുന്നത്. അതായത് ഇതിന് ശേഷമാണ് ഞാൻ പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഞാൻ മോനെ വിളിച്ചു, സ്കൂളിൽ ഇറങ്ങണതിൻ്റെ തൊട്ട് മുമ്പാണ്. മോനെ വിളിച്ചിട്ട്, മോനെ ഇന്നിങ്ങനെ സൂംബ ഡാൻസ് ഉണ്ടാവും സ്കൂളിൽ, എനിക്കറിയാലോ, ഗ്രൂപ്പിലൊക്കെ വന്നതല്ലേ, എന്താ എൻ്റെ അഭിപ്രായം? നമുക്ക് പറ്റില്ല, ഞാനതിൽ പങ്കെടുക്കണില്ലല്ലോ എന്നാൽ ഇവിടെ പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ പോസ്റ്റ് കാണിച്ചു കൊടുത്തു, ഇത് വായിച്ചു പറഞ്ഞു. അപ്പോൾ അവന് ഇത് വായിച്ചു. അപ്പോൾ ഈ കുട്ടി എന്താ പ്രതികരിക്കാന്ന് ഞാൻ നോക്കണേ. അപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നമുക്ക് വിട്ടിക്കല്ലേ ചോദിച്ചു. ഞാൻ വിട്ടിക്കല്ലേ? വിട്ടിക്ക, നമുക്ക് ഗാന്ധിജി ആകല്ലേ പറഞ്ഞു. എനിക്കെൻ്റെ കണ്ണിൽ വെള്ളം. അതെ, കുട്ടീൻ്റെ മനസ്സിൽ ഒരു സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജി ഒരുപാട് ഉപ്പ് സത്യാഗ്രഹം അങ്ങനെ കുറേ കാര്യമില്ല. അപ്പോൾ ആ 4ാം ക്ലാസ്സിലെ കുട്ടിക്ക് ആ മനസ്സിന് വന്നു. അപ്പോൾ ഞാനങ്ങനെ അല്ലാതെ അതിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോയി. എൻ്റെ മോനെ ഈ കഥയുണ്ടല്ലോ, നമ്മുടെ ഒരു സമ്മേളന ഗാനം ഉണ്ടായിരുന്നു, എന്ത് അധർമ്മത്തിനെതിരെ തീയാവുക, ഓർമ്മല്ലേ? ഇവൻ ഈ പാട്ടും പാടിങ്ങാണ്ട് തിരിഞ്ഞു പറഞ്ഞിട്ട് അല്ലേ, നമുക്ക് അങ്ങനെ ഒറ്റ പോകും. അനീതികൾക്കെതിരിൽ നീ തീയാവുക, അധർമ്മത്തിനെതിരിൽ നീ പടപൊരുതുക. അനീതികൾക്കെതിരിൽ നീ തീയാവുക, അധർമ്മത്തിനെതിരിൽ നീ പടപൊരുതുക. എനിക്ക് ഭയങ്കര ആവേശമായി. കുട്ടികളടക്കം ചില ആൾക്കാരും ചോദിക്കുന്നുണ്ട്, കുട്ടിക്ക് ഇഷ്ടമുണ്ടാവും ഇയാൾ പറഞ്ഞുകൊണ്ട് കുട്ടിനെ ടോർച്ചർ ചെയ്തുകൊണ്ടാണ് ഈ തീരുമാനം എടുപ്പിച്ചതെന്നൊക്കെ ചാനലിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കാം, പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചു. ഞാൻ പറഞ്ഞ വൈഫ് ടീച്ചറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അവളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അത് ഇങ്ങനെ സംഗതി ഉണ്ട്, ഇതിപ്പോൾ ഇതിനൊരു റിലാക്സേഷൻ നമുക്ക് മൊത്തം കേരളത്തിൽ കിട്ടണമല്ലോ, അപ്പോൾ ഞാൻ അത് ഇടുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവളിത് വായിച്ചിട്ട് പറഞ്ഞു, അത് നിങ്ങൾ ഇട്ടാളി. അവളത് പറയാൻ വേറെ കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ ക്ലസ്റ്ററുകൾക്ക് പോകുമ്പോൾ അത് ഞാൻ പറയാതിരുന്നിട്ട് കാര്യമില്ല. കാരണം ആളുകൾ മനസ്സിലാക്കണം, 2-3 വർഷമായിട്ട് നമ്മളെ ക്ലസ്റ്ററിൻ്റെ രീതി എന്താണെന്ന് വെച്ചാൽ, ക്ലസ്റ്റർ എന്ന് വെച്ചാൽ അധ്യാപക ട്രെയിനിങ്, അധ്യാപക പരിശീലനം, അതായത് വെക്കേഷനുകളിൽ നടക്കുന്ന പരിശീലനം, അപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പരിശീലനങ്ങളിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ എയറോബിക് ഡാൻസ് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അധ്യാപകർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്താ വെച്ചാൽ ഒരു ചെറിയ വലിയ സൗകര്യങ്ങളില്ലാത്ത റൂമായിരിക്കും പലപ്പോഴും ഉണ്ടാവും. പക്ഷേ ഇത് ഇടയ്ക്ക് എന്ത് ചെയ്യും, ഇനി അത് ഒരു ഡാൻസ് കളിക്കാറിയും എന്നിട്ട് ഒരു മ്യൂസിക് ഇടും, എല്ലാവരും നിന്ന് ചാടും. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് കൾച്ചറലി അത് പറ്റില്ല. അതിന് ഈ സമയത്തും തന്നെ പ്രാകൃതനും കുഴപ്പക്കാരനും ഒക്കെ ആക്കി നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. കാരണം ഒരു പുരുഷന്മാരും സ്ത്രീകളും നിന്ന് അവരുടെ മെയ്വഴക്കം പുറത്ത് കാണിച്ചുകൊണ്ടുള്ള ഒരു രീതിയിൽ ഡാൻസ് ചെയ്യുക എന്നുള്ളത് നമ്മളെ കൾച്ചറിൽ നമുക്ക് പറ്റാത്തതാണ്. ഞാൻ വേറെയുള്ള എലമെൻ്റൊക്കെ പോട്ടെ. അപ്പോൾ നമുക്ക് അതിന് വിട്ട് നിൽക്കാൻ വളരെ കുറച്ച് ആളുകളുള്ളൂ. ഇപ്പോൾ എനിക്കൊക്കെ പിന്നെയും പലപ്പോഴും അധ്യാപകരും ആളുകളൊക്കെ നമ്മളെ കുറേ പരിചയമുള്ളതുകൊണ്ട് കുറേയൊക്കെ ഒരു ഇതുണ്ടാവും, റിലാക്സേഷൻ ഉണ്ടാവും. പക്ഷെ എൻ്റെയൊക്കെ വൈഫിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ അവരുടെ ട്രെയിനിങ്ങിൽ അവരൊറ്റക്കാണ് ഇതിന്ന് വിട്ടുക്കേണ്ടി വരുന്നത്. അപ്പോൾ എല്ലാവരും എന്താ വെച്ചാൽ ഇവർക്ക് ഇതൊന്നും പറ്റില്ല. ഇവരെ നമ്മളെ നോക്കണൊരു നോട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മളീ താടി, അതേപോലെ തന്നെ ഇത് പൊതുമണ്ഡലത്തിൽ ഉണ്ടാക്കി വെച്ച രൂപമുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ ചാനലുകൾ തന്നെ വിളിച്ചു പറഞ്ഞാൽ എന്താ ഈ സമയത്ത് ഈ ചർച്ച താലിബാനികൾ, തീവ്രവാദികൾ അല്ലേ, ഇവരൊക്കെ ഇവിടുന്ന് കയറ്റി അയക്കേണ്ട 6-ാം നൂറ്റാണ്ടുകാർ, ഇതൊക്കെ വിളിച്ച് ഈ കോട്ടിട്ട മനുഷ്യന്മാരാണല്ലോ ഈ വിളിച്ച് പറയുന്നത്. എന്നെ ഒരു ചാനലിൽ നിന്ന് വിളിച്ചത് എന്തോ ഒരു വാക്കാണ് എന്നെ വിളിച്ചത്, വിദ്വാൻ, ഒരു വിദ്വാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാനത് അങ്ങനെ തന്നെ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു.
അപ്പോൾ ഇങ്ങനത്തെ ഒരു മനസ്സുള്ളതുകൊണ്ട് പല ആളുകൾക്കും ഇത് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് റെസിഡൻഷ്യലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇനി അധ്യാപക പരിശീലനം വരുന്നത്. അപ്പോൾ ആ റെസിഡൻഷ്യലായിട്ട് വന്നു പറഞ്ഞപ്പോൾ എല്ലാവരും വിമർശിച്ചു അതിനെ, അധ്യാപക സംഘടനകളൊക്കെ വേണ്ടായിരുന്നു. അപ്പോൾ ജില്ലയിൽ ഒന്നായപ്പോൾ അവിടെ നടന്ന പിന്നെ ഒരു റീൽ ഞാൻ കണ്ടു, റീൽസ് കണ്ടു. അപ്പോൾ എന്താ വെച്ചാൽ ക്യാമ്പ് ഫയറാണ്, അതിന് ചുറ്റും നിന്നുകൊണ്ട് ഡാൻസ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു അതിന് ആ സംസ്കാരവും അതിനെ ഇഷ്ടപ്പെടുന്നതും ആ ഒരു കൾച്ചറും ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പം ഞാൻ പറയുന്നു അധ്യാപക മേഖലയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അവർ ചെയ്യട്ടെ. പക്ഷെ അതിൽ നിന്ന് അത് കഴിയാത്ത ആ ഒരു സംസ്കാരം ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് വിട്ടു നിൽക്കാനൊരു ചാൻസ് ഇല്ലേ? അത് വിട്ടു നിൽക്കുമ്പോഴേക്ക് അത് ഭയങ്കര പ്രശ്നം. അത് അതിനൊന്നും ചേരാത്ത ആളുകൾ ഇങ്ങനെയുള്ളൊരു പൊതുബോധത്തിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. നമ്മളെ നാടേതാ? അതെ, ആ 2 കുട്ടികൾ പിന്നെ ദേശീയഗാനത്തിന് എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് അവരുടെ മതവിശ്വാസത്തിന് എതിരാവുമെന്ന യഹോവ സാക്ഷികളുടെ ആ 2 കുട്ടികളെ സംഭവം ഉണ്ടല്ലോ. ആ കുട്ടികളെ അതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അവർ സുപ്രീം കോടതി പോയിട്ട് എന്ത് ചെയ്തു? അവർ വിധി വാങ്ങി വന്ന് ആ സ്കൂളിൽ തന്നെ 2ാമത് ജോയിൻ ചെയ്ത നാടാണിത്. അത് അവരെ നിൽക്കേണ്ടതില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. 2 ആൾ, അധികമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഇതൊരു ലിബറൽ സംസ്കാരം, അത് വേറൊരു കൾച്ചറാണ്. അത് ശരിക്കും ഒരു മതം തന്നെയാണത്. നമ്മളങ്ങനെ കാണുന്നത്. അതൊരു മതം അടിച്ചേൽപ്പിക്കലാണ് ശരിക്കും. അപ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് എന്ത് വേണം? ഒരു ഇടമുണ്ടാകണം എന്ന് മാത്രമേ നമ്മളിതിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വശം. അല്ലാതെ എടുത്ത് ചാടി പെട്ടെന്ന് ചെയ്തൊരു കാര്യമല്ല. ഇങ്ങനെയൊക്കെ ഇതിൻ്റെ സ്റ്റെപ്പ് ഇടുന്നൊന്നും ആളുകൾക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് വിമർശിച്ച ആളുകൾ ഇതൊന്ന് മനസ്സിലാക്കി അവർ ആ തെറ്റിദ്ധാരണ തിരുത്തണം നമുക്ക് പറയാം. എന്നാൽ പോലും ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ഏപ്രിൽ മുതൽ ഇങ്ങനെ തുടങ്ങിയ വിമർശനങ്ങളും കാര്യങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ ശരി. എന്നാലും ഇത് ഒരു പൊതു നേതൃത്വത്തെ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളെ അല്ലെങ്കിൽ ഇവിടെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടല്ലോ, അവരുടെ ശ്രദ്ധയിലൊക്കെ പെടുത്തി അവരെ കൂടി കൂട്ടിച്ചേർത്തുള്ളൊരു യോജിച്ച മുന്നേറ്റമായിരുന്നില്ലേ വേണ്ടത് എന്നതുകൂടി. നമ്മൾ ഈ മുസ്ലിം കോർഡിനേഷൻ സമിതികളിലൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ജെൻഡർ ന്യൂട്രൽ വിഷയങ്ങൾ വന്ന കാലം മുതൽ നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഞാൻ പല പ്രാവശ്യം ഇത് രേഖയാക്കി ഇതിൻ്റെ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ശരിക്കും ടൈപ്പ് ചെയ്ത് രേഖയാക്കി ആ കടലാസുമായിട്ട് പോയിട്ടുണ്ട്. അവിടെ ഡിസ്കഷനും വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരുപാട് വിഷയങ്ങളുള്ള സമയത്ത് ഈ വിഷയത്തിന് വളരെ കുറച്ച് സമയം എന്തേ ഉള്ളൂ കിട്ടുള്ളൂ. ആ സമയത്ത് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അവിടെയുള്ള ആളുകൾക്കൊക്കെ എൻ്റെ ഫോട്ടോസ്റ്റാറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള നേരിട്ട് കോണ്ടാക്റ്റുള്ള ആളുകളോട് പലപ്പോഴും സംസാരിക്കാറുണ്ട്. ഇത് തുടർച്ചയായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ സർക്കാരിനെയൊക്കെ കുറ്റം പറയുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് ഇതിൽ കൾച്ചറലി പ്രശ്നമുള്ള ഒരു സമൂഹം ഉണ്ടല്ലോ ഇവിടെ, മുസ്ലിം സമൂഹത്തിൻ്റെ നല്ലൊരു ഭാഗം ഇതിൽ യൂസ്ഡായി മാറിയിട്ടുണ്ട്. തുറന്നു പറയാം. ഇപ്പോൾ കല്യാണങ്ങളുടെ അവസ്ഥ എന്താ? വിവാഹ പാർട്ടികളുടെ അവസ്ഥ എന്താ? അത് മറ്റ് മതസമുദായങ്ങളിലുള്ളതിലേറെ അങ്ങനെ തന്നെ പറയണം. അവർക്കൊക്കെ എന്നാലും എന്തുണ്ട്, അവരുടെ ഒരു വിവാഹത്തിൻ്റെ ദിവസം ഒരു ഒതുക്കവും ഒരു പ്രത്യേകതയൊക്കെ അവർ നല്ലൊരു വിഭാഗം കാണിക്കുന്നുണ്ട്. പക്ഷേ വളരെ പരിശുദ്ധമായി ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅ ബൈനക്കുമാ ഫി ഖൈർ എന്നാണ് നമ്മൾ നിക്കാഹിൻ്റെ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇവർക്ക് ബറക്കത്ത് ഇറങ്ങണേ, അനുഗ്രഹം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇറങ്ങണേ. അതാണ് ആകെയുള്ള പ്രാർത്ഥന ഈ ദമ്പതിമാർക്ക്. ആ ബറക്കത്ത് ഇറങ്ങാൻ തടസ്സമുണ്ടാക്കുന്ന, അവിടെ ചെകിടടപ്പിക്കുന്ന, ഇപ്പോൾ നമ്മൾ കല്യാണത്തിനാണോ പോണത് അതോ ഗാനമേളക്കാണോ പോണത് എന്ന് നമുക്ക് കൺഫ്യൂഷനാണ്. ഞാൻ എത്ര കല്യാണത്തിന് പോയിട്ട് തിരിച്ചു പോന്നിട്ടുണ്ട്, അവിടെ കയറാൻ പറ്റാതെ തിരിച്ചു പോകുന്നുണ്ട്. ഒന്നും പോട്ടെ, അതിൻ്റെ വേറെ കാര്യം ഞാൻ പറയാം. ഇവിടെ ഇതിൻ്റെ വേറെയുള്ളതൊക്കെ പോട്ടെ, ഒരു കല്യാണത്തിന് കൂടിക്കഴിഞ്ഞാൽ അവിടെ പ്രായമുള്ള മനുഷ്യന്മാരുണ്ടാവും, അതേപോലെ തന്നെ സ്ട്രോക്ക് ബാധിച്ച മനുഷ്യന്മാരുണ്ടാവും, ഹൃദയത്തിന് പ്രശ്നമുള്ള ആൾക്കാരുണ്ടാവും, ഈ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകളുണ്ടാവും. ഇവർക്കൊക്കെ ഈ കാതടപ്പിക്കണ ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ. പിന്നെ ഒരു പെട്ടെന്നൊരു പുക വരിക. ഈ പുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ശല്യം എത്ര, ലൈറ്റ് പടക്കം പൊട്ടിക്കുക. ഒന്നാൾ പടക്കം പൊട്ടിച്ചൊരു കുട്ടിൻ്റെ പിന്നെ ആശുപത്രി പോണ അവസ്ഥ വരെ ഉണ്ടായി കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട്. ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സമുദായം പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നാളൊരു കല്യാണത്തിന് പോയി, നിക്കാഹ് കഴിഞ്ഞ് ഭക്ഷണത്തിൻ്റെ ഹാളിലേക്ക് പോയി, ഭക്ഷണം കഴിച്ച് വന്ന് കുറച്ച് ആളുകളെ കാണാണ്ടായിരുന്നു. അപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയപ്പോഴേക്ക് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ടീമിന് വന്നിരിക്കുകയാണ്. അവർ മൊത്തം രംഗം കൈയടക്കി, ഹേ ഗേയ്സ് ഇനി നമുക്ക് അടിച്ച് പൊളിക്കല്ലേ വെച്ചുകൊണ്ട് പിന്നെ ലൈറ്റൊക്കെ പോയാണ് പിന്നെ തുടങ്ങുക. നമ്മളിവിടുന്ന് പോരേണ്ടി വരികയാണ്. പിന്നെ ഞാൻ പറയണത് ഇത് യൂസ്ഡായി മാറി ഈ സമുദായം. അത് യൂസ്ഡായി മാറിയത് കൊണ്ട് തന്നെ ഇതിന് പിന്തുണ കിട്ടൂല.
ഇത് രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം. അതായത് ഇപ്പോൾ ഈ പുതിയ തലമുറയ്ക്ക് ഇതിൻ്റെ ആളുകളാണ്. അപ്പോൾ അവരെയൊക്കെ പണിക്കാണ്ട് നിലപാടെടുത്തു കഴിഞ്ഞാൽ അതേ ഇലക്ഷനൊക്കെ ബുദ്ധിമുട്ടാവും എന്നൊരു വിചാരം അതുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പച്ചക്ക് പറയും. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഇത് അഡ്രസ്സ് ചെയ്യാൻ എന്തുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഇതിൽ ധാർമ്മികമായി ഇതിനോട് യോജിക്കാൻ പറ്റാത്തൊരു മഹാഭൂരിപക്ഷപ്പോഴും എല്ലാ സമുദായത്തിലും ഉണ്ട്. അവരൊക്കെ വേദനിപ്പിച്ചുകൊണ്ട് ഇത് പോയി കഴിഞ്ഞാൽ രണ്ടും ഉണ്ടാവില്ല. അതൊരു അവസ്ഥ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വിഷയം ഇതിപ്പോൾ ഇതൊരു മഞ്ഞുമലയുടെ അഗ്രമാണ് എന്ന് നമ്മുടെ പോസ്റ്റുകളിലൊക്കെ കാണുകയുണ്ടായല്ലോ. സത്യത്തിൽ ഇതിൻ്റെ ഒരു ആഴം നേരത്തെ പറഞ്ഞ പോലെ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ്. അതിന് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വർഷങ്ങളുടെ പോരാട്ടമുണ്ട്. അപ്പോൾ മറ്റെന്തൊക്കെ ഒരു ചതിക്കുഴികളാണ് സത്യത്തിൽ നമ്മൾ ഈ വിഷയത്തിൽ ഇതൊരു സൂംബ ഡാൻസ് എന്നത് മാത്രമായി അതൊരു ഡാൻസ് അല്ലേ, അതൊരു നിർദോഷകരമായൊരു സംഗതി, അത് നടന്നോട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ താല്പര്യമുള്ളവർ ചെയ്തോട്ടെ, അതിങ്ങനെ വിവാദമാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? ഇതെന്താണ് ഈ മഞ്ഞുമലയുടെ അഗ്രം എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം എന്താണ്? അല്ല, അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഇവിടേക്ക് എത്തുന്നതിൻ്റെ പിന്നിൽ ഒന്ന് ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്ന ആശയം, അതിൻ്റെ പിന്നിൽ ഈ ജെൻഡർ പൊളിറ്റിക്സ്, ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണെന്നുള്ള ബേസിക് കാഴ്ചപ്പാട്, അത് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇപ്പോൾ ലേഖനങ്ങളായി വന്നു. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ മാറ്റം ഞാൻ പറഞ്ഞുതരാം. 2009 തോന്നുന്നു, നമ്മൾ മതമില്ലാത്ത ജീവൻ എന്ന പേരിൽ 7ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിൽ ഒരു പാഠം ഉണ്ടായിരുന്നു. അതിൽ ആ പാഠത്തിലെ ഒരു 1.5 പേജ് മാത്രമേ ഈ വിഷയമുള്ളൂ. ആ പാഠം മുഴുവല്ല. മനസ്സിലായോ? ഈ ഒരു സാധനം അത് ചർച്ച ചെയ്യുന്നു, ഭയങ്കര വിവാദമായി. ഇതുപോലെ സാമൂഹ്യ നിരീക്ഷകന്മാരും ആളുകളൊക്കെ വന്നിട്ട് എന്ത് ചെയ്തു, ഇതൊക്കെ പുരോഗമനമാണ്, അതിന് വിമർശിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് സമൂഹം ഒറ്റക്കെട്ടായി ഒരു ധാർമ്മിക പരിസരത്തുള്ള ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല മറ്റുള്ളവരൊക്കെ ഒന്നിച്ചു നിന്നു. ആ പേജ് അവസാനം കീറി സർക്കുലർ ഇറക്കി. നമ്മളെ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിലേക്ക് എന്ത് ചെയ്തു, സർക്കുലർ കൊടുത്തിട്ട് പറഞ്ഞു ആ പേജ് കീറി കളയണം. എന്നിട്ടാണ് പുസ്തകം എടുത്തത്. 2009, ഇപ്പോൾ 2025, ഏകദേശം 15 കൊല്ലം കഴിയുമ്പോൾ കാണുന്ന ചിത്രം എന്താ അറിയോ? ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന കാഴ്ചപ്പാട് നിലനിർത്തി ഒരുപാട് ജനകീയ ചർച്ചകൾ നടത്തിയിട്ടും അതൊന്നും ചെവിക്കൊള്ളാതെ അത് തന്നെ നിലനിർത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ പാഠപുസ്തകങ്ങൾ വന്ന് ആ പാഠപുസ്തകങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ NSSൻ്റെ ക്യാമ്പില്ലേ, അതിന് സമദർശൻ എന്ന് പറഞ്ഞിട്ടൊരു മൊഡ്യൂളുണ്ട്. ആ മൊഡ്യൂൾ വായിച്ചു നോക്കിയാൽ മതി. ആ മൊഡ്യൂളുകളിലൊക്കെ ഇതേ ആശയമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പിന്നെ LGBTQ ആക്ടിവിസവുമായി ബന്ധപ്പെട്ട് അത് പറയുമ്പോൾ നമ്മൾ ഈ ട്രാൻസ്ജെൻഡറിനെതിരായി സംസാരിക്കണമെന്നുള്ള ഒരു നരേഷനാണ് ആദ്യം കൊണ്ടുവരിക. അത് യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ട് നമുക്കറിയാം. പക്ഷെ അവരെ മുൻനിർത്തിക്കൊണ്ടാണ് വേറെ പലതിനും എന്ത് ചെയ്യുന്നത്, ഇതിൽ കൈകാര്യം ചെയ്യുന്നത്, നോർമലൈസ് ചെയ്യണം. അത് ആ രീതിയിലേക്കാണ് വരുന്നത്. അപ്പോൾ അത് അങ്ങനത്തെ ആശയങ്ങൾ, അത് ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട കരട്, ആ കരടിൽ ഇങ്ങനത്തെ ആശയങ്ങളുടെ ഒരു പ്രളയമാണുള്ളത്. ഒക്കെ നമ്മൾ വിശകലനം ചെയ്ത് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ മഞ്ഞുമല എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലായോ? ഇതാകട്ടെ യൂറോപ്യൻ നാടുകളൊക്കെ ഇതൊക്കെ നടപ്പാക്കിയ നാടുകൾ അവർ അതിൽ ഖേദിച്ചുകൊണ്ട് അതൊക്കെ തിരിഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കാണണ്ടേ? നമ്മളെല്ലാ കാര്യത്തിലും നമ്മൾ വിദേശത്ത് നോക്കും, കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ വിദേശത്ത് ഈ വിഷയത്തിൽ ഞാൻ ഇപ്പോഴും അതാ പറയുന്നത്, നമ്മളെ കേരളം അതൊന്ന് പഠിക്കണം. സത്യത്തിൽ അവിടെയൊക്കെ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞല്ലോ, ആണാണോ പെണ്ണാണോ എന്ന് ഒരു പ്രായത്തുമ്പോൾ ഐഡന്റിഫൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കുറെ ആളുകൾ കുറച്ച് പ്രായത്തിൽ ആണാണോ പെണ്ണാണോ ഐഡന്റിഫൈ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചില ആളുകൾക്ക് സംശയം, ഞാൻ മനുഷ്യനാണോ മൃഗാണോ? അപ്പൊ പിന്നെ കുറെ ആളുകൾ മൃഗമായി ഐഡന്റിഫൈ ആണ്. നമ്മൾ എത്രയോ വീഡിയോ നൂറുകണക്കിന് ഡോഗുകൾ, അതായത് പട്ടികളായിട്ട് മനുഷ്യന്മാർ കുരയ്ക്കുക. I think it's jolliest thing. അല്ലേ? അതുപോലെ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരിക്കുക, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട്. അത് കഴിഞ്ഞ് ചില ആളുകൾക്ക് മൃഗമാണോ എന്ന് പോലും സംശയം. ഏത് ഭൂമിയിലുള്ള ഒരു മൃഗമാണോ എന്നത് സംശയം വന്ന് ഏലിയനാണ്. ഞാൻ അന്യഗ്രഹ ജീവിയാണെന്ന് പറഞ്ഞ് ചെവിയൊക്കെ കുത്തി കൂർപ്പിച്ച് ഒക്കെ മുറിച്ച് കളഞ്ഞ് മൂക്കൊക്കെ ചെത്തി കളഞ്ഞ് അങ്ങനെ ഏലിയൻസ് ആയിട്ട് ജീവിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ വെസ്റ്റേൺ കൾച്ചറിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് തന്നെയാണ് അതാണ് ഇതിൻ്റെ മഞ്ഞുമല.
അതങ്ങനെ കളിച്ച്. അതുപോലെ ജെൻഡർ ഡിസ്ഫോറിയ, യെസ്, ഞാൻ എൻ്റെ ജെൻഡർ ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ആശയക്കുഴപ്പം ഏതാ രാജ്യം ഞാൻ മറന്നുപോയി, ആ രാജ്യത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ശതമാനം വർദ്ധിച്ച എന്തായിരിക്കും അവസ്ഥ? അതായത് ഒരു നമ്മളെ ബാലൻസിനെ തെറ്റിപ്പോകുന്നൊരു സാധനമാണ്. പക്ഷെ ആളുകളിത് പറയുമ്പോൾ വേഗം ഒരു പാൻറ്റിൻ്റെ പ്രശ്നം, ഒരു ടോയ്ലറ്റിൻ്റെ പ്രശ്നം, ബാലുശ്ശേരിയത്തിൻ്റെ പ്രശ്നം, അതുപോലെ സൂമ്പൻ്റെ പ്രശ്നം, ഒരു ഡാൻസിൻ്റെ പ്രശ്നം, എവിടുന്ന് അവരൊക്കെ ഇറങ്ങി വരുന്നത്? അത് നമ്മളെന്താ വെച്ചാൽ അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു, നമ്മളെ കേരളത്തിൽ ജനാധിപത്യത്തെപ്പറ്റിയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റിയും എതിരഭിപ്രായങ്ങൾക്ക് ഇടം കൊടുക്കണം എന്നതിനെ പറ്റിയും ഘോരഘോരം സംസാരിക്കുന്ന നമ്മുടെ മീഡിയ റൂമുകളിൽ നിന്നാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ആശയം പറയുമ്പോഴേക്ക് ഇതിനൊരു മുൻവിധിയാണ് എന്ത്, നമ്മുടെ രൂപം കാണുമ്പോൾ തന്നെ അവൻ്റെ താടി, അവൻ്റെ ഡ്രസ്സ്, അവൻ്റെ സംഘടന, ഇവരെവിടുന്നാണ് വരുന്നത്? അതാദ്യത്തെ മുൻധാരണ അതാണ്. നിങ്ങൾക്കിതൊന്നും അറിയില്ല. നിങ്ങൾക്ക് ഇവിടെ നാട്ടിൽ ഈ കാലത്താണോ പറയുന്നത്? എപ്പോഴും എല്ലാത്തിനുള്ള മറുപടി ഈ കാലത്താണോ? എന്തെങ്കിലും പറയുമ്പോൾ ആകാശം പൊളിഞ്ഞു വിടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഭയങ്കര ഹരാസ്മെൻ്റാണ് എന്ത് ചെയ്യുന്നത് ഈ വിഷയത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ മഞ്ഞുമലയെ സംബന്ധിച്ച് പഠിക്കാൻ നമ്മളെ പത്രമാധ്യമങ്ങൾ വരെ ഇതിന് തയ്യാറായിട്ടില്ല. എപ്പോഴും എനിക്ക് വിനീതമായ അഭ്യർത്ഥന ഉണ്ട്. നമ്മളൊരുപാട് അവർ വേട്ടയാടിയാണെന്നാണ്, നമുക്ക് അവരോട് പരാതിയില്ല. നിങ്ങളതൊന്ന് പഠിക്കണം. ഇതൊരു വിഷയം വരുന്നു, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക, അടുത്ത വിഷയത്തേക്ക് പോവുക. അങ്ങനെയല്ല, നിങ്ങളൊരു ടീമിനെ വെച്ചൊന്ന് പഠിക്കും. ഇനി ആ പഠിക്കാൻ നമ്മളെ കയ്യിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റകളുണ്ട്, അത് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. നമുക്കിത് പറയണമെന്നില്ല, ഇത് ഇവരൊക്കെ പറഞ്ഞാൽ മതി. നമ്മൾ ഈ നാട് രക്ഷപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു കൾച്ചറാണോ ഇത്? ഇതിൻ്റെ വേരെവിടെയാണ്? ഇത് കേവലം ഒരു സൂംബ ഡാൻസ് ആണോ? സംസാരിക്കട്ടെ, ചർച്ച ചെയ്യട്ടെ. ഇതെല്ലാവരും ചർച്ച ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. എന്നിട്ട് അപ്പോൾ ഇത് സർക്കാരിനെതിരല്ല, വിദ്യാഭ്യാസ വകുപ്പിനെതിരല്ല, നമ്മളെ നാടായി നിലനിൽക്കാൻ വേണ്ടിയുള്ള നമ്മളെ കൺസേൺ പറയുന്നത് മാത്രം. നമ്മളെ ഭരണഘടന നമുക്ക് അനുവദിച്ച് തരുന്ന കൺസേൺ, ആ ഒരു അവകാശം വെച്ചുകൊണ്ട് നമ്മൾ പറയുന്നു. അല്ലാതെ ഒരാൾ നമ്മൾ ഇതിൽ ആക്ഷേപിച്ചിട്ടില്ല. ഇല്ല. അവിടെ പിന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് വരുമ്പോഴേ, ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്ന ദിവസം കാര്യമായി മീഡിയകൾ ഹൈലൈറ്റ് ചെയ്ത് അതിൽ നിന്ന് ഒരു വാചകമായിരുന്നു, അല്പവസ്ത്രം എന്ന ഒരു കാര്യത്തെയാണ് ഹൈലൈറ്റ് ചെയ്ത്. എന്നിട്ട് അതിനെ ചുറ്റിപ്പറ്റിയായി പിന്നെ കുറേ ചർച്ചകളൊക്കെ. അല്പവസ്ത്രം എന്നുള്ള നിലക്ക് കുട്ടികളെ അപമാനിച്ചു, അല്ലെങ്കിൽ കുട്ടികളെ അങ്ങനെ കാണുന്നു, അങ്ങനെ വരെ പറഞ്ഞവരുണ്ട്. അപ്പോൾ അതിനെതിരെ നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അതെന്താണ്, അല്പവസ്ത്രത്തിൽ കളിക്കുകയാണ് എല്ലാ സ്കൂളിലും എന്ന് താങ്കൾ പറഞ്ഞു എന്നുള്ളതാണ്? ഒരിക്കലും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അതെൻ്റെ പേരിൽ അത് ബോധപൂർവമാണോ എങ്ങനെയെന്ന് വന്നറിയില്ല. അതൊന്നും തിരുത്തി പറയാൻ പോലും അനുവദിച്ചില്ലല്ലോ. എന്നെ തന്നെ ആ സമയത്ത് മീഡിയകൾ ഒരുപാട് വിളിച്ചിരുന്നു. ഞാൻ സംസാരിക്കും പോലും എനിക്ക് എൻ്റെ കാര്യം പറയാൻ അവർ പ്രസംഗിക്കുകയാണ്. ഏതായത് എൻ്റെ പോസ്റ്റിൽ എന്താ ഉള്ളത്? എൻ്റെ പോസ്റ്റിലുള്ളത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നേടാനാണ് ഞാൻ എൻ്റെ കുട്ടിയെ സ്കൂളിൽ ചേർത്തിട്ടുള്ളത്. അല്ലാതെ അല്പവസ്ത്രം ധരിച്ച് തുള്ളിക്കളിക്കുന്ന സംസ്കാരം പഠിക്കാനല്ല എന്നാണ്. അതാണ് എൻ്റെ ആശയം. ഞാൻ വേണമെങ്കിൽ ഷെമീല ഒന്ന് വായിച്ചാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു എനിക്ക്. അതെടുക്കാൻ കിട്ടുമോ? അങ്ങനെ തന്നെയാണ് എൻ്റെ ഇതുണ്ടാവുക. ഒരിക്കലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, സ്കൂളിൽ കുട്ടികൾ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് ഡാൻസ് കളിക്കുന്നു, സൂംബ കളിക്കുന്നു എന്ന് ഞാൻ എഴുതിയിട്ടില്ല. അതുകൊണ്ട് അതിനാണ് പല ആളുകളും വീഡിയോ കാണിക്കണത്. കണ്ടോ ഈ പിഞ്ചു കുട്ടികൾ കളിക്കുന്ന രൂപം, അവരവരുടെ മഫ്തക്കെട്ട് കളിക്കണം, സ്കൂളുകളിൽ മഫ്തക്കടക്കെട്ട് കളിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ കളിക്കുന്ന സ്ഥലത്താണ് ഈ മാഷ് വന്നിട്ട് എന്ത് ചെയ്യണത്, അല്പവസ്ത്രം ഇട്ടിട്ടാണ് കുട്ടികൾ. അതെ, വരികൾ ഇങ്ങനെയായിരുന്നു, ഞാൻ പൊതുവിദ്യാലയത്തിലേക്ക് എൻ്റെ കുട്ടിയെ അയക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചാണ്. ആൺ പെൺ കൂടിക്കലർന്ന അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിൻ്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല. ഇത് പുരോഗമനമായി കാണുന്നവർ ഉണ്ടായേക്കാം, ഞാൻ ഈ കാര്യത്തിൽ പ്രാകൃതനാണ്. എന്തായാലും പ്രശ്നമുള്ളത്. അപ്പോൾ ആ ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഈ ആൺ പെൺ ഇടകലർന്ന് ആ ഒരു സംസ്കാരം അത് പഠിക്കാനല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എഴുതാൻ കാരണം എന്താ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യം ചോദിക്കണേ ഓക്കെ. ഞാൻ സ്കൂളിൽ എന്ത് ചെയ്തിട്ടില്ല, സ്കൂളിൽ ഇങ്ങനെ നടക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ മാത്രമല്ല, ഈ പോസ്റ്റ് ഇടുന്നത് അന്ന് രാവിലെയാണ്, അന്ന് ഈ പരിപാടി നടക്കാൻ പോകുന്നേ ഉള്ളൂ. ജൂൺ 26. അതെ. പക്ഷെ അങ്ങനത്തെ ഒരു സംസ്കാരം ഇതിലൂടെ പഠിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എനിക്കൊരു അവസരം തരണ്ടേ? ഞാൻ പറഞ്ഞുതരാം, 2 കാര്യം പറഞ്ഞുതരാം. ഒന്ന്, ഇത് നമ്മുടെ സ്കൂളിലേക്ക് ഈ മേലധികാരികൾ അയച്ചു തന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങളെ ക്ലാസ് ഗ്രൂപ്പിൽ, നമ്മളെ സ്റ്റാഫ് ഗ്രൂപ്പിൽ വന്ന വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ ആദ്യം ടച്ച് ചെയ്യണത്. അത് ടച്ച് ചെയ്യുമ്പോൾ അതിൽ വളരെ മുതിർന്ന സ്ത്രീകൾ, വെസ്റ്റേൺ ലേഡീസ്, മുതിർന്ന സ്ത്രീകൾ ഭയങ്കര ഡാൻസാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലാസ് ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യണം, അയച്ചു കൊടുക്കണം. മേലധികാരികൾ നമുക്ക് തന്ന സാധനം. ഈ കുട്ടികൾക്ക് ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ
അവരിത് നോക്കിയിട്ട് എന്ത് സംസ്കാരം പഠിക്കുക? ആ സംസ്കാരം തന്നെ അല്പവസ്ത്രം. ഏത് സംസ്കാരം പഠിക്കുക? ഒന്ന്. രണ്ടാമത് സൂംബ എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ സാമ്പിയൊന്നുമല്ല. ചില ആൾക്കാർ അങ്ങനെ എന്നെ കളിയാക്കിയിട്ടുണ്ട്. എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. അവർ കളിയാക്കിയ ആളുകൾ അതിനെപ്പറ്റി ആലോചിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സൂംബാന്ന് ഇപ്പം ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കി ഇങ്ങനത്തെ കുറേ പിക്ചറുകൾ എന്ത് ചെയ്യും ഈ സാധനത്തിൽ വരും. ഒന്ന്. അപ്പോൾ കുട്ടികൾ പിന്നെ ഇത് അയച്ചു കൊടുക്കുന്നത് അങ്ങനെ. രണ്ടാമത്തത് അല്ലാത്തത് കുട്ടികൾ മാത്രം സെർച്ച് ചെയ്താൽ കിട്ടുന്നത് എന്താണ്? ഇതായിരിക്കും. അപ്പോൾ ആ ഏത് സംസ്കാരം പഠിക്കുക? ഒന്ന്. ഇനി പാട്ടെ, ഇത് ബുക്കിലുണ്ട്, പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. 8ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പുസ്തകത്തിൽ സൂംബയുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററുള്ള സ്ഥലത്ത് അവിടെ ചിത്രം കൊടുക്കുന്നുണ്ട്. ആ ചിത്രത്തിൽ ഉള്ളത് അല്പവസ്ത്രമാണ്. ഇല്ലെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റും തീർച്ചയായിട്ടും. അപ്പോൾ എന്ത് സംസ്കാരം പിന്നെ പഠിയാ? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ DJ പാർട്ടിയും അനുബന്ധമായി ഇപ്പോൾ സ്കൂൾ ടൂറിൻ്റെ അവസ്ഥ എന്താ? വല്ല തോർത്തുമുണ്ടും കെട്ടിയിട്ട് വേണം ബസ്സിലിരിക്കാൻ. ആ രീതിയിലാണ് ബസ്സിൻ്റെ ഉള്ളിലുള്ള ശബ്ദം. അത് ഒരു സമയത്തൊന്നല്ല, അതങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഭയങ്കര ഘോര ശബ്ദം ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഈ കുട്ടികൾ മിക്സ് ചെയ്തിട്ടുള്ള ഡാൻസും പരിപാടിയും കാര്യങ്ങളുമാണ്. അതിഷ്ടമുള്ള ആളുകൾ ഉണ്ടാകാം, പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു കൾച്ചർ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാകൃതനാണെങ്കിൽ ആവട്ടെ, ആ പ്രാകൃതത്തിൻ്റെ പട്ടം സ്വീകരിച്ചുകൊണ്ട് മരിച്ചു പോകാൻ നമ്മൾ തയ്യാറാണ്. എന്ത് പറയണേ? അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മളെ നാട്ടിൽ എന്തുണ്ട്? ഉണ്ട്. ഈ കൾച്ചർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഇതിലേക്കാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ ഇനി ഇവിടെ പാൻ്റ് ഇട്ടും യൂണിഫോം ഇട്ടൊക്കെയാണ്. അതൊക്കെ ഇപ്പോഴാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സംസ്ഥാന തലത്തിൽ ഉദ്ഘാടന പരിപാടി നമ്മൾ മീഡിയകൾ തോറും കണ്ടല്ലോ, അല്ലേ? അതെ. അതിൽ പല കുട്ടികളുടെയും ഇതെന്താ, യൂണിഫോമാണോ, രീതിയാണോ? ഇത് ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹ്മാൻ, അദ്ദേഹം ഈ സൂംബയുമായി ബന്ധപ്പെട്ട് പ്രൊമോഷൻ്റെ ഭാഗമായി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സാധനമുണ്ട്. അത് DJ പാർട്ടിയാണോ സൂംബയാണോ എന്ന് മനസ്സിലാകാത്ത രീതിയിലുള്ള സാധനങ്ങൾ. അപ്പം ഇങ്ങനത്തെ ഒരു സംസ്കാരത്തിലേക്കാണ് ഇത് എത്തുക ആർക്കാ അറിയാത്തത്. അപ്പം അതുകൊണ്ട് അല്ലാതെ ഞാൻ സ്കൂളിൽ ഈ അല്പവസ്ത്രം ഇട്ടുങ്ങാണ്ട് കളിക്കും എന്ന് ഞാൻ എഴുതിയിട്ടില്ല. അത് എന്നെപ്പറ്റി പരാതി, അതാദ്യം എനിക്ക് തോന്നുന്നത് ഒരു ഡൂൾ ന്യൂസ് എന്ന് പറയുന്ന ആളുകളാണ് ഈ ഒരു ഹെഡിങ് ആദ്യം കൊണ്ടുവന്നത്. ആ ഹെഡിങ്ങൾ കൊണ്ടുവന്നതോടുകൂടി ആ ഹെഡിങ്ങിലാണ് തൂങ്ങി പിടിച്ചിട്ട് എല്ലാവരും ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ എന്തുണ്ട്, പിന്നെ അങ്ങോട്ട് പറയണ കേൾക്കണില്ലല്ലോ. ചാനലുകളിലൊക്കെ നമ്മുടെ നിങ്ങളപ്പോൾ ഷെമീനടക്കം പോയതാണല്ലോ, ഷെമീന അനുഭവം ഉണ്ടല്ലോ അല്ലേ? ഒരു മിനിറ്റ് തികച്ച് സംസാരിക്കാൻ സമ്മതിക്കണല്ലോ. അതായത് ആങ്കറും ബാക്കി 3 പേരും അവർ എന്ത് ചെയ്യാണ്, ചോദ്യം ചെയ്യാണ്. ചോദ്യം ചെയ്യുമ്പോൾ ഈ 4 പേരും പറഞ്ഞതിനെ കൗണ്ടർ ചെയ്യാൻ 1 മിനിറ്റ് തികച്ച് സംസാരിക്കാൻ എന്തെങ്കിലും, ഒരു ചാനലല്ല പല ചാനലും അങ്ങനെ തന്നെ. പിന്നെ പിടിച്ചു വാങ്ങിയിട്ടാണ് സംസാരിക്കണത്. അതെന്തുകൊണ്ടാണ്? എന്ത് ജനാധിപത്യയിലുള്ളത് ആ ചർച്ചയിലുള്ളത്? നമുക്ക് ചിന്തിക്കണ്ടേ? അപ്പോൾ ഇതിൽ അല്പവസ്ത്രം എന്ന് പറഞ്ഞ് അതിൻ്റെ ഞാൻ പറഞ്ഞ സംസ്കാരം പഠിക്കാനല്ല, ആ സംസ്കാരം പഠിക്കാൻ പറ്റുന്ന പാകത്തിലാണ് നമ്മുടെ മൊഡ്യൂളുകളും പാഠപുസ്തകങ്ങളും വന്നിട്ടുള്ളത്. പരിസരവും അങ്ങനെ ഒരുങ്ങി നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, സ്കൂളിൽ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് കളിക്കുന്നു എന്ന് ഞാൻ എൻ്റെ പോസ്റ്റ് എഴുതിയിട്ടില്ല. അതെ അതെ. പിന്നെ അതുപോലെ തന്നെ ആ പോസ്റ്റ് വന്നപ്പോഴേ അത് നിർബന്ധം അല്ലല്ലോ, എന്ന് വെച്ചാൽ താല്പര്യമുള്ളവർ കളിച്ചോട്ടെ, ഒരു പൊതുവിദ്യാലയമല്ലേ, നിർബന്ധം ആരാ പറഞ്ഞത്? എന്തിനാണ് അതിനെ ആ നിലക്ക് നിങ്ങൾ കണ്ടുകൊണ്ട് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, അത് ഇപ്പോൾ 2 നില. ഒന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് വ്യക്തിപരമായി ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞു, വ്യക്തിപരമായി നമ്മുടെ സ്കൂളിൽ ഞാനിത് പറഞ്ഞു നോക്കി. നമുക്ക് ഒരു ഡ്രില്ല് നടത്താം, ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ലഘുവ്യായാമങ്ങൾ നടത്താം, ആ രീതിയിലുള്ള സംഗതി ചെയ്താൽ മതി. പക്ഷേ അത് സൂംബ തന്നെ നടത്തി അതിൻ്റെ ഡോക്യുമെന്റേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് മുകളിൽ നിന്നുള്ള അറിയിപ്പ് എന്നാണ് നമുക്ക് മേലധികാരികൾ. സർക്കുലറിലെ അവസാനത്തെ വരി ഇങ്ങനെയാണ്: പ്രസ്തുത പ്രവർത്തനങ്ങൾ, ഇത് സൂംബയുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞ് പ്രസ്തുത പ്രവർത്തനങ്ങൾ എല്ലാ സ്കൂളുകളിലും നടക്കുന്നുണ്ടോ എന്ന് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാർ ഉറപ്പുവരുത്തേണ്ടതാണ്. യെസ്, അതെ, ഉറപ്പ്. അപ്പോൾ അത് ഉറപ്പുവരുത്തണമെന്നുണ്ട്. അപ്പോൾ ആ നിലക്കുണ്ട്. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തത്, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകൾ, ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടി മിനിസ്റ്ററുടെ പോസ്റ്റാണ്, ഫേസ്ബുക്ക് പോസ്റ്റാണ്, ഇപ്പോഴും ഫേസ്ബുക്കിൽ കാണാൻ പറ്റും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൂംബ, എയറോബിക്സ്, യോഗ തുടങ്ങിയ കായിക ഇനങ്ങൾ നടപ്പാക്കുന്നതിനെതിരെ ചില കോണുകളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് തന്നെയാണ് പറഞ്ഞ ആ വിഷയം പറഞ്ഞു വന്നുകൊണ്ട് പറയുകയാണ്, സ്കൂളുകളിൽ RTE പ്രകാരം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയകൾക്ക് കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം.
സുബയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിട്ട് പറയാണ്, രക്ഷിതാവിന് അതിൽ ചോയ്സ് ഇല്ല എന്ന് തന്നെ പറഞ്ഞിട്ട്. അതൊന്നും വിശദീകരിക്കണം. ഈ RT എഡ്യൂക്കേഷൻ പ്രകാരം എന്താണ് വിട്ടു നിൽക്കാൻ പാടില്ലാത്ത വിഷയം ഏതാണ്, ഇതും ബന്ധം റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ആശയം എന്താ ശരി? അതെ, പിന്നെ 14 വയസ്സുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദ്യാഭ്യാസം നൽകിയിട്ടില്ലെങ്കിൽ, സൗജന്യവും അതുപോലെ നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകിയിട്ടില്ലെങ്കിൽ അതിൽ രക്ഷിതാവും സമൂഹവും അതുപോലെ ഇവിടുത്തെ ഭരണകൂടവും ഒക്കെ പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെടുന്ന അതാണ് സുപ്രീം കോടതിയുടെ കാവൽ കിട്ടുന്ന ഒരു വിഷയമാണ്. ഭരണഘടനാപരമായ അവകാശമാണ് വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ. നിഷേധിക്കാൻ പാടില്ല. വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടില്ല. അതാണ് ആശയം. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സൂംബിന്റെ പശ്ചാത്തലത്തിൽ RTE പ്രകാരം വിട്ടുനിൽക്കാൻ പറ്റില്ല. അപ്പം അത് നിർബന്ധിച്ചോ ഇല്ല എന്നുള്ളത് രക്ഷിതാക്കൾക്ക് ചോയ്സ് ഇല്ല. രക്ഷിതാക്കൾ വിചാരിച്ചാൽ പോലും ഒരു കുട്ടിയെ മാറ്റി നിർത്താൻ പാടില്ല. അപ്പം അത് ഉറപ്പല്ലേ. പിന്നെ മാത്രമല്ല, നമ്മളിത് പരസ്യമായിട്ട് ഈ രീതിയിലൊരു കൺസേൺ പറയാൻ തന്നെ കാരണം എന്താ വെച്ചാൽ ഇതിലൊരു ആശയക്കുഴപ്പമുണ്ട്. അതായത് ഇപ്പോൾ വേണമെങ്കിൽ ആ സർക്കുലർ വെച്ചുകൊണ്ട് ലഘുവ്യായാമം എന്ന വാക്ക് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അത് നടത്തിയാലും മതി. ഞാനതിനെ അങ്ങനെ വ്യാഖ്യാനിച്ച്. പക്ഷെ അതങ്ങനെയല്ല, പോരാന്നാണ് നമുക്ക് വന്ന് കിട്ടിയൊരു സംഗതി. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒന്ന് തീരണം എന്ന നിലക്ക് തന്നെയാണ് എന്ത് നമ്മളിതൊരു പോസ്റ്റായിട്ട് ഇടാൻ കാരണം. ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം ഉയർത്തിയിരുന്നല്ലോ, ഇതിൻ്റെ ഒരു പരിഹാരം സത്യത്തിൽ ഇതിപ്പോൾ ലഘുവ്യായാമം, ആദ്യം ഇത് ലഹരിക്കെതിരെ എന്നതിന് പിന്നെ ആരും ഓൺ ചെയ്തില്ല. കാരണം ലഹരിക്കെതിരെ ഇങ്ങനെ ഡാൻസ് അങ്ങനെ പരിഹാരം എന്നുള്ളതിന് പിന്നെ ആരും അത്ര ടേക്കപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ പിന്നെ പറഞ്ഞത് കുട്ടികൾക്ക് മെൻ്റൽ സ്ട്രെസ് ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം, അവർക്ക് മെൻ്റൽ സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടി ലഘുവ്യായാമങ്ങൾ വേണം. അപ്പോൾ അതിനുള്ള വഴി എന്നുള്ള നിലക്ക് ഇത് സ്വീകരിച്ചുകൂടെ എന്ന് ചോദിച്ചു. അതെ, അതിൽ മെൻ്റൽ സ്ട്രെസ് കുറയാൻ ഉള്ള വഴി എന്ന് പറയുന്നത് നിലവിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടേ, ഇതൊന്നും ഇല്ലാത്തതല്ല. അതിനാണ് നമുക്ക് മാസ് ഡ്രില്ലുകൾ, അതുപോലെ തന്നെ ശരിയായ കായിക വിദ്യാഭ്യാസം, ഇതിന് ബുക്കുണ്ട്, അതേപോലെ തന്നെ അധ്യാപകരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ 500 കുട്ടികളുണ്ടെങ്കിലേ ഒരു വിദ്യാലയത്തിൽ PT മാഷ് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, UP സ്കൂളിൽ. അതിപ്പോൾ അടുത്ത കാലത്ത് വന്ന ഒരു സംഗതിയാണ്. അപ്പോൾ 499 കുട്ടി ഉണ്ടെങ്കിലും ആ കുട്ടിക്ക് കായിക വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ആ കായിക അധ്യാപകർ മുഴുവൻ റോട്ടിലാണല്ലോ. അവർ പ്രതിഷേധം ഉണ്ടല്ലോ, ആളെ വെക്കണം എന്ന് പറഞ്ഞിട്ട്. കാരണം ഇനി +2 പോയാലോ, +2 ഒരു പീരിയഡ് ഇതിനുണ്ട്. പക്ഷേ അവിടെ എത്ര കുട്ടികളുണ്ടെങ്കിലും ആളെ പോസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഇങ്ങനെ ഒരു അതിർത്തിയെങ്കിലും വെച്ചിട്ടുണ്ട്, പക്ഷെ അതുമില്ല. അപ്പോൾ നമുക്കിതിന് പറയാനുള്ളത് എന്താ വെച്ചാൽ കുട്ടികളുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ പോകാൻ എന്ത് ചെയ്യുക, കായികാധ്യാപകരെ പോസ്റ്റ് ചെയ്യുക, ആവശ്യത്തിന് പോസ്റ്റ് ചെയ്യുക, ഈ കായിക പഠനം ശരിക്കും കൊണ്ടുവരിക. ആ രീതിക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാവും. അല്ലാതെ ഇത് ഈ സൂംബ ഡാൻസ് കൊണ്ടുവന്നുകൊണ്ട് ഈ രീതിയിൽ കൈകാര്യം ചെയ്യാന്നുള്ളത് അതൊരു സെലിബ്രേഷൻ മൂഡിൽ കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും പരിഹരിക്കല്ല ചെയ്യുക, വേറെ കുറേ പുതിയ പ്രശ്നം ഉണ്ടാവുക ചെയ്യും. പിന്നെ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോഴേ ചില ആളുകളുടെ പ്രതികരണങ്ങൾ അത് ഒരു ഭൂരിപക്ഷ വർഗീയതക്ക് ആക്കം കൂട്ടി അതിന് വഴിമരുന്നിടുകയായിരുന്നു അത്തരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ടുവന്നതിലൂടെ ചെയ്തത്. ഒന്ന് വിശദീകരിക്കുക, എങ്ങനെയാണ് ചോദിച്ചാൽ എങ്ങനെയാണെന്നുള്ള അതത് ആളുകൾ പറയണം. വളരെ മാന്യമായി ജനാധിപത്യപരമായി പോസ്റ്റ് ഇട്ട, കാരണം മറ്റു പല സംഘടനയുടെ ഒക്കെ ആളുകളെ അതിലുള്ള ഒരു അരവരി കാണിച്ചു തരുമെന്നൊക്കെ ഒരു അഡ്വക്കേറ്റ് അനൂപ് വിആർ എന്നൊക്കെ പറയുന്ന സാമൂഹ്യ പ്രവർത്തനമൊക്കെ അപ്പോൾ ഇനി എങ്ങനെയാണെന്നുള്ളത്. ഭൂരിപക്ഷ വർഗീയത യഥാർത്ഥത്തിൽ ഇതെന്താ സംഭവം എന്ന് അറിയുമോ? അതായത് ഒരു മുസ്ലിം സമുദായത്തിന് കൺസേൺ ഉള്ളൊരു വിഷയം അവർ ഉയർത്തിക്കഴിഞ്ഞാൽ എപ്പോഴും മുസ്ലിം സമുദായം ഓരോ പ്രശ്നം പറയുന്ന ആളുകളാണ്. എന്നിട്ട് സർക്കാർ അതിന് കീഴൊതുക്കി കൊടുക്കും. അവർ പ്രീണിപ്പിക്കപ്പെടും, പ്രീണനത്തിന് വിധേയരാകും സർക്കാർ എന്നൊക്കെ. അപ്പോൾ അപ്പുറത്ത് എന്ത് ചെയ്യും, ഭൂരിപക്ഷം കൺസോളിഡേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അത് ഭൂരിപക്ഷ വർഗീയ, ഇതാണ് ഇതിൻ്റെ ഒരു നരേറ്റീവ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ അങ്ങനെ ഇല്ല. കാരണം ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇവിടെ RSSും അനുബന്ധ സംഘടനകളുമാണല്ലോ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ. അവർ സൂംബയ്ക്കെതിരാണ്. അവരിപ്പോൾ ഭാരതീയ വിചാര കേന്ദ്രം അല്ലേ, അവർ പരസ്യമായിട്ട് പറഞ്ഞു ഇത് എന്തല്ല ഭാരതീയ സംസ്കാരമല്ല, ഇതൊന്നും ശരിയാൻ പാടില്ല എന്ന് അവരെ ടേക്ക് അതാണ്. പിന്നെ എങ്ങനെയാ അവരിതിൻ്റെ പേരിൽ അവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ കാരണമാകുക? ഒന്ന് വേറൊരു കാര്യം പറയാം, ഇവിടെ ഇങ്ങനെ ഒരു നരേറ്റീവ് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടുത്തെ ഈ സമുദായത്തെ ബാധിക്കുന്ന ഏത് വിഷയത്തിൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയാം? അതെപ്പോഴും അങ്ങനെ പറഞ്ഞൂടെ? ഏത് കാര്യത്തിലും. ഒരൊറ്റ എക്സാമ്പിൾ പറയാം, വഖഫ് നിയമനം PSC കൂട്ടും.
അത് ഇവിടുത്തെ ഒരു മുസ്ലിം സംഘടനയും പറഞ്ഞിട്ടില്ല, ഒരു മുസ്ലിം സംഘടനയും പറഞ്ഞിട്ടില്ല. ആരും പറയാതെയാണെന്ത് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായത്. പ്രതികരണങ്ങൾ വന്നു, പ്രതിഷേധങ്ങൾ വന്നു. എന്നിട്ട് മുസ്ലിം ലീഗൊക്കെ വലിയ റാലി സംഘടിപ്പിച്ചു. അന്നും പറഞ്ഞിരുന്നത് എന്താ, ഇനി ഈ തീരുമാനം മുസ്ലിങ്ങൾ സംഘടിച്ച് ശബ്ദം ഉണ്ടാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അപ്പുറത്തെന്ത് ചെയ്യും, വർഗീയ ധ്രുവീകരണത്തിന് കാരണമാവും എന്നാണ്. പക്ഷേ ആ വാദം മുഖവിലക്കെടുക്കാതെ പ്രതികരണമായിട്ട് പോയി. എനിക്ക് ഓർമ്മയുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ യോഗം വിളിച്ചു തിരുവനന്തപുരത്ത്. ആ യോഗത്തിൽ നമ്മൾ പങ്കെടുത്തിരുന്നു, നമ്മുടെ സംഘടനയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിരുന്നു. അപ്പോൾ എല്ലാവരോടും അഭിപ്രായം ചോദിച്ചു. എന്താണ്? എല്ലാവരും പറഞ്ഞു ഇത് ഞങ്ങൾ അംഗീകരിക്കണില്ല. അത് കേട്ട ശേഷം അദ്ദേഹം പിന്നീട് പ്രഖ്യാപിച്ചു അത് പിൻവലിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? അത് നേടി. അങ്ങനെ ഒരു ഈ വാക്കും പറഞ്ഞ് നമ്മളന്ന് ഇരുന്നുവെങ്കിൽ എന്തായിരിക്കും? ആ ബില്ല് പാസ്സായി പോവുകയല്ലേ ചെയ്യാം. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ വന്നു. പെരുന്നാളിൻ്റെ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പ്രശ്നങ്ങൾ വന്നു, അവധി കൊടുക്കാത്ത പ്രശ്നങ്ങൾ വന്നു. പ്രതികരിച്ചു. അപ്പോഴും പറഞ്ഞു എന്ത്, ഇത് വർഗീയ ധ്രുവീകരണത്തിന് കാരണമാവും, ഭൂരിപക്ഷ വർഗീയതയ്ക്ക് കാരണമാവും. പക്ഷേ അതെല്ലാവരും പ്രതികരിച്ചു, ആ സംഗതി മാറ്റി. അതുപോലെ പലപ്പോഴും വെള്ളിയാഴ്ചകളിലെ പരീക്ഷകൾ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഇനി അപ്പോൾ ഇങ്ങനത് അഡ്മിറ്റ് ചെയ്ത് കൊടുത്താൽ ഒരു കാലത്തും നമ്മളെ പ്രശ്നം പറയാൻ എന്തെയില്ല, കഴിയാത്തൊരു പ്രശ്നം വരും. രണ്ടാമത്തത് പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇനി വർഗീയ ധ്രുവീകരണത്തിന് ഇത് കാരണമാവുമെന്ന് വിചാരിക്കുക, ഞങ്ങൾ ആ വാദത്തിന് വേണ്ടി നമ്മൾ സമ്മതിക്കുക. അതിൻ്റെ ഉത്തരവാദികൾ ആരാ ഉത്തരവാദികൾ? ഒരു പ്രശ്നം കൊണ്ടുവരുന്നവരാണോ അതിനോട് പ്രതികരിക്കുന്നവരാണോ? ആരാ ഉത്തരവാദികൾ? കൊണ്ടുവരുന്നവരാണ് അല്ലേ? അതിപ്പോൾ ഉദാഹരണം പറയാം, വഖഫ് നിയമനം PSCക്ക് വിടുക എന്നുള്ള തീരുമാനം മുസ്ലിം സംഘടനകളുടെ ആവശ്യമല്ലല്ലോ. അതാരാ കൊണ്ടുവന്നത്? അപ്പോൾ അവരാണ് മനസ്സിലാക്കേണ്ടത് എന്ത്, മുസ്ലിം സംഘടനകൾക്കോ സമുദായത്തിനോ കൺസേൺ അല്ലാത്ത ഒരു വിഷയം കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ട് ഇവർ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിച്ചാൽ ഇവരുടെ ഭാഷ്യപ്രകാരം ഇവിടെ ഭൂരിപക്ഷ കൺസോളിഡേഷനും മറ്റു കാരണമാവും അല്ലേ? ഇതാരാ ചിന്തിക്കേണ്ടത്? കൊണ്ടുവരുന്നവരാ ചിന്തിക്കേണ്ടത് അല്ലേ? അപ്പം അങ്ങനെ അത് വാദത്തിന് വേണ്ടി നമ്മൾ സമ്മതിച്ചു കൊടുത്താലും ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? കൊണ്ടുവരുന്നവരാണ്. പക്ഷെ ഇത് പ്രതികരിക്കുന്നതാണ് ആളുകൾ പ്രശ്നമായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ബസ്സിൽ ഇങ്ങനെ തിരക്കുള്ള ബസ്സിൽ പോയിരിക്കും. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു വെച്ചാൽ ഒരുത്തം തിരിഞ്ഞു നിന്നിട്ട് മറ്റവൻ്റെ മുഖത്തൊരറ്റ അടി, എന്നിട്ട് 2 ചീത്തയും പറഞ്ഞു. അപ്പോൾ ബസ്സിലുള്ള കണ്ടക്ടറും ആളുകളൊക്കെ എന്ത് പണിയാണ്, എന്ത് ഇയാളെ അടിക്കുന്നത്? അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇവന് കാലിൻ്റെ വിരലിൽ നല്ലൊരു മുറിയുണ്ട്, അത് കെട്ടി വെച്ചിട്ടുണ്ട്. ആ മുറിവിലാണ് എന്ത്, ബാക്കിൽ നിൽക്കുന്ന വ്യക്തി ഷൂട്ട് അമർത്തി ചവിട്ടിയിട്ടുണ്ട്. ഇയാൾ പൊളയാണ്, കാല് വലിക്കാൻ കഴിയണില്ല, തള്ളിയിട്ടും പോണില്ല. അപ്പം ആ ദേഷ്യത്തിലാണ് തിരിഞ്ഞു അടിക്കണത്. അടിച്ചതെല്ലാവരും കണ്ടു, ചവിട്ടിയത് ആരും കണ്ടില്ല. മനസ്സിലായോ? അതേപോലെ ഇവിടെ എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ചവിട്ട് വരികയാണ്. ഈ ചവിട്ടണത് ആരും കാണുന്നില്ല. അത് ഒരു പത്രപ്രസ്താവനയായിട്ട് ഇവിടെ നമ്മളാരും ഇതിൻ്റെ പേരിൽ ബസ് കത്തിച്ചിട്ടില്ല, നിയമസഭ അടിച്ചു പൊളിച്ചിട്ടില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഒരു പൊതുമുതൽ പോലും നമ്മളാരും നശിപ്പിച്ചിട്ടില്ല. നമുക്കിവിടെ ജനാധിപത്യപരമായി പ്രതികരിക്കാവുന്ന രീതിയിൽ പ്രസ്താവന ഇറക്കി, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പറഞ്ഞു, ഇത്രയല്ലേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ വേറെ ചെറിയ കാര്യത്തിന് ചെറിയൊരു ചോട്ടാ നേതാവിനെ എന്തെങ്കിലും ചെയ്താൽ തന്നെ ഇവിടെ എന്തൊക്കെ പൊതുമുതൽ നശിപ്പിച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല. നമ്മളിത് കേരളം പലപ്പോഴും കണ്ടതല്ലേ. അതിൻ്റെ കായലത്ത് നമ്മൾ പോയിട്ടുണ്ടോ? അപ്പോഴേക്ക് ഇത് ഭൂരിപക്ഷ വർഗീയതക്ക് കാരണമാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി നമുക്ക് എന്താ കാര്യം എപ്പോഴാണ് ഇനി പറയാൻ പറ്റുക? അതൊന്നും ശരി, ഒരു വിവേകമുള്ള ആളുകൾ അഡ്മിറ്റ് ചെയ്യില്ല. അതേപോലെ തന്നെ ഈ പുതിയ അധ്യയന വർഷം അപ്പോഴാണല്ലോ ജൂൺ മാസത്തിലാണല്ലോ വിവാദം ഉണ്ടാകുന്നത്. അപ്പോൾ പുതിയ അധ്യയന വർഷത്തിന് കോട്ടം തട്ടുന്ന രൂപത്തിലായി ഈ വിഷയം എന്നൊരു വിമർശനവും കണ്ടിരുന്നു. പുതിയ അധ്യയന വർഷത്തിലാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്തൊരു കാര്യം കൊണ്ടുവരാൻ പാടില്ലാത്തത്. അതാ ഞാൻ പറഞ്ഞത്, കൊണ്ടുവരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതൊരു പുതിയ അധ്യയന വർഷമാണ്. ഈ തുടക്കത്തിൽ തന്നെ ആളുകൾക്ക് കൺസേൺ ഉള്ള ഒരു പ്രശ്നം എന്ത് ചെയ്യാൻ പാടില്ല, എടുത്തിടാൻ പാടില്ല എന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ സിസ്റ്റാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ശരിക്ക്. പിന്നെ അത് നമ്മൾ പുതിയ അധ്യയന വർഷമല്ലേ, നമുക്ക് പറ്റാത്ത ഏത് വന്നാലും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത അധ്യയന വർഷം ആകുമ്പോഴേക്ക് നമുക്ക് പിന്നെ ഇതിലും വലിയ മാറാപ്പുകൾ വന്നിട്ടുണ്ടാവും. പിന്നെ അപ്പം എന്താ ആൾക്കാർ പറയുക, ഇത് കഴിഞ്ഞ വർഷം വന്നപ്പോൾ ജൂണിൽ വന്നപ്പോൾ ആരും മിണ്ടാതിരുന്നത്, കഴിഞ്ഞ ജൂൺ മാസത്തിൽ വന്നിട്ടുണ്ട് ഇത്.
അന്ന് വന്നൊരു വർഷം അവിടെ മിണ്ടാതിരുന്നിട്ട് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞുതരാം. ഈ വിഷയം നമ്മൾ ജെൻഡർ വിഷയം പറയുമ്പോൾ മീഡിയകളിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പം നാളെ നമ്മൾ പത്രസമ്മേളനം നടത്തിയല്ലോ, പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിക്കേണ്ടത് എന്താ നിയമപരമായി നിങ്ങൾ ചലഞ്ച് ചെയ്യാത്തത്, നിങ്ങളെന്താ അതിന് കേസ് കൊടുക്കാത്തത്? ഇനി നിയമപരമായി ചലഞ്ച് ചെയ്യും കേസ് കൊടുക്കുകയും ചെയ്താൽ വിദ്യാഭ്യാസ വകുപ്പിന് ഇതിൽ കേസിന് പോയി, അതായിരിക്കും പരാതി. പ്രതികരിച്ചാൽ പ്രതികരിച്ചു എന്നുള്ള കേസ്, പ്രതികരിച്ചില്ലെങ്കിൽ എന്ത് ഞങ്ങളന്ന് പറയായിരുന്നു എന്നുള്ള കേസ്. അന്ന് പുതുവർഷത്തിൽ വന്നിട്ട് എന്ത് പ്രതികരിക്കാമെന്ന് ചോദിക്കുക. അപ്പോൾ അതൊക്കെ നമ്മളത്ര റിലവൻ്റ് ആയിട്ട് കാണേണ്ട കാര്യം. പിന്നെ ചോദിക്കുന്നത്, ഇത് കേൾക്കാനും പരിഹരിക്കാനൊക്കെ തയ്യാറുള്ള ഒരു ഭരണകൂടം അവിടെ ഉണ്ടല്ലോ, വിദ്യാഭ്യാസ വകുപ്പുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പറയല്ലേ വേണ്ടത്? അങ്ങനെ 2-3 ഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് നിവൃത്തിയില്ലെങ്കിലല്ലേ പുറത്ത് പറയാം, ആദ്യം തന്നെ ചാടിക്കയറി പുറത്ത് പറയാന്നുള്ളത് ശരിയാണോ എന്നുള്ള? ഞാൻ ചാടിക്കയറി ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ നേരത്തെ വിശദമായി വിശദീകരിച്ചു. ഞാനും കേൾക്കാത്തതിൻ്റെ ഒന്നും കേട്ടാൽ മതി, എന്താ പറഞ്ഞതിനെ പറയാനാവില്ല. അതിൻ്റെ ഒരുപാട് സ്റ്റെപ്പ് പൂർത്തീകരിച്ച ശേഷമാണ്. പിന്നെ ഈ ലിബറൽ സംസ്കാരം നമ്മുടെ പൊതുവിദ്യാലയത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള വിഷയം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുമൊക്കെ നേരിട്ട് ഇത് രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും അവസാനത്തെ കാര്യമാണ് എന്ത്, പിയോ അന്ന് സൂംബ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുരടിനത്തിനെ ചികിത്സിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പറഞ്ഞിട്ട് ആ ജനകീയ ചർച്ചകളിലൂടെ ഉയർത്തിയത് മുഴുവൻ മാറ്റിവെച്ച് എന്താണ് ജെൻഡർ സാമൂഹിക നിർമ്മിതി തന്നെയാണ് എന്ന നയം സെറ്റ് ചെയ്ത് പോകുന്ന ഒരു സംവിധാനമാണ്. പിന്നെ ഈ കാര്യം അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ, ഉറപ്പല്ലേ? അപ്പോൾ നമ്മൾ നമ്മളെ ആ ജനാധിപത്യപരമായിട്ടുള്ള അതിനോടുള്ള പിന്നെ ഒരു വിയോജിപ്പ് അറിയിക്കുക എന്നുള്ളത് നമുക്കിവിടെ നമ്മളെ ഭരണഘടന നമുക്ക് നൽകുന്ന റൈറ്റാണ്. അത് സ്വീകരിച്ചു മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ മറ്റൊരു വിമർശനം കേട്ടത്, സൂംബ എന്നുള്ളതൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ്, ഇതൊരു കാട് കയറി വളരെ മലീമസമായൊരു ചർച്ചയാണ് അവിടെ നടന്നത് എന്ന നിലക്കൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നവരെ കണ്ടു. അതായത് ഒരിക്കലും നമ്മളെ നാട് മലീമസമാകരുത് എന്നുള്ളതുകൊണ്ടുള്ള ചർച്ചയാണ്. അതെ, മലീമസമാകരുത് എന്ന ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പ്രയാസമൊക്കെ അനുഭവിച്ചു കണ്ട് എന്ത് ചെയ്യണത് ഇത് പറയണത്. പിന്നെ സൂംബ എന്നുള്ള പേര് ഞാൻ ഏതായാലും അപ്പോൾ കേൾക്കുന്ന എൻ്റെ ഫേസ്ബുക്ക് ശ്രദ്ധിക്കുന്ന ആളുകളും എൻ്റെ സംസാരം ശ്രദ്ധിക്കുന്ന ആളുകളും പറയില്ല. കാരണം ഞാൻ ഇത് ഉണ്ടാകുന്നത് ജൂൺ മാസത്തിലാണ്. ഏപ്രിൽ മാസത്തിലാണ് എന്ത് ചെയ്യണത് ഇത് പത്രത്തിൽ വരുന്നത്. അന്ന് ഈ വിഷയത്തിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അപ്പോഴും കിട്ടും. ഏപ്രിൽ 28 സ്പോട്ട് ലൈറ്റ്. ഏപ്രിൽ 28 സ്പോട്ട് ലൈറ്റിൽ ഈ വിഷയം എന്ത് ചെയ്തിട്ടുണ്ട്. അന്ന് ഷെമിയിലായിരുന്നു ആ ചർച്ചയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ പരസ്യമായിട്ട്. പിന്നെ ഇതിന് മുമ്പ് മെയ് മാസം 18-ാം തീയതി, ഇതിപ്പോൾ ജൂൺ മാസത്തിലെ സംഭവം, മെയ് 18-ാം തീയതി എന്ത് ചെയ്തിട്ടുണ്ട് ഇത്തരം സംഗതികളെ പറ്റി നമ്മളെ കമ്മ്യൂണിറ്റിനെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. അല്ലാതെ ഗവൺമെൻറ്റിനും സർക്കാരിനും ഇതിൽ വെല്ലുവിളിച്ച് ഒന്നും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ബോധവൽക്കരണങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. എന്താണ് ഈ സൂംബ കാര്യങ്ങളിലൊക്കെ. അല്ല, സൂംബ എന്നുള്ള വാക്ക് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഈ വിയോജിപ്പ് പ്രകടമാക്കുന്നവരെയൊക്കെ ഒരു ചാപ്പ കുത്തുക, നേരത്തെ പറഞ്ഞ പോലെ വളരെ ജനാധിപത്യപരമായി മാന്യമായി വിമർശിക്കുന്നവരെ അല്ലെങ്കിൽ ഒരു ആശയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ തീവ്രവാദി ചാപ്പ, താലിബാനി ചാപ്പ, അത് വളരെ പ്രകടമായി നമ്മൾ ഈ ചർച്ചകളൊക്കെ കണ്ടു. അവരോട് നമ്മളെന്താ പറയുക? അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ കഴിയാതെ വരുമ്പോൾ സ്വീകരിക്കുന്ന ഒരു വഴി മാത്രമാണത് ചാപ്പയടിക്കുന്നത്. അതായത് ഈ പണ്ടേ അങ്ങനെയാണ്, എല്ലാത്തിനും ആ മറുപടി പറഞ്ഞാൽ മതിയല്ലോ. അതേപോലെ നിങ്ങൾ എഴുതുമുറ്റുന്നത് തന്നെ നിങ്ങളാരത് പറയാൻ, ഇതേതാ കാലം, ഇതിങ്ങനെ ചോദിച്ചാൽ എല്ലാത്തിനും മറുപടിയാവും. അതൊക്കെ നമ്മളെ മാധ്യമ പ്രവർത്തകരൊന്ന് ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടതാണ്. ഇത് അവനവൻ്റെ ജോലി വന്ന് എടുത്തു പോണ രീതിയിൽ വന്ന് 4 വർത്താനം പറഞ്ഞു കണ്ട് എല്ലാവരെയും കണ്ട് നാവുകൊണ്ട് വരഞ്ഞാണ് പോകാം എന്ന് വിചാരിക്കണ്ട. ഇത് അവനെ സ്വന്തം ഒറ്റക്കൊന്ന് ഇരിക്കുമ്പോൾ ആലോചിക്കുക, ഈ ഉയർത്തിയ കാര്യങ്ങൾ അതിലെന്തുണ്ട് ഇവർക്ക് മറുപടി പറയാൻ. ആ മറുപടിയെക്കുറിച്ചല്ലേ ചിന്തിക്കേണ്ടത്. വേഗം ഈ കാലം 6-ാം നൂറ്റാണ്ട് പിന്നെ ഇങ്ങോട്ട് പോവുക, പിന്നെ താലിബാനികളാണ് ഈ വാക്ക് പറഞ്ഞ് ഈ വിഷയത്തെ മൂടി വെക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്? ഒരിക്കലും കഴിയില്ല. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് കേരളം നമ്മൾ ഉയർത്തിയ വിഷയം ചർച്ച ചെയ്തിരിക്കും. ആ ചർച്ച ചെയ്യുന്നിടത്തേക്ക് ബുദ്ധിയുള്ള മനുഷ്യന്മാർ ഇപ്പോൾ ആ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്, പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ചർച്ച ചെയ്ത് ഇതിൽ നിന്ന് യൂ-ടേൺ എടുക്കുന്ന ഒരു കാലം ഞാനിങ്ങനെ സ്വപ്നം കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഇപ്പോൾ ഒരു മുസ്ലിം വിഷയമല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇപ്പോൾ ഇതിൽ കൺസേൺ ഉള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മാറി നിൽക്കാനുള്ള, ഞാൻ ആ വിമർശനങ്ങൾ ആ വാക്കിൽ തന്നെ പറയാണ്, നിങ്ങൾക്കിത് മാറി നിൽക്കാനുള്ള സ്പേസ് തന്നാൽ പോരെ? ഇത് ഭാഗികമായി അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഇത് സ്കൂളുകൾ തുടരുന്നതിന് എന്താണ് തടസ്സം? അല്ല, ഇവിടെ നമുക്ക് മാത്രമേ ഇതിൽ കൺസേൺ ഉള്ളൂ എന്നുള്ളത് തെറ്റാണ് ഈ പറയണത്. അതായത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹമാകട്ടെ ക്രൈസ്തവ സമൂഹമാകട്ടെ, ഇപ്പോൾ ഒരു ക്രൈസ്തവ ഫാദർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട അറിയപ്പെടുന്ന പിന്നെ ഒരച്ഛൻ ഈ വിഷയത്തിൽ പറഞ്ഞല്ലോ, ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് നടപ്പാക്കേണ്ടുള്ളൂ, ധൃതി പിടിച്ച് ചെയ്യാൻ പാടില്ല, ആലോചിക്കണം എന്ന് പറഞ്ഞല്ലോ. അതുപോലെ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ പിന്നെ ആ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് അതിന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ അനുബന്ധമായിട്ടുള്ള ആളുകളൊക്കെ, ഒരുപാട് സന്യാസിമാർ അതുപോലുള്ള ആളുകൾ, അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ കൺസേണുകൾ പറയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ അത്യാവശ്യം ധാർമ്മിക ബോധമുണ്ട് എന്ന് പറയുന്ന നമ്മുടെ മറ്റു മതവിഭാഗത്തിലെ ആളുകളൊക്കെ ഇങ്ങനത്തെ ഒരു കൾച്ചർ എൻ്റെ കുട്ടി പഠിക്കണ്ട, അതിലേക്ക് പോകണ്ട, അതൊരു യൂറോപ്യൻ കൾച്ചറാണെന്ന് മനസ്സിലാക്കുന്നവരാണ്. അത് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഒരുപാട് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതൊരു ലിബറൽ കമ്മ്യൂണിറ്റി ഇപ്പോൾ എല്ലാത്തിലുമുണ്ട്. അത് ഹൈന്ദവരിലുണ്ട്, ക്രൈസ്തവരിലുണ്ട്, ഇന്ന് മുസ്ലിം പേരിൽ ജീവിക്കുന്ന ആളുകളിലും അത് വലിയ തോതിൽ എന്ത് ചെയ്യുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പ്രത്യേക മതമായി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ വിഭാഗത്തിലുള്ള ലിബറൽ സൊസൈറ്റി ഒരു പ്രത്യേക മതമായിട്ട് മാറി അവർക്കെതിരെ ആരും പറയാൻ പാടില്ല എന്നുള്ള രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്. ലിബറൽ മതം തന്നെയാണ്, ഒരു ലിബറൽ മതം തന്നെയാണ്. ആ ലിബറൽ മതത്തിനെതിരെയാണ് നമ്മളെ ഈ ഒരു പോരാട്ടം, അല്ലാതെ സർക്കാരിനെതിരോ വിദ്യാഭ്യാസ വകുപ്പിനെതിരോ അല്ല. പിന്നെ ഏതായാലും ഇപ്പോൾ ഈ വിവാദങ്ങളൊക്കെ ഇപ്പോൾ ഒരു കെട്ടടങ്ങിയ ഒരു സാഹചര്യത്തിലാണുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായി ചോദിക്കുകയാണെങ്കിൽ, ഇത് ഒരു സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ, സ്കൂളുകളിൽ ഒരു നോർമലായി നടന്നു പോവുകയാണെങ്കിൽ, മാറി നിൽക്കുന്നവർക്ക് മാന്യമായി മാറി നിൽക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ഈ ചർച്ചകളുടെയൊക്കെ ഒരു ഭാവി എന്താണ്? ഇതിൻ്റെ ഒരു തുടർച്ച എങ്ങനെ ആകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? അത് നമുക്ക് മാറി നിൽക്കാനുള്ളൊരു സ്പേസ് കിട്ടിയാൽ മാത്രം മതിയോ, അതോ ഇത് പൂർണ്ണമായി മാറ്റണം എന്നാണോ? അപ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു കാര്യം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലല്ലോ, പൂർണ്ണമായിട്ട് മാറ്റി നിർത്തണമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ, ഏതൊരു കാര്യവും ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി വന്നാൽ അതെന്താവെന്ന് ചോദിച്ചാൽ പിന്നെ ആ കൾച്ചർ പെട്ടെന്ന് വരും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ള ആ ഒരു യൂണിഫോം, അത് ബാലുശ്ശേരി സ്കൂളിൽ വന്നു, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എതിർത്തപ്പോൾ എന്ത് പറഞ്ഞു, അത് നിർബന്ധിക്കൂല, അതാത് PTA തീരുമാനിച്ച് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നടപ്പാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്തു. നമ്മൾ അന്നേ പറഞ്ഞു എന്ത്, ഇതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ ആ കൾച്ചർ എന്ത് ചെയ്യും, ഇപ്പോൾ സ്വീകരിക്കാത്ത കുട്ടികളിലേക്കും വിദ്യാലയങ്ങളിലേക്കും കൂടി വേഗത്തിൽ വരും. കാരണം അത് ഇന്ന് ഞാൻ പറയാം, ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ അവസ്ഥ എടുത്ത് പരിശോധിച്ച് നോക്കി, പെൺകുട്ടികളുടെ അവസ്ഥ. ഇപ്പോൾ ഈ ഒരു സംസ്കാരത്തേക്ക് എന്തായി, ആ കുട്ടികളുടെ വേഷം കംപ്ലീറ്റ് മാറി വന്നില്ലേ? അത് ഇവർക്കറിയാം, ഇത് നടപ്പാക്കുന്ന ആളുകൾക്ക് അറിയാം. കാരണം നമ്മൾക്ക് സ്കൂളിൽ അനുഭവിക്കണതാണിത്. ആദ്യം 10 കുട്ടി ഉണ്ടാവും, പിന്നെ 12 ആവും, പിന്നെ 14 ആവും, പിന്നെ 15 ആവും, പിന്നെ ഇത് ഭൂരിപക്ഷമായി മാറും. അപ്പം അത് പിന്നെ ഉപയോഗിക്കാത്ത കുട്ടികൾ വീട്ടിൽ പോയിട്ട് എന്ത് പറയും, ഉമ്മ എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമേ ധരിക്കാത്തുള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് ഫ്രസ്ട്രേഷൻ ആവും. അപ്പോൾ ടെക്സ്റ്റൈൽസ് പോകുമ്പോൾ അതന്നെ വാങ്ങണം എന്ന് പറയും. അവസാനം രക്ഷിതാക്കൾ എന്ത് പറയും, ഇപ്പോഴത്തെ കാലത്തെ ട്രെൻഡ് ഇതാണ്, ഇനി നമ്മളെ കാലമൊന്നും അല്ലത്, അതിക്ക് നിന്ന് കൊടുക്കും. അത് സംഭവിച്ചില്ലേ, നമ്മൾ കൺമുമ്പിലുള്ളതല്ലേ. അതേപോലെ ഈ സംഗതി നമ്മൾ ഇഷ്ടമുള്ളവർ എല്ലാത്തിലും മാറി നിന്നോട്ടെ, ബാക്കിയുള്ളവർ നടന്നോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത വീട്ടിലെ കുട്ടികളടക്കം ഇതിലേക്ക് എന്താവും, ഭാവിയിൽ പെട്ടെന്ന് ആകൃഷ്ടരാകും. കാരണം ഇതിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നടപ്പാക്കുകയാണെങ്കിൽ, എന്താ പറഞ്ഞത്, എല്ലാ ദിവസവും സ്കൂൾ വിടുന്നതിന് തൊട്ട് മുമ്പ് ഒരു 15 മിനിറ്റ് മുമ്പ് 2 ബെല്ലടിക്കുന്നു, എല്ലാവരും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു, എന്നിട്ട് അവിടെ ഇത് കളിക്കുന്നു, തിരിച്ചു പോകുന്നു, കുട്ടികളുടെ സ്ട്രെസ്സൊക്കെ കഴിഞ്ഞ് പോകുന്നു എന്നുള്ളതാണ്. ഈ സൂംബ എന്ന് പറയുന്ന ഇവർ ഈ പറയുന്ന മാനദണ്ഡങ്ങളൊന്നും അല്ല സ്കൂളിൽ പാലിക്കണില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതൊരു മ്യൂസിക് ഇടുന്നു, ചാടുന്നു, അതാണ് സംഭവിക്കണത്. അപ്പോൾ ഇത് ഈ കൾച്ചറിൽ നിന്ന് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് മാറിക്കാം, അധ്യാപകർക്ക് മാറിക്കാം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ സംഭവിക്കുക, ഈ മാറിക്കണ കുട്ടികളിൽ 2 തരം ഉണ്ടാവും. ഒന്ന് സ്വമേധയാ ഇഷ്ടമില്ലാത്ത, ഇപ്പോൾ എൻ്റെ മകൻ പറഞ്ഞതുപോലെയൊക്കെ ആണെങ്കിൽ അതുപോലെ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവും, അതൊക്കെ. രണ്ടാമത്തത് എന്താ വെച്ചാൽ വീട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവില്ല, കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവും. വീട്ടുകാരെന്ത് പറയും, അതിനൊന്നും പോകാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ ഈ കുട്ടി ഇതിൽ മാനസിക സംഘർഷം അനുഭവിക്കുകയാണ്. ഇത് ഗ്രൗണ്ടിൽ എല്ലാവരും കളിക്കുമ്പോൾ അവന് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ വീട്ടിൽ നിന്ന് പ്രയാസമാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് എന്ത് പറയും, എൻ്റെ പിന്നെ ക്ലാസ്സിൽ എല്ലാവരും പോകുന്നുണ്ട്, ഞാൻ മാത്രമേ പോകത്തുള്ളൂ, അപ്പോൾ നാളെ ഞാനും പോകും. അപ്പോൾ ചില രക്ഷിതാക്കൾ പറയുന്നത്, ഞാൻ ഈ പറഞ്ഞൊരു കൾച്ചറിൽ അത് പാടില്ല അറിയും.
അപ്പോൾ ഈ കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടാകുകയാണോ ചെയ്യുക, കുറയാണോ ചെയ്യുക? അപ്പോൾ സ്ട്രെസ്സ് കുറക്കാൻ കൊണ്ടുവന്ന സാധനം വീടുകളിൽ സ്ട്രെസ് ഉണ്ടാക്കും. ഇത് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആത്മഹത്യ ഉണ്ടായി, ഇപ്പോൾ അടുത്ത് എത്ര ആത്മഹത്യ ഉണ്ടായി? മൊബൈൽ ഫോണിൻ്റെ പേരിൽ കുട്ടികൾ മൊബൈൽ തന്നില്ല എന്ന പേരിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്തില്ലേ? ടൂറിന് പോകാൻ കാശ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പേരിൽ ആത്മഹത്യ എത്ര ഉണ്ടായി കേരളത്തിൽ? അപ്പോൾ ചെറിയ നിസ്സാര കാരണത്തിൻ്റെ പേരിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ വരെ അതുപോലെ ഒരു മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അല്ലേ, ആ ടീച്ചറൊന്ന് ചീത്ത പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ എന്തിൻ്റെയൊക്കെ പേരില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഈ ഒരു സാഹചര്യത്തിലേക്ക് കൂടി കുട്ടികളെ തള്ളി വിട്ട് കഴിഞ്ഞാൽ ഓരോ വീടുകളിലും എന്തായിരിക്കും ഉണ്ടാകുന്ന അവസ്ഥ? പിന്നെ ഇതേ ആനുകൂല്യം കിട്ടുന്ന വേറെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, ഓപ്ഷനുകളോടെ ഉണ്ട്. ആ ഓപ്ഷനുകൾ എടുത്തൂടെ? ഇതിവിടെ ഈ പ്രശ്നമുള്ള സാധനം തന്നെ അതേ പറ്റൂ എന്ന രീതിയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം പാടില്ല എന്നല്ലേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർ വിട്ട് നിൽക്കുക എന്നൊക്കെ പറയും. ഇപ്പം അധ്യാപകർ കൂട്ടത്തിൽ കുറേ അധ്യാപകർ ചേരും, ഇല്ലാത്തവരുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? ചില അച്ഛമ്മമാർ പറയാം, ഇന്ന ടീച്ചർക്ക് പറ്റും, ഇന്ന ടീച്ചർക്ക് പറ്റില്ല, മറ്റേ മാഷ്ക്ക് പറ്റും, ഈ മാഷ്ക്ക് പറ്റില്ല, നിങ്ങളൊക്കെ ഒരേ കൾച്ചറുള്ള ആളുകളല്ലേ, അതെന്താ അങ്ങനെ? അപ്പോൾ നമ്മുടെ അധ്യാപകർക്കിടയിൽ ഒരു ചേരിതിരിവ് വരികയാണ്. മനസ്സിലായോ? അപ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത ഒരു പൊതുവിദ്യാലയം ആകുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു അന്തരീക്ഷത്തിൽ പോരെ. ഇനി അതിന് മാറി നിൽക്കുക എന്നുള്ള ഞാൻ നിർബന്ധമായിട്ട് വരിക എന്നുണ്ടെങ്കിൽ മാറി നിൽക്കുന്ന ആളുകൾക്ക് നല്ലൊരു പ്രിവിലേജ് വേണം. അവർ തീവ്രവാദികൾ, അവർ ഭീകരവാദികൾ, അവർ ഇടുങ്ങിയ ചിന്താഗതിക്കാർ, അവർ മോശക്കാർ എന്ന രീതിയിൽ അവരെ തേച്ചൊട്ടിച്ചങ്ങാണ്ട് ഈ കേരളത്തിൽ ശ്വാസം മുട്ടിച്ചങ്ങാണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഈ സംഗതി പാടില്ല. അതേ നമ്മൾ പറയണം. അതെ അതെ. ഈ ഒരു വിവാദങ്ങൾ അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എന്ന് വെച്ചാൽ വിവാദങ്ങൾ ചർച്ചകൾ ഇനിയും തുടരണം. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഇപ്പോൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ളവർക്ക് ഈ വിസ്ഡം കൂട്ടായ്മയിലെ അതിൻ്റെ മെമ്പർമാരോട് ഭാരവാഹികളോടൊക്കെ ഈ വിഷയ സംബന്ധിയായി എന്താ പറയാനുള്ളത്? അല്ല, അത് എനിക്ക് ആദ്യം നന്ദിയാണ് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നും ഒരു പ്രയാസമില്ലാതെ ഈ ഒരു കോസിനോടൊപ്പം ഒറ്റക്കെട്ടായി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ നമ്മുടെ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു. അതെന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ല, അല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടറി പറഞ്ഞു പോയി, അയാൾ കുടുങ്ങിപ്പോയി, അപ്പോൾ അയാളെ രക്ഷപ്പെടുത്തുക എന്ന നിലക്കുമല്ല. ഞാൻ എന്തൊരു മോട്ടീവിലാണോ ഈ പോസ്റ്റ് ഇട്ടത് അതിൻ്റെ 1000 മടങ്ങ് മോട്ടീവിൽ എന്നൊക്കെ ഓരോരുത്തർ വിളിച്ച് രാത്രി കരഞ്ഞുകൊണ്ട് സംസാരിച്ച ദിവസങ്ങൾ ഞാൻ ഓർത്തു പോവുകയാണ്. അത് അവർ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കും, നിങ്ങളുകൊണ്ട് പട്ടിണി നടക്കില്ല. ഇതൊരു ഇങ്ങനത്തെ കൾച്ചർ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ നാട്ടിൽ വരാൻ പാടില്ല. അത് നമ്മൾ ആരെങ്കിലും ഒരാൾ നിങ്ങൾ പറഞ്ഞല്ലോ, അത് അത്രയ്ക്ക് ചേർത്ത് പിടിച്ച് നമ്മൾ പ്രവർത്തകർ. ഇപ്പോൾ നമ്മൾ വിസ്ഡം യൂത്ത് ആകട്ടെ, സ്റ്റുഡൻസ് ആകട്ടെ, ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും, അത് ഞാൻ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഒരു 2-3 മണിക്കൂറാണ് മര്യാദക്ക് ഉറങ്ങിയിട്ടുള്ളത്. കാരണം അത്രയ്ക്ക് ഒരു ഭാഗത്തു നിന്നും മീഡിയക്കാർ വിളിക്കുന്നു, പത്രക്കാർ വിളിക്കുന്നു, അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാർ വിളിക്കുന്നു, നമ്മുടെ പ്രവർത്തകർ വിളിക്കുന്നു, സ്കൂളിൻ്റെ ആളുകൾ വിളിക്കുന്നു, അധികൃതർ വിളിക്കുന്നു, ഒക്കെ അങ്ങനെ ഒരുപാട് ഫോണുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെ ഒരു പ്രയാസമാണല്ലോ. പക്ഷേ അതേപോലെ നമ്മളെ പ്രവർത്തകരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഇത് ഒരു ദിവസം ഈ സംഭവം പോസ്റ്റ് ഇട്ട തൊട്ടടുത്ത ദിവസം തന്നെ ചാനലുകളിൽ നിന്ന് വിളിക്കുക. അപ്പോൾ എന്നെ ചർച്ചയ്ക്ക് വേണമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചർച്ചയ്ക്ക് പോകാൻ പറ്റിയ സാഹചര്യമല്ലല്ലോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ആളെ തരാം. ആ സമയത്ത് നമ്മളെ സംഘടനയിലെ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ അങ്ങനെ ചാനലുകളിൽ പോയി ദേഷ്ടം തെളിഞ്ഞ പ്രവർത്തകരൊന്നുമല്ല. പക്ഷേ ഈ വിഷയത്തിൻ്റെ ഡെപ്ത് കൊണ്ട് ഇത് ശരിക്ക് കലക്കി കുടിച്ച പ്രവർത്തകരാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പുതിയ തലമുറയിലുള്ള കുട്ടികൾ. അത് നമുക്ക് തരുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അത് ഓരോന്നതിന് പറ്റുന്ന കുട്ടികൾ, അതിന് സയൻസ് വേണമെങ്കിൽ സയൻസ്, അതേപോലെ തന്നെ അതിൻ്റെ മെഡിക്കൽ കാര്യങ്ങൾ വേണമെങ്കിൽ അങ്ങനെ, അതിൻ്റെ സെക്യുലർ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ, എല്ലാ ടേംസും ഏത് ഭാഷയിലും സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ. അൽഹംദുലില്ലാ, അത് വളരെ അഭിമാനം ഉണ്ടായ രംഗമാണ്. മറ്റു ഭാഷാ ചാനലുകളിൽ നിന്ന് വരെ വിളി വന്നു. അതായത് BBC വരെ നമുക്ക് ഇതിൻ്റെ ഈ വിഷയത്തിൽ വിളി വന്നിട്ടുണ്ട്. നാഷണൽ പത്രങ്ങളിലൊക്കെ വിളി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ കൊടുക്കാൻ പറ്റിയ, പോകാൻ പറ്റിയ വിസ്ഡം പ്രവർത്തകരും ബാക്കിയുള്ള ചാനലുകൾക്ക് കൂടി. ഞാൻ ഷമീലിനെ വരെ വിളിച്ചു വന്നു അല്ലേ, ഷമീൽ ഒരു ചാനലിൽ പോയി. ഏത് ചാനലായിരുന്നു? കൈരളി പോയി. ആദ്യമായിട്ടല്ലേ പോണേ? ആദ്യമായിട്ടല്ലേ? അത് എല്ലാവരും അതിനാളുണ്ടായി പോകാൻ ധൈര്യം കാണിച്ചു. ഒരാൾ പോലും ഞാൻ പോയിട്ട് എന്താ പറയാന്ന് ചോദിച്ചിട്ടില്ല. അതായത് ശരിക്കും കൊന്നു തിന്നാൻ കാത്തു നിൽക്കുന്ന രീതിയിലാണ് ഈ ആങ്കർ അടക്കമുള്ള ബാക്കി ഏതൊരു പാനലിസ്റ്റുകളുള്ളത്. അത് എത്രയോ വർഷങ്ങൾ ഈ ചാനൽ റൂമിൽ വന്ന് ഡിബേറ്റ് ചെയ്ത് പരിചയമുള്ള പ്രായമുള്ള സൈദ്ധാന്തികന്മാരായ ആളുകളെ അടിക്കാണെന്ത് ഷമീലും ഹിലാലും ബാസിലും അതുപോലെ നമ്മളെ സഫ്വാൻ ബറാമിയും ഒക്കെ പോണത്.
ഒക്കെ ചെറിയ ചെറിയ മക്കളാണ്. പക്ഷെ അവർക്ക് കിട്ടിയ ഒരു മിനിറ്റിലാണെങ്കിൽ അവർ ആ കാര്യം ഭംഗിയായിട്ട് എന്ത് ചെയ്തു കൈകാര്യം ചെയ്തു. അവരെ സംസാരിക്കാൻ എന്താ അനുവദിക്കാത്തത്? അവർ സംസാരിച്ച കാര്യം വ്യക്തമാവുമെന്ന് ചോദിക്കുന്ന ആളുകൾക്ക് അറിയാം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പത്രക്കാരെ മുമ്പിൽ നമ്മുടെ സംഘടന നേതൃത്വം ബഹുമാനപ്പെട്ട PN അതേപോലെ തന്നെ നമ്മുടെ ഫൈസൽ മൗലവി, അതേപോലെ നാസർ ബാലുശ്ശേരി, പിന്നെ അബ്ദുൽ മാലിക് സലഫി, ഇവരൊക്കെ അടങ്ങുന്ന നമ്മുടെ ബാസിൽ, ഇവരൊക്കെ അടങ്ങുന്ന ഉണ്ടായിരുന്നോ? ഇല്ല, സഫാൻ ബറാം, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇത് ചോദിച്ചു. ഏത് ചോദ്യം ചോദിക്കാൻ തന്നു? ആ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആ പഴയ ആർജവല്ലല്ലോ, കാര്യമായിട്ട് ചോദിച്ചാൽ നിർബന്ധിച്ചോന്നാണ് ചോദിച്ചത്. കറക്റ്റ് പ്രൂഫ് കാണിച്ചു കൊടുത്തു അല്ലേ? അപ്പോൾ എന്താ, രണ്ടാമത്തെ റൗണ്ട് വന്നപ്പോഴേക്ക് തന്നെ മാധ്യമ പ്രവർത്തകർക്ക് ഈ വിഷയത്തിൽ ആ അഗ്രസീവായ അവസ്ഥ പോയി. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോഴോ അവർ ഈ വിഷയം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അപ്പോൾ പോട്ടെ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ വിസ്റ്റം പ്രവർത്തകർ ഇതിലെന്ത് ചെയ്തിട്ടുണ്ട്, ആ സമയത്ത് ഉയർന്ന് പ്രവർത്തിച്ചു. അത് അള്ളാഹു എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ജനകീയ പ്രതിരോധ പ്രോഗ്രാമുകൾ ഇഷ്ടംപോലെ നടന്നു. ഇതിൽ എല്ലാവരും സഹകരിച്ചു കേട്ടോ, ആരും അതിൽ വിട്ടുനിന്നിട്ടില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ സസ്പെൻഷൻ റദ്ദാക്കി എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ നിന്ന് വിധി വരികയാണ്. അപ്പോൾ ഒരാളെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അവൻ ഇന്ന് പ്രോഗ്രാം അവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനവരോട് പറഞ്ഞത്, ഇതൊരു സസ്പെൻഷൻ കൊണ്ട് തുടങ്ങിയതല്ല, ആ സസ്പെൻഷൻ റദ്ദാക്കുമ്പോൾ അവസാനിക്കാനുള്ളതുമല്ല. അതെ, ഇത് നമ്മൾ 4-5 വർഷമായിട്ട് ആരംഭിച്ച ഒരു ബോധവൽക്കരണമാണ്. ഇത് ലക്ഷ്യം കാണുന്നത് വരെ ഇവിടുത്തെ ജനാധിപത്യപരമായ രീതിയിൽ നമ്മളെ ഒരു ഓർഗനൈസേഷൻ നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ വിഷയമായിട്ട് മുന്നോട്ട് പോകണം. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രോഗ്രാമുകൾ. അപ്പോൾ എനിക്കിപ്പോഴും പറയാനുള്ളത് അതാണ്, ഇതൊരിക്കലും നമ്മൾ മറവിയാണ് എല്ലാവർക്കും പ്രശ്നം. അപ്പോൾ ജനകീയ ചർച്ച നടന്നു, അതെല്ലാവരും മറന്നു. പക്ഷേ നമ്മൾ മറക്കാതെ ഈ വിഷയത്തിൻ്റെ പിന്നാലെ നിൽക്കാൻ ഇതിൽ ഉണ്ടാവുക എന്ന് കൃത്യമായ ധാരണ അവർക്കുണ്ടാവണം. അതോടൊപ്പം തന്നെ മറ്റു മുസ്ലിം സംഘടനകളുണ്ടല്ലോ ഇവിടെ, അവരും സത്യത്തിൽ ഈ വിഷയത്തെ കുറച്ചുകൂടി ഗൗരവത്തിൽ ടേക്കപ്പ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്. അവരോട് എന്താണ് നമുക്ക് ഈ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് പറയാനുള്ളത്? അല്ലേ, മറ്റു മുസ്ലിം സംഘടനകൾ ഈ വിഷയത്തിലേക്ക് വരും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ വന്നിട്ടുണ്ട്, ഒരുപാട് മുസ്ലിം സംഘടനകൾ ഈ വിഷയത്തെ പറ്റി പഠിച്ചിട്ടുണ്ട്. അതിലൊരുപാട് ചെറുപ്പക്കാർ ഈ വിഷയം നന്നായിട്ട് ഗഹനമായി ചർച്ച ചെയ്യാൻ പറ്റിയ ആളുകളുണ്ട്. അവരൊക്കെ ആദ്യ സമയത്തൊക്കെ ഈ വിഷയം, എൻ്റെ പോസ്റ്റ് വന്ന ഉടനെ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചാനലുകളിൽ വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്നെ ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു. ഈ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞതാണ് ശരി, അതിൻ്റെ കൂടെയാണ് ഞങ്ങളുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. അവിടെ എല്ലാ മുസ്ലിം സംഘടനകളിലും ഇതിനെന്തുണ്ട്, നല്ലൊരു വിഭാഗം ഇത് കൺസേൺ ഉള്ളവരുണ്ട്, പഠിച്ചവരുണ്ട്. നമുക്ക് അങ്ങനെ ഒരു വിസ്റ്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആളുകൾക്ക് മാത്രമുള്ള അറിയുന്നൊരു സംഭവമാണ് എന്നുള്ളത് നമുക്ക് ആ ഒരു മിഥ്യാധാരണയൊന്നുമില്ല. അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ ഈ വിഷയത്തിൽ വളരെ പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അതിനെല്ലാ മുസ്ലിം സംഘടന നേതൃത്വം തയ്യാറാകണം. അതിന് വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ നമ്മൾ ഈ വിസ്ഡം, ഇപ്പോൾ ഞാൻ പോസ്റ്റ് ഇട്ടു, അതിന് ശേഷം ചർച്ച വന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എല്ലാവരും പാടെ കൂടി അതൊരു വിസ്ഡത്തിന് പിന്താങ്ങലായി മാറും എന്നൊരു പ്രയാസം ആർക്കലുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നണിയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാം. തീർച്ചയായിട്ടും ഒരിക്കലും നമുക്കിതിൻ്റെ പാറ്റൻറ്റ് വേണ്ട. നമുക്ക് ഏറ്റവും പിന്നിൽ നിൽക്കാം. ഇതെല്ലാ മുസ്ലിം സംഘടനയും മുന്നിൽ നിന്നിട്ട് ഇതിൻ്റെ ഏറ്റവും പിന്നിൽ നമ്മൾ നിന്നോളാം. നമുക്കിതിൻ്റെ ബാനർ വേണ്ട, ഇതിൻ്റെ പാറ്റൻറ്റ് വേണ്ട, ഇത് നമ്മളാണ് ഈ വിഷയം കൊണ്ടുവന്ന് ഇന്ന് കൂടിയിട്ട് ഇപ്പോൾ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി കൂടിയിട്ട് പറയണത്, നിങ്ങൾ കുറച്ച് നിങ്ങൾ മാറിക്കും, ഞങ്ങൾ ഓൾറെഡി നമ്മളെ കയ്യിലുള്ള എല്ലാ ഡോക്യുമെൻറ്റും അവർക്ക് കൊടുക്കാം, ഞാൻ ഏത് നിലക്കാണ് സഹായിക്കേണ്ടത് സഹായിക്കാം, ഒരു പ്രശ്നം ഉണ്ടാവും. ഇതിന് അങ്ങനത്തെ ഒരു ഈഗോ പ്രശ്നം നമുക്ക് ഇല്ല. നമുക്ക് വിഷയം നന്നായാൽ മതി. അതിന് എല്ലാ മുസ്ലിം സംഘടനകളും യോജിച്ച് ഒരു പോരാട്ട മുഖത്തുണ്ടാകണമെന്നൊരു വിനീതമായ അഭ്യർത്ഥന നമുക്കുള്ളൂ. അതുപോലെ തന്നെ ഈ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന സംഘടനകളുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, പ്രതിപക്ഷത്തും ഒക്കെയുള്ള സംഘടനകൾ, പാർട്ടികൾ, ഇവരൊക്കെ എങ്ങനെയാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നത്? ഈ വിഷയം ഒരിക്കലും തീർത്തും മതപരമല്ല. ഇതിലുണ്ടാകുന്ന തീരുമാനങ്ങൾ നിയമസഭയിൽ നിന്നുണ്ടാകുന്ന തീരുമാനമാണ്, പൊളിറ്റിക്കൽ തീരുമാനങ്ങളാണ്, രാഷ്ട്രീയ തീരുമാനങ്ങളാണ് ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആ രാഷ്ട്രീയ തീരുമാനങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയമായിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്. ഞാൻ എല്ലാവരോടും പറഞ്ഞു, എൻ്റെ കൂടെ എന്നെ രക്ഷപ്പെടുത്താനല്ല നിങ്ങൾ നിൽക്കേണ്ടത്. ഞാനിതിൽ വരുന്ന പരിക്ക് ഞാൻ സ്വന്തം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. അത് കോടതിയിൽ നിന്ന് അതിന് നിയമപരമായിട്ട് ഞാൻ നോക്കി അത് എൻ്റെ റിസ്ക് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തെ ഉയർത്തിപ്പിടിക്കാൻ, ഈ വിഷയത്തെ നെഞ്ചുകോടുകൂടി ഇത് നമ്മുടെ നാടിനൊരു പ്രശ്നമാണ് എന്ന് പറയാൻ, അതിനൊരു കടലാസ് കഷ്ണം കൂട്ടിപ്പിടിക്കാതെ നേരിട്ട് ആ വിഷയത്തെ പിടിക്കാൻ തയ്യാറാകണം എന്നാണ് എന്നോട് ഫോണിൽ സംസാരിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞത്. ഇത് വിദ്യാഭ്യാസ രംഗത്ത് വരുന്നൊരു നയപരമായ വിഷയമാണ്. ഇത് കേവലം സൂംബ ഡാൻസ് വിഷയമല്ല.
അത് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന് ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ നയം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നു. അതിൻ്റെ അനുരണനങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വിഷയത്തെ അപഗ്രഥിച്ച് ആ കൂട്ടത്തിൽ പഠിച്ച് ഈ കാര്യങ്ങൾ അപഗ്രഥിക്കാൻ പറ്റിയ നല്ല നല്ല ആളുകളുണ്ട്, പ്രഭാഷകരുണ്ട്, അക്കാദമിസ്റ്റുകളുണ്ട്. അവരത് പഠിക്കണം എന്ന് ഞാൻ പറയും. അതിലും തന്നെ നമ്മൾ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ നമ്മൾ റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല. അവരും ആ വിഷയം എന്ത് ചെയ്യേണ്ടതുണ്ട് മനസ്സിലാക്കി അത് അവരുടെ ഒരു അജണ്ടയായിട്ട് അവരെന്ത് ചെയ്യണം, എടുക്കണം. ഇതൊരിക്കലും നമ്മളെന്ത് വെച്ചാൽ ഇത് എന്തോ ഒരു മുസ്ലിങ്ങളെ മാത്രത്തെ പ്രശ്നമാണ്, വേഗത തോന്നും. ആ മുസ്ലിങ്ങളിൽ തന്നെ ഇതെന്തോ ഈ വിസ്റ്റത്തിൻ്റെ ആളുകൾ പറയേണ്ട പ്രശ്നമാണ് എന്ന രീതിയിലേക്ക് ചുരുക്കി കെട്ടിയിട്ടാണ് ഈ കാര്യത്തെ എന്ത് ചെയ്യുന്നത് പലരും കാണുന്നത്. ദയവ് വിചാരിച്ച് എന്ത് ചെയ്യണം, അത് ഒഴിവാക്കണം. ഈ വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകണം. ഇത് ഒരു നയപരമായ വിഷയമാണ്, വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ പോളിസി വിമർശിക്കുക എന്നുള്ളത് സർക്കാരിനെ വിമർശിക്കലല്ല, വിദ്യാഭ്യാസ വകുപ്പിനെ വിമർശിക്കലല്ല, ആ പൊതുവിദ്യാലയത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ നിർവഹിക്കുന്ന ദൗത്യമാണ്. നമ്മുടെ നാട് ഒരിക്കലും ഒരു വെസ്റ്റേൺ കൾച്ചറിലേക്ക് എന്ത് ചെയ്യരുത്, പോകരുത്. അതാണ് നമുക്കതിന് പറയാനുള്ളത്. ആ ഒരു നമ്മുടേതായ ഒരു പാരമ്പര്യവും സംസ്കാരവും രീതിയുണ്ട്. ആ രീതിയിൽ നിലനിർത്താൻ അവരൊക്കെ എന്ത് ചെയ്യണം, വിഷയത്തെ പഠിച്ച് നിലപാട് സ്വീകരിക്കണം. അതുപോലെ തന്നെ ഈ നയങ്ങൾ കൊണ്ടുവരുന്ന സർക്കാർ അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന പാർട്ടികൾ, ഭരണപക്ഷത്തുള്ള പാർട്ടികൾ, അവരുടെ വിദ്യാർത്ഥി സംഘടനകൾ, ഇവർക്കൊക്കെ സത്യത്തിൽ ഇതിൽ ഈ നയങ്ങൾ തീരുമാനിക്കപ്പെടുന്നതിൽ രൂപപ്പെടുന്നതിൽ റോളുണ്ടല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അവർ എങ്ങനെ അത് തിരുത്തണം എന്നുള്ളതാണ്. കുറച്ച് കാലങ്ങളായിട്ട് അവർ ക്യാമ്പസിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ നേതൃത്വം മുഴുവൻ മനസ്സിലാക്കിക്കണമെന്ന് നമുക്കറിയില്ല. അതായത് മാസ്റ്റർബേഷൻ ഡേ, സ്വയംഭോഗ ദിനം, അന്താരാഷ്ട്ര ദിനം അവരെ ക്യാമ്പസിൽ അവർ ആഘോഷിക്കുന്നുണ്ട്. സദാചാരം പഠിക്ക് പുറത്തുനിന്നുള്ള ബോർഡ് വെക്കുന്നുണ്ട്. അതുപോലെ യോനി മാതൃകയിലുള്ള കവാടങ്ങൾ ഉണ്ടാക്കിയിട്ട് നവാഗതർക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് അതുണ്ടാക്കി വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആട്ടിൻകുട്ടികൾ ഇണചേരുന്ന രംഗം പരസ്യമായിട്ട് പോസ്റ്ററിൽ കൊടുത്തിട്ട് തുറച്ചു നോക്കേണ്ട ചിത്രങ്ങളുണ്ട്. അങ്ങനത്തെ ഒരുപാട് സംഗതികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവരിപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രീതിയിലേക്കൊരു കൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് SFIൻ്റെ മുഴുവൻ നേതൃത്വവും ആ നിലക്ക് മനസ്സിലാക്കിയിട്ട് തന്നെയാണോ അത് ചെയ്യുന്നത്, അതോ അതിൻ്റെ ഒരു പ്രത്യേക വിഭാഗം മാത്രമാണോ എന്നുള്ളത് അവർ പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ ഒരു കൾച്ചർ ഇപ്പോൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ സ്വതന്ത്രവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ മൈത്രേനെ പോലുള്ള ആളുകൾ അവർ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്ന് പറയുന്നു. കഷ്ടം പിടിച്ച ഒരു രാജ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യേണ്ടതാണ്. എന്ത് കുഴപ്പമാണ്? MDMA എന്ന് പറഞ്ഞ ഇയാൾ എന്താ പേടിക്കുന്നത്? എന്തിനാണ് പേടിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഇവിടെ കാറ് വെച്ച് ദിവസവും പോയി മോട്ടോർ സൈക്കിൾ ഇടിച്ച് ചത്തോണ്ടിരിക്കുന്ന ആൾക്കാരെ കവിഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടോ? അപ്പൊ മൈത്രേയൻ പറയുന്നത് എന്താ, ഇതൊന്നും നിരോധിച്ചുകൂടാ. MDMA ലീഗലൈസ് ചെയ്യണമെന്ന് പറയുന്നു, വലിയവരെ ബഹുമാനിക്കണ്ടെന്ന് പറയുന്നു, അവരോട് കാരുണ്യം കാണിക്കണ്ടെന്ന് പറയുന്നു, അല്ലേ? ബാക്കി എന്താ? നന്ദി എന്ന വാക്കിന്റെ തന്നെ ആവശ്യം. നന്ദി എന്നുള്ള വാക്കിന് അർത്ഥമല്ല. മാതാപിതാക്കളെ പരിഗണിക്കേണ്ട കാര്യമില്ല, അവരെ നമ്മൾ ഒരിക്കലും പരിചരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. ഇങ്ങനെയുള്ള ഒരു പുതിയ സംഗതി. അതേപോലെ തന്നെ വേറൊന്ന് പറയട്ടെ, അത് നമുക്ക് അങ്ങനെ തന്നെ പറഞ്ഞു പോകണം. നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് ഈ ലേബർ ഇന്ത്യയിലൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ്, നമുക്കതിൽ സംശയമൊന്നുമില്ല. ലോകം സഞ്ചാരം കാര്യങ്ങളൊക്കെ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇൻ്റർവ്യൂകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല അദ്ദേഹത്തിൻ്റെ ചാനലിലും അല്ലാതെയൊക്കെ. അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗവൺമെൻറ്റിൻ്റെ ഏതൊരു ഉപദേശക റോളിൽ അദ്ദേഹം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു, പലതും ഞാൻ നോക്കിയിട്ടുണ്ട്, അത് വെറുതെ കാണാതെ ഇന്നല്ല നമ്മൾ പറയുന്നത്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ നമ്മളെ കേരളം ഇപ്പോഴും എന്തായിട്ടില്ല, പുരോഗതി പ്രാപിച്ചിട്ടില്ല. അതിന് അദ്ദേഹം പറഞ്ഞൊരു തെളിവ് എന്താ അറിയോ, വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുടുംബസമേതം ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ അവരെ രക്ഷിതാക്കളും കുട്ടികളൊക്കെ കടൽ തീരത്ത് കൂടെ നടന്നു പോകും, ഒന്നും പ്രത്യേകിച്ച് ആർക്കൊന്നും തോന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിലെ തീരപ്രദേശത്ത് ഒരു മലയാളി കുടുംബം ഇങ്ങനെ നൂൽബന്ധമില്ലാതെ പോകുന്ന ഒരു ചിത്രം നമുക്ക് ഭാവനയിൽ കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു സംസ്കാരത്തിലേക്ക് ഇപ്പോഴും നമ്മുടെ കേരളത്തിന് ഉയരാൻ സാധിച്ചിട്ടില്ല. അവിടെയാണ് നമ്മുടെ കേരളം ഉള്ളത്. ഭാര്യയും ഭർത്താവും കുട്ടികളോട് ചെന്നാൽ ഇവരെല്ലാവരും നഗ്നമായിട്ടാണ് ബീച്ചിലേക്ക് ഇറങ്ങുന്നത്. എന്റെ മകൻ അല്ലെ എന്റെ കുട്ടി 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്റെ നഗ്നത കണ്ടാൽ എന്ത് ചിന്തിക്കും എന്ന് ഒരമ്മയും ഒരു അച്ഛനും ചിന്തിക്കുന്നില്ല അവിടെ, ശരിയല്ലേ? ഇവരെല്ലാം ബിക്കിനി ധരിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ചിലർ പൂർണ്ണ നഗ്നമായി കുളിക്കുന്നിടത്തും കുട്ടികൾ കണ്ടു നിൽക്കുന്നുണ്ട്. അവർ ഇത് നഗ്നത കണ്ടല്ല നിൽക്കുന്നത്, അവർക്ക് എന്തോ സ്വാഭാവികമായ ഒരു കാര്യം, അവർ കടല കാണുന്നത്.
ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അവരുടെ ഒരു ഓപ്പൺ മൈൻഡ് സെറ്റാണ്. അതൊരു കുഴപ്പമാണെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, സംസ്കാരശൂന്യമായിട്ട് തുണിയെടുക്കാൻ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ കേരളം എന്താകണമെന്നാണ് അദ്ദേഹം പറയുന്നത്? അത് ചെറിയ കാര്യമല്ലത്. അതുപോലത്തെ വിവാഹം എന്നുള്ള കാഴ്ചപ്പാട് വലിയ അപരാധമായി പറയുന്ന അവസ്ഥ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇനി എനിക്ക് വിവാഹം കഴിക്കുക എന്ന ഒരു കാര്യം താല്പര്യം ഇല്ലെന്നിരിക്കട്ടെ. എനിക്കൊരു ഭാര്യയെ കൂടെ കൊണ്ടു നടക്കാനോ പോറ്റാനോ ഉള്ള ഒരു ചുറ്റുപാടില്ല. ഞാനൊരു വിവാഹത്തിന് തയ്യാറല്ല. പക്ഷെ എനിക്ക് സെക്സ് ആവശ്യമായിട്ടും വരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം പറയും? ശരിയാണ്. അതിന് ഒരു സാഹചര്യം സൊല്യൂഷൻ ഫോർ ദാറ്റ് വേണ്ടേ? ഇത്തരം ആളുകളൊക്കെ ഗവൺമെൻറ്റിൻ്റെ പല രീതിയിലുള്ള അഡ്വൈസർമാരായിട്ടൊരു ഭാഗത്ത് വരിക. നേരത്തെ പറഞ്ഞ ഒരു കൾച്ചർ വേറൊരു ഭാഗത്ത് വരിക. വിദ്യാലയങ്ങൾ തോറും ഈ കഞ്ചാവും അതേപോലെ തന്നെ MDMA-യും ഈ പിന്നെ DJ പാർട്ടികളുടെ ലഹരിയും അതുപോലെ തന്നെ ഈ നൈറ്റ് ലൈഫ് എന്നുള്ളൊരു സംവിധാനവും. ഇപ്പോൾ നൈറ്റ് ലൈഫിനെ സംബന്ധിച്ച് നമ്മുടെ പിന്നെ വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ ഡോക്ടർ ഷഹബാസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സൂംബ ഡാൻസിനെ സംബന്ധിച്ച് പറഞ്ഞ അതേ വേദിയിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കൾച്ചർ നമുക്ക് പറ്റിയതല്ല എന്ന് പറയാം. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും നമ്മൾ ചർച്ചയിൽ വരാത്തത്, ഒന്ന് കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ തുടങ്ങുമ്പോഴുള്ള അതിലുള്ള സാഹചര്യങ്ങളാണ്. അതിന് പ്രധാനമായിട്ടും കാരണമാവുന്നത് ഇന്ന് LP സ്കൂളിൽ പോലും കണ്ടുവരുന്ന ഒരു ആഘോഷ ത്വരയാണ്. എന്തുണ്ടെങ്കിലും പല ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമുകൾക്ക് അവിടുത്തെ വാർഷികാഘോഷങ്ങൾ പോലും പിന്നെ കൊടുക്കുന്നൊരവസ്ഥ. DJ പാർട്ടികൾ വർദ്ധിച്ചു വരികയാണ്. ചെറിയ സ്കൂളിൽ പോലും അത് വലിയ മാതൃക കാണാൻ കഴിയും. അത് എത്രത്തോളം ചിലപ്പോൾ പിന്നെ ഏറ്റവും വിദേശത്തുള്ള അത്യാധുനികമായ അത്തരം DJ മ്യൂസിക് ബാൻഡുകളൊക്കെ കേരളത്തിലേക്ക് വരാൻ താല്പര്യം കാണിക്കൂ എന്നുള്ളത് അതിലൊരു പിന്നെ കുട്ടികളിലുള്ള സ്വാധീനം എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയണം. അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം, പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം നൈറ്റ് ലൈഫാണ്. പലപ്പോഴും ഇത്തരം തിന്മകൾ കുട്ടികൾ തുടങ്ങുന്നത് ആരും കാണാത്ത ഇരുളിൻ്റെ മറവിലോ മറ്റോ ഒക്കെ ആയിരിക്കും. അവിടെയുള്ള അത്തരം സാഹചര്യങ്ങൾ പൊതുവെ വർദ്ധിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു മാനവീയം വീഥി അല്ലെങ്കിൽ മറൈൻ ഡ്രൈവ് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി ചെറിയ പ്രായത്തിലെ കുട്ടികൾ പോലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. അതും ഒഴിവാക്കാൻ നമുക്ക് അത്തരം പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കേണ്ടത്. പക്ഷെ നമുക്കൊന്ന് മറുപടി പറഞ്ഞത് എങ്ങനെ വെച്ചാൽ, അത് നിങ്ങൾ ഈ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ പണ്ട് കൂരിരുട്ടായിരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിലൊക്കെ വെളിച്ചം വന്നു. അപ്പം നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ വെളിച്ചത്തിലുള്ളതാണ്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കിയത് വേറെ രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ കോഴിക്കോട് മേയർ പറഞ്ഞാൽ എന്താ, ഈ നൈറ്റ് ലൈഫ് നമുക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന്. കാരണം കോഴിക്കോട് ബീച്ചിൽ ഇപ്പോൾ കുറച്ചായിട്ട് രാത്രി നേരം വെളുക്കുന്നത് വരെ ആയിരക്കണക്കിന് ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ വന്നിട്ട് അവിടെ അങ്ങോട്ട് തിമിർത്താടുകയാണ്. ലഹരിയുടെ കേന്ദ്രമായി മാറുകയാണ്. നൈറ്റ് ലൈഫിന് തടയിടണമെന്ന് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ്. നൈറ്റ് ലൈഫ് നമ്മുടെ രാജ്യത്തിന് അത്ര പറ്റില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടികളൊക്കെ നുണ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണെന്നും ബീന ഫിലിപ്പ് മീഡിയ വണിനോട് പറഞ്ഞു. അതിനെ പറ്റിയിട്ട് കാര്യമായിട്ടുള്ള ആലോചന നമുക്ക് എല്ലാ തലത്തിലും, ജുഡീഷ്യറിയും അതുപോലെ പോലീസും അതുപോലെ കളക്ടറും കോർപ്പറേഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരൊക്കെ കൂടി ഒരുമിച്ചിരുന്ന് ആലോചിച്ചുകൊണ്ട് ഈ നൈറ്റ് ലൈഫിന് തടയിടാത്തിടത്തോളം ഇത് ഇനിയും പെരുകും. കുട്ടികൾക്കൊക്കെ ഒരു ലൈസൻസും ഇല്ലാതെ ഇറങ്ങി പോരാ വൈകുന്നേരം വീട്ടിലേക്ക് ഓരോ നുണയും പറഞ്ഞിട്ട്, എന്നിട്ട് ഇങ്ങനെ രാത്രി മുഴുവനും ഈ ബീച്ചിലും അവിടെ ഇവിടെയും കറങ്ങി നേരം വെളുക്കുമ്പോൾ അവർ ബസ്സിൽ വീട്ടിൽ പോവാണ്. അപ്പോൾ ശരിക്ക് അത് അങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഈ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിനൊക്കെ മൊത്തം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു അവരുടെ പാർട്ടി പ്രവർത്തനത്തിന് വരെ പ്രശ്നം ഉണ്ടാവും. ഇപ്പം തന്നെ അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് പുതിയ തലമുറ വന്നു കഴിഞ്ഞാൽ മൈ ബോഡി മൈ റൈറ്റ്, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്, അതാണല്ലോ ഇപ്പോൾ പറയുന്നത് അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു കൾച്ചറിൽ വന്നു കഴിഞ്ഞാൽ ഇനി അവരോട് MDMA ഉപയോഗിക്കരുത് പറഞ്ഞാൽ എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്, എൻ്റെ കരൾ അടിച്ചു പോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അടിച്ചു പൊളിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ലക്ഷ്യം സെറ്റ് ചെയ്ത ഒരാൾ ലഹരി വിരുദ്ധ പ്രവർത്തനം പോലും യേശൂല. ഇവിടുത്തെ ശരിയായ പൊളിറ്റിക്സ് പറഞ്ഞാൽ അവർക്ക് യേശൂല. അവർ ലിബറലിസം എന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെ ഒരു നിയമം അവർക്ക് ബാധകമല്ലാത്ത അവസ്ഥയായിരിക്കും. അവസാനം ഇവരെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന അവസ്ഥ ഉണ്ടാവും. എനിക്കതുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ വിഭാഗത്തോട് പറയാനുള്ളത്, നിങ്ങൾ ആ രീതിയിൽ അവരൊരു പാർട്ടിയായിട്ട് ഇവിടെ നിലനിൽക്കുക എന്നുള്ളത് പിന്നെ കേരളത്തിൻ്റെ ഒരു ഇക്വേഷൻ മാറാതിരിക്കാൻ ആവശ്യമാണെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. പക്ഷെ അതിനെന്ത് വേണം? ഈ സംസ്കാരത്തെപ്പറ്റി അവരൊരു പുനർവിചിന്തനം നടത്തണം. അല്ല അതിനെ ഒരു പിന്നെ വിശകലനം ചെയ്യുന്ന ആളുകളെ വേട്ടയാടല്ല വേണ്ടത്. അതേപോലെ തന്നെ ഈ വിഷയങ്ങളെ കാര്യമായി കൈകാര്യം ചെയ്തത് പത്രമാധ്യമങ്ങളാണ്, അതിൽ തന്നെ വിഷ്വൽ മീഡിയകൾ. അപ്പോൾ അവരിതിനെ കൈകാര്യം ചെയ്തൊരു രീതിയുണ്ട്. പലപ്പോഴും നമുക്കതിൽ വിമർശനങ്ങളുണ്ട്. അവർ സത്യത്തിൽ അങ്ങനെ ആയിരുന്നോ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്നത്? യഥാർത്ഥത്തിൽ ഞാനിങ്ങനെ മനസ്സിലാക്കണം, നമ്മൾ കുറച്ചൊക്കെ ചർച്ചകൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ. നമ്മൾ കേരളത്തിൽ പിന്നെ മാധ്യമപ്രവർത്തകർ പഴയതുപോലെ ഒരു പഠിക്കുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്.
അത് അവർ ഇത് കേൾക്കുമ്പോൾ എങ്ങനെ ഏത് ടോണിലെടുക്കുക എന്ന് എനിക്കറിയില്ല. അതായത് വളരെ ലൈവായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അത് ഞങ്ങളുടെ ചാനലിൽ ആദ്യം വാർത്ത വരണം, അതിൻ്റെ റേറ്റിംഗ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലാണ് നിന്നിട്ട് അങ്ങോട്ട് പോവുകയാണ്. അല്ലാതെ പറഞ്ഞു പോകുന്ന വിഷയങ്ങൾ അതിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങി എന്ന് പഠിച്ച് ഈ പറയുന്നതിൻ്റെ പിന്നിലുള്ളൊരു പശ്ചാത്തലം, അതിൻ്റെ ഒരു സാഹചര്യം, ഇവരൊക്കെ അത് സംസാരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നതൊന്ന് അപഗ്രഥിക്കാൻ ഇപ്പോഴത്തെ പുതിയ തലമുറ എന്തല്ല തയ്യാറല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ കാണുമ്പോഴേക്കും, നമ്മളെ രൂപം കാണുമ്പോഴേക്ക് തന്നെ ഇവരൊന്നും ഇത് പറയാൻ പറ്റിയ ആൾക്കാരല്ല എന്നാണ് ആദ്യം അവരാണ് തീരുമാനിക്കണം. ഒരു മുൻധാരണ, ആ മുൻധാരണ മാറ്റണം എന്നൊരു വിനീതമായ അഭ്യർത്ഥന നമ്മളെ പുതിയ മാധ്യമപ്രവർത്തകരോട് നമുക്കുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അവരെങ്ങാനും ഇപ്പോഴത്തെ നമ്മളെ മാധ്യമപ്രവർത്തകർ, പൊതുവേ മാധ്യമപ്രവർത്തകർ ലിബറൽ സംസ്കാരമുള്ള ആളുകളാണ്. അതുകൊണ്ട് അത് അവരുടെ ഒരു മതമാണ്. അതുകൊണ്ട് ആ മതത്തെ അവർ സംരക്ഷിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ ഈ പറയുന്ന കോഴ്സ് ഉണ്ടല്ലോ, അത് അവരൊന്ന് പഠിച്ചിട്ട് അതിനെ സെക്കുലറായിട്ടും അതിനെ മെഡിക്കൽ അതിൻ്റെ എലമെൻറ്റുകൾ വെച്ചിട്ടും ചരിത്രപരമായിട്ടും അതുപോലെ തന്നെ അതിന് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ വിഷയങ്ങൾ വന്നപ്പോഴുള്ള സാഹചര്യം എന്താണെന്നും പിന്നെ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതും അവരിപ്പോൾ എടുക്കുന്ന നിലപാടുകൾ എന്താണെന്നും ഇതൊക്കെ ഒന്ന് മൊത്തത്തിൽ ചേർത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ ഈ വിഷയം എന്ത് ചെയ്യും, ടേക്കപ്പ് ചെയ്യുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതിനാദ്യം എന്ത് വേണം, ഇതെന്തോ നമ്മൾ കുറച്ച് താടി വെച്ച മനുഷ്യന്മാർ പറഞ്ഞതുകൊണ്ട് വേഗം ഒരു മതത്തിൻ്റെ ചാപ്പ അടിച്ച് ഒഴിവാക്കുന്ന ആ മനോഭാവത്തെ അവർ എഡിറ്റ് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ഒടുവിൽ നമ്മൾ ഈ ഒരു ചർച്ചയുടെ അവസാനത്തിലേക്ക് വരികയാണെങ്കിൽ വിമർശിച്ച ആളുകൾ ഒരുപാടുണ്ടായിരുന്നില്ല. ഇതിനോട് കൂടെ നിന്ന ഒരുപാട് ആളുകളെ പോലെ തന്നെ വളരെ നിശിതമായി വിമർശിച്ച ഒരുപാട് വിമർശകരുണ്ടായിരുന്നു. ആ വിമർശകരോട് ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? ഒരിക്കലും നമുക്ക് അവരോടൊരു പകയില്ല, ഒരു ശത്രുതയില്ല. കാരണം അവർ വിമർശിക്കുന്നതെന്ന് വെച്ചാൽ അവരവരുടെ പരിസരത്ത് നിന്നുകൊണ്ടാണ് വിമർശിക്കുന്നത്. ഉള്ള അടിസ്ഥാന പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇവിടെ രണ്ട് വീക്ഷണങ്ങളാണുള്ളത്. ഒരുപാട് മതങ്ങളും വിശ്വാസങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, രണ്ട് വീക്ഷണങ്ങൾ. ഒന്നെന്താ വെച്ചാൽ നമ്മൾ വിശ്വസിക്കുന്നത് എന്താ, ഈ ലോകം എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷം ആരംഭിക്കുന്നതാണെന്നാണ് നമ്മുടെ വിശ്വാസം. വല്ലാഹിറത്തു ഖൈറുൻ വബഖ, എന്നും ബാക്കിയാകുന്ന ഏറ്റവും നല്ലതും പരലോകമാണ്. അപ്പോൾ നമ്മൾ പരലോക ജീവിതത്തിലേക്ക് വേണ്ടിയുള്ള പാഥേയം ഒരുക്കാനാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. മനസ്സിലായോ? അതിനെന്ത് വേണം? ഈ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കണം, അവനെ മാത്രം ആരാധിക്കണം, അവൻ്റെ വിധികളും വിലക്കുകളും നമ്മൾ പാലിക്കണം, ഒരു ചട്ടക്കൂടിൽ നമ്മൾ ജീവിക്കണം. എന്നാൽ മരണത്തിന് ശേഷം യഥാർത്ഥ സ്വർഗം കിട്ടും. ആ സ്വർഗത്തിൽ ഇവിടെ ഇവർ അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അവിടെ കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മളെ മനസ്സിൽ തോന്നുന്നതൊക്കെ കിട്ടും, തോന്നുന്നതൊക്കെ കിട്ടും. എങ്ങനെ പറഞ്ഞറിയോ? ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരാളുടെ മനസ്സിലും വിചാരിച്ചിട്ടില്ലാത്ത ഒരു ലോകമാണ് സ്വർഗ്ഗലോകം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ലോകമുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ ലോകത്തിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഈ പറഞ്ഞ സൈഡ് എഫക്റ്റ് ഒന്നും അവിടെ ഇല്ലാത്ത ലോകമാണത്. മരണമില്ലാത്ത ജീവിതം, ഒരിക്കലും നമ്മൾ വയസ്സാകുന്നില്ല. എന്തൊരു സ്വർഗ്ഗ ഇതാണ്. എന്നാൽ ഇതിന് നേരെ എതിരായി ജീവിച്ചാലോ കത്തിജ്വലിക്കുന്ന നരകമാണുള്ളത്. ആ നരകം എന്ന് പറഞ്ഞാൽ നമ്മളെ തൊലി ഇങ്ങനെ കത്തും. ആ തൊലി പോകുമ്പോൾ അടുത്ത തൊലി തരും. ഒരിക്കലും മരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും ഫൈനൽ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാണ്. പക്ഷേ അവിടെ ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. അവിടെ നമ്മൾ ഇവിടെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെതിരെ പ്രവർത്തിച്ചാൽ അവിടെ കത്തിജ്വലിക്കുന്ന നരകത്തിലാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. മനസ്സിലായോ? എന്നാൽ ഇവിടെ മറ്റൊരു വിഭാഗത്തിൻ്റെ വിശ്വാസം എന്താ? ഇത് രണ്ടാമതൊരു ജീവിതമല്ല, മരണം എന്നുള്ളത് ജീവിതത്തിൻ്റെ അവസാനമാണ്. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്യണം, അനുഭവിക്കേണ്ടതൊക്കെ ഇവിടെ തന്നെ അനുഭവിക്കണം, മദ്യം ഇവിടെ തന്നെ കുടിക്കണം, പെണ്ണ് ഇവിടെ തന്നെ ഉപയോഗിക്കണം, അതുപോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാ മനസ്സ് തോന്നുന്നതും ഇവിടുന്ന് ചെയ്യണം. ഇവിടുന്ന് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ജീവിതം നഷ്ടപ്പെട്ടു. ഇതാണ് അവരെ മനസ്സ്. അപ്പോൾ ഇത് രണ്ട് കാഴ്ചപ്പാടാണ്. അപ്പം നമ്മൾ പറയണത് അവർക്കും മനസ്സിലാവില്ല, അവർ പറയണത് നമുക്ക് മനസ്സിലാവില്ല. അതാണ് ഈ ചാനലിലൊക്കെ നടക്കുന്ന യുദ്ധങ്ങൾ. ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത്, ഏത് കാലത്തു നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കാൻ കാരണം എന്താ? നമ്മൾ പരലോകം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മളെ ചിന്ത മുഴുവുള്ളത്. നമ്മളെ ആളുകൾ നേരെ അവരോടും പറയാം, എന്താ ഇപ്പോൾ ഇവർ പറയണത്, എവിടുന്നാ ഇപ്പോൾ ഇവർ വരുന്നത്? അപ്പോൾ അവരെന്താ വെച്ചാൽ അവർ ഈ ലോകത്തുനിന്ന് കൊണ്ടാണ് ചിന്തിക്കണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ രണ്ട് ധാരകൾ തമ്മിൽ എന്ത് ചെയ്യും? ഏറ്റുമുട്ടും. ഇതാണ് ഇവിടെയുള്ള വിഷയം. അപ്പോൾ അതിൽ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത് രണ്ട് വീക്ഷണക്കാരും, ഇവിടെ ഇന്ത്യ രാജ്യമാണ്, നമ്മളെ ലോകമാണ് രണ്ടും, പക്ഷെ രണ്ട് കൂട്ടരും എന്ത് ചെയ്യുക, ഈ
പരലോക വിശ്വാസം അനുസരിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അത് ജീവിക്കാനുള്ള അനുവാദം ഇവിടെ കൊടുക്കുക. അവരെ കയറി ഞങ്ങൾ പറയുന്ന മാതിരി നിങ്ങൾ നിസ്കരിക്കാൻ പാടുള്ളൂ, ഞങ്ങൾ പറയുന്ന മാതിരി നിങ്ങൾ നോമ്പ് വിൽക്കാൻ പാടുള്ളൂ, ഞങ്ങൾ പറയുന്ന മാതിരി നിങ്ങൾ പിന്നെ വേഷം ധരിക്കാൻ പാടുള്ളൂ, ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ പിന്നെ നടക്കാൻ പാടുള്ളൂ എന്ന് അവർ നമ്മളോട് പറയാതൊക്കെ നമ്മളവരോടും പറയണില്ല. നമ്മളവരോടും പറയണില്ല നിങ്ങൾ ഡാൻസ് കളിക്കാൻ പാടില്ല, നിങ്ങൾ മറ്റേ പിന്നെ ഇതാക്കാൻ പാടില്ല എന്നൊന്നും നിങ്ങൾ എല്ലാവരും പറഞ്ഞിടണം എന്നൊന്നും നമ്മളാരും പറയണില്ല. നമ്മളെന്തേ പറയുന്നുള്ളൂ, പൊതുവിദ്യാലയങ്ങൾ എല്ലാവരുടേതുമാണ്. അവിടെ എല്ലാവർക്കും ജീവിക്കാവുന്ന, ആർക്കും ആരുടെ മതവിശ്വാസവും വ്രണപ്പെടാതെ ജീവിക്കാവുന്ന ഒരു മതനിരപേക്ഷ ഇടമായി നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ നിലനിൽക്കണം. ആരുടെയെങ്കിലും വിശ്വാസത്തിനോ സംസ്കാരത്തിനോ യോജിക്കാത്തൊരു സംഗതി അവിടെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാന്യമായി അഭിമാനപൂർവ്വം വിട്ടുനിൽക്കുവാൻ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശം നമുക്ക് എന്ത് ചെയ്യണം, സംരക്ഷിച്ച് കിട്ടണം. ഇത്രയേ നമ്മൾ പറയുന്നുള്ളൂ. നമുക്ക് വളരെ സൗഹാർദ്ദത്തിൽ പോയിക്കൂടെ? തീർച്ചയായിട്ടും. ഈ ഒരു ചർച്ച നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു വിവാദങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ഒരു കാലഘട്ടമാണെങ്കിലും, ഈ ഒരു ഭാരവാഹിത്വത്തിലൊക്കെ ഇരിക്കുന്ന കാലഘട്ടമാണെങ്കിലും നൽകിയ തിരിച്ചറിവുകൾ, ആ നിലക്ക് പിന്നെ ഈ ഒരു വിഷയത്തിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ, അതുപോലെ തന്നെ പടച്ചവൻ്റെ ഒരു സഹായം വല്ലാതെ അനുഭവപ്പെട്ട നിമിഷങ്ങൾ, അതൊക്കെ ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു അഭിമുഖം അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് ഞാൻ പറയുമ്പോൾ എനിക്ക് ഷമീർ കുറച്ച് സമയം തന്നാൽ പോരാ. പക്ഷേ നമ്മൾ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങിയത് എത്രയായി, അതുകൊണ്ട് ഞാൻ കടക്കണില്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നമുക്ക് പറയാം. അതായത് ഒരുപാട് തിരിച്ചറിവുകൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിലേറെ നമുക്ക് ചെയ്യാനുണ്ട്, നടന്നതിലേറെ ദൂരം നമുക്ക് നടക്കാനുണ്ട്. കാരണം ഇത് ആളുകൾക്ക് മനസ്സിലാവും, ഇൻഷാ അല്ലാഹ് മനസ്സിലാവും. ആരൊക്കെ വിമർശിക്കുന്നു അവർക്കൊക്കെ മനസ്സിലാവും. ഒരു മുൻധാരണ മാറ്റി വെച്ച ആളുകൾ സ്വീകരിക്കും. ആ ദിവസം നമ്മൾ കാണുന്നുണ്ട്. ഇടി പൊട്ടി മഴ പെയ്ത് ആകാശം തെളിയുന്നത് പോലെ ആകാശം തെളിയും ഇൻഷാ അല്ലാഹ്. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ, ശുഭപ്രതീക്ഷയോട് കൂടി തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇതിന് കാരണം എന്താ വെച്ചാൽ പടച്ചവൻ്റെ സഹായം ഈ വിഷയത്തിൽ ചില്ലറെന്നല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ മനസ്സിലാക്കണം എന്താ വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ ഭാവി തലമുറയെ സംരക്ഷിക്കാൻ വേണ്ടി ശരിക്ക് അള്ളാൻ്റെ ഒരു തീരുമാനം, അതിന് നമ്മൾ വിധേയമായി എന്ന് മാത്രം. ഇത് നമുക്ക് എനിക്കിത്രയേ ഉള്ളൂ. ഇത് മരിച്ചു പോകുമ്പോൾ നമുക്ക് പരലോകത്തേക്ക് ഒരു ഉപകാരപ്പെടുന്ന ഒരു അമലായിട്ട് ഇത് ബാക്കിയാണ്. അതിനെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും. ഏതായാലും ഈ ഒരു അഭിമുഖം ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഖൈറാണ് എന്നത് 100% ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിവാദങ്ങളും ഇത്തരം ചർച്ചകളും പരിസരങ്ങളും എല്ലാം എല്ലാ നിലക്കും ഖൈറായി തന്നെ അതിൻ്റെ ഒരു പര്യവസാനത്തിലേക്ക് എത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ആ നിലക്ക് അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.